മ്യൂട്ട് ഓപ്പൺ ചെയ്തിട്ട് സംസാരിച്ചോളൂ ഗുഡ് കേട്ടോ. ഈവനിങ്. യെസ്, Good ഗുഡ് evening. ഈവനിങ്, ഗുഡ് ഈവനിങ്. യെസ് ഷാക്കിറ, ഒരുപാട് Yes, sir. പേരുണ്ട് തോന്നുന്നു അല്ലേ? Good എത്ര evening. പേര്? യെസ് യെസ്, സർ, ഗുഡ് ഈവനിങ്. ജോയിൻ ചെയ്തോണ്ടിരിക്കുന്നു സർ. യാ, കുറച്ച് പേരുണ്ട് അല്ലേ? നമുക്ക് കുറച്ച് സമയം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം, എന്നിട്ട് നമുക്ക് പിരിയാം. ഓക്കെ അല്ലേ? മൈസെൽഫ്, ഞാൻ ആദ്യം തന്നെ എല്ലാവർക്കും ജി സ്റ്റോക്ക് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ മാറ്റിവെച്ച സമയം ആദ്യം താങ്ക്ഫുൾ. ഓക്കെ, അപ്പൊ അതിനാദ്യം നന്ദി പറയുന്നു. നമ്മുടെ വിലപ്പെട്ട സമയമാണ് അല്ലെ? സമയമാണ് ഏറ്റവും പ്രധാനം. അപ്പൊ അതുകൊണ്ട് ആ സമയം, ഇരിക്കുന്ന സമയം നമുക്ക് മീനിങ് ഫുള്ളും വെർത്തും എന്തെങ്കിലും സമയത്തിനേക്കാൾ കൂടുതൽ വാല്യൂ കിട്ടുന്ന ഒരു സംഗതിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. കോഴ്സിന് ജോയിൻ ചെയ്യുക ചെയ്യാതിരിക്കുക അത് മാറ്റർ അല്ല. കേൾക്കുന്നുണ്ടോ? ഒരു പ്രോഗ്രാം നമ്മളിവിടെ റൺ ചെയ്യുന്നുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിന്റെ. അതിന് ജോയിൻ ചെയ്യുക എന്നുള്ളതൊക്കെ നിങ്ങളുടെ തീരുമാനമാണ്. അപ്പൊ അതിലേക്ക് ഉള്ള ചില കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ നമ്മുടെ ഒത്തുകൂടിയിരിക്കുന്നത്. അപ്പൊ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് സംസാരിക്കാം കേട്ടോ. എന്നിട്ട് അത് വർത്താണ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളോട് കൂടി വരാം. അല്ലെങ്കിൽ അവിടെ അപ്പോൾ ഇത്രയും സമയം നമുക്ക് കിട്ടിയ ആ ഒരു ഇൻഫോർമേഷൻ അതിന്റെ പുറത്ത് വലിയൊരു രീതിയിലേക്ക് സെൽഫായിട്ട് പോകാനും സാധിക്കട്ടെ. ഓക്കെ, 50ഓളം പേരുണ്ട് എന്ന് തോന്നുന്നു അല്ലേ? റൈറ്റ്, 60ഓളം പേരുണ്ട്. ശരിക്ക് നമുക്ക് പരിചയപ്പെടുക എന്നുള്ള സിറ്റുവേഷൻ നമുക്ക് കുറച്ച് പതുക്കെ ആകാം. ചില കാര്യങ്ങൾ നമുക്കൊന്ന് സംസാരിക്കാം അല്ലേ? റൈറ്റ് അല്ലേ? സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളെ വെബിനാർ എന്തെങ്കിലും വീഡിയോസോ അങ്ങനെയുള്ള കാര്യങ്ങളും ഒന്നും കണ്ടിട്ടുള്ളവരുണ്ടോ? ഷാക്കിറ, ഇവിടെ കൂടുതലും ക്ലാസ്സുകൾ കാണാത്ത ആളുകളാണ്. കുറച്ച് പേര് ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ട്, കുറച്ച് പേര് ക്ലാസ്സുകൾ കണ്ടിട്ടില്ല. ജി സ്റ്റോക്കിനെ കുറിച്ച് അറിയാതെ വന്നവരുണ്ട്. യെസ്, ഒന്ന് ഓപ്പൺ അപ്പ് ആവോ ഒരു നിമിഷം? മൈക്ക് ഒന്ന് ഓപ്പൺ ചെയ്തോളൂ, സംസാരിച്ചോളൂ. അതായത് ഒരു 2 മിനിറ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കാം. അതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് സബ്ജക്റ്റ് ഒന്ന് പ്രസന്റ് ചെയ്യും. അതിനുശേഷം നമുക്ക് ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ സംസാരിച്ചിട്ട് ഫിനിഷ് ചെയ്യാം. റൈറ്റ്? യാ, അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടോ? നമുക്കൊന്ന് എൻഗേജ്ഡ് ആയിട്ട് കാര്യങ്ങൾ നോക്കാം. എന്താ, ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഞാനത് ചോദിക്കാം, സ്റ്റോക്ക് മാർക്കറ്റിന്റെ ക്ലാസ്സുകൾ കഴിഞ്ഞ ആൾക്കാരുണ്ടോ? എന്താണ് സിറ്റുവേഷൻ? ആദ്യത്തെ ഒരു 5 മിനിറ്റ് നമുക്ക് അങ്ങനെ പോവാം. ക്ലാസ്സുകൾ കഴിഞ്ഞ ആൾക്കാരുണ്ടോ? അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലെ ട്രേഡ് അല്ലെങ്കിൽ സ്റ്റോക്കുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ടോ? എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ഓപ്പൺ അപ്പ് ആവും. ഒരു 2-3 മിനിറ്റ്സ്. നമുക്ക് അധികം സമയം ഇല്ല, ഉള്ള സമയം പ്രൊഡക്റ്റീവ് ആക്കണം. അതിന് വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കും. സർ നമസ്കാരം, നിസാറാണ്. നമസ്കാരം നിസാർ പറയൂ. നിസാർ എവിടെ നിന്നാണ്? ഞാൻ ബോർഡ് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ബോർഡ് നിങ്ങൾക്ക് കാണാമല്ലോ? കാണാം. യെസ്, പറയൂ. എന്തായിരുന്നു നിസാർ സ്വദേശം മലപ്പുറം ജില്ലയിൽ പാലപ്പെട്ടിയാണ് സ്വദേശം. ഓക്കെ, പറഞ്ഞോ. കൊറോണ സമയത്ത് നമ്മൾ ചെറുതായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, കളിച്ചിട്ടുണ്ടായിരുന്നു. പറയൂ. എന്നിട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഇപ്പൊ ഒന്നും കളിക്കുന്നില്ല. അന്ന് കുറച്ച് പൈസ പോയതല്ലാതെ പിന്നെ ലിവറേജ് ഒക്കെ പോയപ്പോ നമ്മൾ അവസാനിപ്പിച്ചു. ഫൈൻ. ഓക്കെ, ഇതാണ് നിസാറിന്റെ സിറ്റുവേഷൻ. ഇപ്പൊ ഒന്നുമില്ല. ഇനി ആദ്യമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ കാണുന്നു, ഇത് കൊള്ളാലോ, നോക്കാമെന്ന് കുറെ നാളെ ഇത് പഠിക്കണം എന്ന് വിചാരിക്കുന്നു, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ആദ്യമായിട്ടാണ് സാറിന്റെ ഫേസ്ബുക്കിൽ ഇങ്ങനെ കണ്ടിട്ട് ജി സ്റ്റോക്കിന്റെ ഡയറക്ടറാണ് എന്നൊരു ചെറിയൊരു ക്ലിപ്പ് കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇതില് പഠിക്കാൻ പറ്റുമോ, നമുക്ക് ശരിയാവോ അറിയാമെന്ന്. സുജിത്ത്, ഇപ്പൊ കുവൈറ്റിലാണ് ഉള്ളത്. ശരി. ഇനി ഒരു ഉള്ള ആളുകൾ എന്ന് വെച്ചാൽ ഒരുപാട് ലോസ് വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? വലിയ ലോസ് വന്നിട്ട് ഫേസ് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഒരു ക്ലാസ്സിൽ ഉണ്ടാകുന്ന സമയത്ത് ഒരു ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഉണ്ടാവും. ആ ഒരു കോമ്പിനേഷൻസാണ് ഞാൻ ചോദിക്കുന്നത്. വലിയ ലോസുകൾ വന്നിട്ട് നമ്മുടെ ക്ലാസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് 36 crore ലോസ് വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അത്രയും ലോസ് വന്നിട്ടുള്ള ആയിരിക്കും. അത്രയും ലോസ് ഇല്ലെങ്കിലും നമുക്ക് 1 CR 20 lakhs 25 lakhs അങ്ങനെയൊക്കെ ലോസുകൾ വന്നിട്ടുള്ള ആൾക്കാരുണ്ടോ അതിന്റെ അകത്ത്? ഉണ്ടോ? അതൊന്നും അറിയണം എന്ന് പറയും. ഫസ്റ്റ് ടൈം ആണ്. ഓക്കെ, എന്റെ പേര് റജി എന്നാണ്. 25 lakhs ലോസ് വന്നിട്ടുണ്ട്. അതിലെന്താ, സ്റ്റോക്ക് ആണോ ചെയ്തത്, ഓപ്ഷൻ ആണോ ചെയ്തത്? എന്താ ചെയ്തത്? ഓപ്ഷൻ ആണല്ലോ. ഓപ്ഷനിൽ ബൈ ആണോ ചെയ്തത്, സെല്ലാണോ ചെയ്തത്? ബൈ ആണ്. ഓക്കെ, ഫൈൻ. ശരി, നമുക്ക് ഇതിന്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം അല്ലെ? ഇപ്പോ ഒരു ക്വസ്റ്റ്യനെ കൂടി ഞാൻ ചോദിക്കാം. അങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആകണം എന്നുണ്ടെങ്കിൽ
എങ്ങനെയുള്ള ആൾക്കാരായിരിക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആകുന്നത്? എന്തെങ്കിലുമൊക്കെ ഒരു ഒപ്പീനിയൻ പറഞ്ഞാൽ ഇവിടെ അത് എഴുതിയിടാം, എന്നിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് റിയൽ സൊല്യൂഷനിലേക്ക് നമുക്ക് പോവാം. എന്തുകൊണ്ടാണ് ആൾക്കാർ ഫെയിലിയർ ആകുന്നത്, അല്ലെങ്കിൽ സക്സസ് ആകുന്ന ആൾക്കാർ എന്തായിരിക്കും നോക്കുന്നുണ്ടാവുക? നിങ്ങളുടെ മൈൻഡിലുള്ള തോട്ടുകൾ എന്താ തോട്ടുകൾ എന്താ? ഓപ്പൺ അപ്പ് യുവർ ബ്രെയിൻ. എന്തെങ്കിലും ബ്രെയിനിൽ തോന്നുന്നത് അങ്ങനെ അങ്ങ് വിളിച്ചു പറയും. ഓക്കെ, ഒന്ന് പറയും. ഒരു പ്രോബ്ലം ഇല്ലല്ലോ. നമ്മള് അസസ്മെന്റ് കറക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ് നമ്മള്. ഞാനിവിടെ എഴുതാം അസസ്മെന്റ് കറക്റ്റ്. മാർക്കറ്റ് മാർക്കറ്റ്. അടുത്ത ആള് മാർക്കറ്റ് പറഞ്ഞു. മാർക്കറ്റ് കൺസിസ്റ്റൻസി, അപ്പ് ഡൗൺ അറിഞ്ഞിരിക്കണം. റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്ത് ട്രേഡ് ചെയ്യണം. റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, ദെൻ ഓക്കെ, എനി അതർ? ഓക്കെ, എനി അതർ? ഇനി ഒന്നുമില്ല. ഫണ്ട് മാനേജ് ചെയ്യണം. എന്തായിരുന്നു ഒബ്സർവ് ചെയ്യുന്നത്? ഒന്നുകൂടി പറഞ്ഞ്. കമ്പനികളുടെ പെർഫോമൻസിന് ഷെയർ പ്രൈസുകൾ വേരി ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളത് പിന്നെ ഇതിന്റെ ഫണ്ടമെന്റൽസ് നല്ലോണം പഠിക്കാതെ ചെയ്തു കഴിഞ്ഞാൽ ലോസ് ഉണ്ടാകാം. അതായത് ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത് കമ്പനികൾ ഉണ്ട് ഇവിടെ ഒരുപാട്. ആ കമ്പനികളിൽ നമ്മൾ വിചാരിക്കുന്നത്, ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നല്ല കമ്പനികളെ മുൻകൂട്ടി അവരുടെ പെർഫോമൻസ് മനസ്സിലാക്കുന്ന, അനലൈസ് ചെയ്യുന്ന രീതിയിൽ നല്ല 5000-ഓളത്തിൽ കൂടുതൽ കമ്പനികൾ അവിടെ ഉണ്ട്. അപ്പൊ നല്ല കമ്പനികൾ, പെർഫോം ചെയ്യുന്ന കമ്പനികളെ തിരഞ്ഞെടുക്കാനുള്ള ഒരു പഠനം നല്ല വൃത്തിയായിട്ട് നടത്തി നല്ല കമ്പനികളെ തിരഞ്ഞെടുത്ത് നല്ല പ്രോഫിറ്റും മാനേജ്മെന്റും കോൺട്രാക്റ്റുകളും ഒക്കെയുള്ള കമ്പനികളെ കണ്ടെത്തി മനസ്സിലാക്കി അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിയും വിവേകവും നോളേജും, അല്ലെ? റൈറ്റ്. അടുത്തത് ഇനി എന്തെങ്കിലും ഉണ്ടോ? യെസ്, ഇതെന്താ വരാത്തതെന്ന് ഞാൻ ചോദിക്കുന്നത്. ഇമോഷൻ കൺട്രോളിങ്. യെസ്. എനി അതർ? ക്ഷമ, പേഷ്യൻസ് ഒക്കെ പറയണ്ടേ, അല്ലെ? ക്ഷമ പറയുമല്ലോ കുറെ പേര്. ഇതാണോ? ക്ഷമ ഉണ്ടാകണം. ക്ഷമയില്ലായ്മയാണ് സ്റ്റോക്ക് മാർക്കറ്റ് ലോസിന് എന്ന് പറയാറുണ്ട് കുറെ പേര്. അങ്ങനെയും പറയാറുണ്ട്. ഇനി അത് ഏതാണ്? ഓവർ ട്രേഡ് ചെയ്യല്. ഓവർ ട്രേഡിങ് അതായത് ചെയ്തോണ്ടിരിക്കുക. അതായത് റിവെഞ്ച് പോലെ ഇങ്ങനെ, അത് ഒരെണ്ണം ചെയ്തു നഷ്ടമായി, എന്നാ പിന്നെ തിരിച്ചു പിടിക്കണം, വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക. ഓവർ ട്രേഡിങ്. യെസ്. പിന്നെ ഇൻവെസ്റ്റ് ഇൻ പ്രോപ്പർ ടൈമിംഗ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ടൈമിംഗ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് എന്ന് പറയുന്നു. പിന്നെ വേറെന്തോ പറഞ്ഞല്ലോ, ഇപ്പൊ വേറൊരാൾ എന്തോ പറഞ്ഞു. നമുക്കൊരു ഇത് അക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ നഷ്ടം വന്നാലും നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ലോസ് ആക്സെപ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. റൈറ്റ്. യെസ്. അതായത് നമുക്കൊരു ലോസ് വന്നു കഴിഞ്ഞാലും പിന്നെ അത് ഇന്ന് തന്നെ ഇത് പിന്നെ മിറ്റിഗേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു 10 ട്രേഡ് പിന്നെ ചെയ്യുന്നതാണ്. അത് ഓവർ ട്രേഡിങ്. ഒരാളോട് പറഞ്ഞു ലോസ് നാളെ നമുക്ക് ഇത് നോക്കാം. ഇന്ന് നമ്മുടെ ദിവസമല്ല, അതുകൊണ്ട് ലോസ് നമുക്ക് സ്റ്റോക്ക് താഴോട്ട് പോവോ മുകളിലോട്ട് പോവോ എന്നുള്ള ഒരു ഭയം. ഫിയർ ഉണ്ട്. റൈറ്റ്, ഫിയർ. ഓക്കെ. അപ്പോ നമുക്ക് താഴേക്ക് പോകുമ്പോൾ ലോസ് സ്റ്റോപ്പ് ചെയ്ത് വേഗം ഇറങ്ങി പോരുന്ന ഒരു സ്റ്റോപ്പ് ലോസ് ചെയ്യണം, അല്ലെ? അങ്ങനെ ഒരു സാധനമുണ്ട്. റൈറ്റ്. എനി അതർ? എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളൂ. അതിൽ ഇവിടെ തെറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി ഒന്നുമില്ല. ഇഷ്ടമുള്ളത് പറയാം. അത് ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. അതായാലും പ്രശ്നമില്ല, ആയില്ലെങ്കിലും പ്രശ്നമില്ല. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന് പറയില്ലേ? ഉണ്ടാതിരിക്കുന്നേക്കാൾ എത്രയോ നല്ലതാണ് എന്തെങ്കിലും എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യാണ്. ഓക്കെ. യെസ്. അപ്പോൾ ഞാൻ ഒരു സിൻസിയർ ആയിട്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റില് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ ആഗ്രഹിച്ചിട്ടല്ലേ നിങ്ങൾ ഈ മീറ്റിങ്ങിന് വന്നിരിക്കുന്നത്? അല്ലാതെ വെറുതെ സമയം കളയാൻ വേണ്ടി ആരും വന്നിട്ടില്ലല്ലോ. ശരിയല്ലേ? ഓക്കെ. അതെ, തീർച്ചയായിട്ടും. അതായത് നമുക്ക് കൺവിൻസ് ചെയ്യപ്പെടുകയാണ്. അതായത് എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ഗ്യാരണ്ടി ഉള്ള റിട്ടേൺസ് കിട്ടുന്ന ഏരിയ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തീർച്ചയായിട്ടും അതിലൊരു ഡിസിഷൻ എടുക്കില്ലേ? അല്ലെ? നമുക്കത് പഠിക്കണമെന്നും പഠിച്ച് നമുക്ക് ഈ ഏരിയയിൽ സക്സസ് ആകണമെന്നും നമ്മൾ ആഗ്രഹിക്കില്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു. അസസ്മെന്റ് കറക്റ്റ് അല്ലാത്തത്, മാർക്കറ്റിൽ കൺസിസ്റ്റൻസി ഇല്ലാത്തത്, അപ്പും ഡൗണും അറിയണം, ഫിയർ, ഓവർ ട്രേഡിങ്, പ്രോപ്പർ ടൈമിംഗ് ഇല്ല, പേഷ്യൻസ് ഇല്ലാത്ത ഒരുപാട് ആളുകൾ പറയാറുണ്ട്. നമ്മൾ ഇതൊന്നും കേട്ടിട്ടില്ല. ഇമോഷൻ കൺട്രോൾ ചെയ്യുന്നില്ല, ലോസ് ആക്സെപ്റ്റ് ചെയ്യണം, അല്ലെ? റിവെഞ്ച് ട്രേഡിങ്, ഓവർ ട്രേഡിങ് എന്നൊക്കെ പറയുന്ന കമ്പനികളുടെ പെർഫോമൻസ് മനസ്സിലാക്കുന്ന കുറെ കാരണങ്ങളൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആകാൻ ഇതൊക്കെയാണ് വേണ്ടതെന്നാണ് വിചാരിക്കുന്നത്. ഇതോർണോ? അല്ലേ? അതുകൊണ്ട് തന്നെ ഇതൊക്കെയാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആകാൻ. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആകാൻ വേണ്ടത് ഇതല്ല എന്നുള്ളതാണ്. ഞാൻ അതിന്റെ റിയൽ കാര്യങ്ങളിലേക്ക് പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞാലോ? മുന്നോട്ട് പോട്ടെ. ഞാനൊന്ന് അതുവരെ സബ്ജക്റ്റ് ഒന്ന് കേൾക്കാമോ? ഞാനൊന്ന് പറയാം. യെസ്. അപ്പൊ ഞാൻ ഒന്ന് മ്യൂട്ട് ചെയ്യുന്നുണ്ട്, ഒന്ന് കേൾക്കും കേട്ടോ. അതായത് നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആകണം എന്നുണ്ടെങ്കിൽ
ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരുപാട് ഇൻഡിവിജ്വൽസ് ഉണ്ട് നമ്മളെ പോലെ. എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ കോർപ്പറേറ്റ് കമ്പനികളും ഉണ്ട്. അവരുടെ ഫണ്ട് എടുത്തിട്ട് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ എന്റെ ഫണ്ട് എടുത്തിട്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ രണ്ട് ഭാഗങ്ങളാക്കി നമുക്ക് തിരിക്കാം. ഇതിന്റെ അകത്ത് കുറെ കമ്പനികളും ഇതിൽ ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നുണ്ട്, കുറെ ഇൻഡിവിജ്വലും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ, നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് നമ്മളുടെ ഈ ഈ ഒരു സ്കില്ല്, സ്റ്റോക്ക് മാർക്കറ്റിന്റെ ട്രേഡിംഗ് സ്കില്ല് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് സ്കില്ല് എന്ന് പറയുന്നത് ഒരു ഡിസിഷൻ മേക്കിംഗ് സ്കില്ലാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു സ്റ്റോക്ക് വാങ്ങിക്കുക അല്ലെങ്കിൽ വിൽക്കുക എന്ന് പറയുന്നത് ഒരു ഡിസിഷൻ മേക്കിംഗ് സ്കില്ലാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പാട്ട് പഠിക്കുന്നതും ഡാൻസ് പഠിക്കുന്നതും നീന്തൽ പഠിക്കുന്നതൊക്കെ ആയ കുറെ സ്കില്ലുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതേപോലത്തെ ഒരു സ്കില്ലാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡിംഗ് സ്കിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് സ്കിൽ. ആ സ്കില്ല് ശരിക്കും ഫോക്കസ് ചെയ്യുന്നത് എവിടേക്കാ? ഡിസിഷൻ മേക്കിംഗ് സ്കില്ലാണ്. ഷെയർ വാങ്ങിക്കുക എന്ന് പറയുന്ന ഒരു ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്ന സ്കില്ലാണ്. തീരുമാനം എടുക്കുക എന്ന് പറയുന്ന ഒരു സ്കില്ലാണ്. ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. തീരുമാനം, ആ സ്റ്റോക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ നോക്കി നിന്ന് കാണാം. മുകളിലേക്ക് പോകണമെങ്കിൽ പ്രോഫിറ്റ്, താഴേക്ക് പോകണമെങ്കിൽ ലോസ്, പിന്നെ ഒന്നും ചെയ്യാനില്ല. അപ്പൊ തീരുമാനം എടുക്കുക എന്ന് പറയുന്ന ആ സ്കില്ലിലേക്കാണ് നമ്മൾ വരുന്നത്. ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ കൂടിയിട്ടുണ്ട്. ഇവിടെ കുറെ ആൾക്കാർ കൂടിയിട്ടുണ്ട്, നമ്മളെല്ലാവരും ഇവിടെ കൂടിയിട്ടുണ്ട്. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കണം എന്ന് ആഗ്രഹിച്ച് കൂടിയിരിക്കുന്ന നമുക്ക് നമ്മളിന്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ഒരു സാധനമുണ്ട്, ബ്രെയിൻ, അല്ലെ? തലച്ചോറ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതുമായിട്ടുള്ള നമ്മൾ പോകുന്നേ. അത് ഡെത്ത് വന്നാൽ, ബ്രെയിൻ ഡെത്ത് വന്നാൽ കഴിഞ്ഞല്ലോ. അപ്പൊ അത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ജീവിതത്തിലും വർക്ക് ചെയ്യുന്നുണ്ട്. ഈ നിമിഷവും അത് വർക്ക് ചെയ്യുന്നുണ്ട്. ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഈ നിമിഷവും വർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മളോട് പറഞ്ഞു തന്നതാണ്. എവിടെ ഇരിക്കുന്നു എന്ന് പറയില്ലേ? നമുക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന്റെ സോഴ്സിൽ നിന്ന് നമുക്ക് പോരാം. സോഴ്സ് എവിടെയാണ്, അതിന്റെ തുടക്കം എന്ന് പറയാം. ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതിന്റെ തുടക്കം എവിടെയാണ് ഇരിക്കുന്നത് എന്ന് പറയാം. നമ്മുടെ ബ്രെയിൻ പറഞ്ഞു തന്നതാണ്. ജി സ്റ്റോക്കിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പോയി ജോയിൻ ചെയ്തു. കുറെ ആളുകൾ ഇവിടെ ഇല്ല, 75 പേര് ഇവിടെ ഉണ്ട്. 1 ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതിന്റെ അകത്ത് ഇല്ലല്ലോ. അവർക്കൊക്കെ സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കണം. അവരെവിടെ പോയി? അവര് സെർച്ച് ചെയ്യുന്നുണ്ടാകും. നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ്, നമ്മുടെ തലച്ചോറ്, ബ്രെയിൻ പറഞ്ഞു തരുന്ന ഒരു സോഴ്സിലേക്കാണ് നമ്മൾ വന്നത്. ഇവിടെ ആ സോഴ്സ് ഇവിടെയും ഗൂഗിളിലും യൂട്യൂബിലും എനിവേർ നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആകണം, എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആകണമെന്ന് നമ്മളെ പറഞ്ഞു വിട്ടതാരാ? നമ്മളെ ബ്രെയിനാണ്. നമ്മളുടെ ബ്രെയിന് നമ്മളെ പറഞ്ഞു വിട്ടിരിക്കുന്ന ആ ഒരു മീഡിയത്തില് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. അതാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ 90% ആളുകളും ഫെയിലിയർ ആവുന്നത്. പ്രോബ്ലം കിടക്കുന്നത് ബ്രെയിനിലാണ്. കേൾക്കുന്നുണ്ടോ? പ്രോബ്ലം കിടക്കുന്നത് ബ്രെയിനിലാണ് എന്ന് പറയാൻ കാരണം, നമ്മൾ ജനിച്ചു വളർന്ന പ്രോബ്ലം, റിയൽ പ്രോബ്ലം നമ്മളൊന്ന് പുറത്തേക്ക് നോക്കിയേ. സ്റ്റോക്ക് മാർക്കറ്റിലെ ആളുകൾ ഫെയിലിയർ ആണ്. സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി പറയുന്നത് 90% ആൾക്കാർ ഇവിടെ ഫെയിലിയർ ആണെന്നാണ്. നമ്മളൊരു ഷെയർ വാങ്ങിക്കാനുള്ള ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് പോയി നോക്കിയാൽ, നാളെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ യൂസർ ഐഡിയും പാസ്വേഡും തന്നാൽ ആദ്യം ഒരു ഡിസ്ക്ലെയിമർ ആയിട്ടുള്ള ഒരു സ്ക്രീൻ വരും. ആ സ്ക്രീനിൽ പറയുന്നത് 10-9 ആൾക്കാരും ഫെയിലിയർ ആണ് കേട്ടോ, അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്തോ. എന്നിട്ട് എനിക്കിത് മനസ്സിലായി എന്ന് പറഞ്ഞാൽ, ഐ അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇതിന്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഓരോ ദിവസവും നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ ഈ സാധനം കാണാൻ അതിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. കാരണം 90 ഫെയിലിയർ ആണ് ഇവിടെ. 10 പേരിൽ 9 ഫെയിലിയർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. എന്താണ് ആ ഫെയിലിയറിന്റെ റീസൺ? നമുക്കിതിൽ മാസ്റ്റർ ആകണം. ഈ ഒരു ഫീൽഡിൽ മാസ്റ്റർ ആകാൻ ആഗ്രഹിക്കുന്ന നമ്മളോട് ചോദിക്കേണ്ട ആദ്യത്തെ ചോദ്യം ഇതാണ്. സെബി പറയുന്നുണ്ടല്ലോ 90% ആൾക്കാരും ഫെയിലിയർ ആണ്. സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, ആധികാരികമായ സ്റ്റോക്ക് മാർക്കറ്റിനെ നിയന്ത്രിക്കുന്ന ഓട്ടോണമസ് ബോർഡ്, സ്വയം ഭരണാധികാരമുള്ള സെബി പറയുന്നു 90 ഫെയിലിയർ ആണെന്ന്. അപ്പൊ യൂട്യൂബിൽ കുറെ പേര് 1 കോടി കിട്ടി, 10 ലക്ഷം കിട്ടി, ഇന്ന് 60,000 കിട്ടി എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് അവിടെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അട്രാക്റ്റഡ് ആയിട്ട് അതിന്റെ പിന്നാലെ പോകുന്നുണ്ട്. എന്നാൽ എനിക്കും പഠിക്കണം. പല സോഴ്സുകളും നമ്മൾ നോക്കുകയാണ്. അവരുടെ ചാനലിന്റെ പിന്നാലെ പോകുന്നുണ്ട്. ചിലവർ സീരിയസ് ആയിട്ട് അക്കാഡമികളിലേക്ക് വരുന്നുണ്ട്. അതിന്റെ ഒരു പാർട്ട് അക്കാഡമിയിലേക്ക് പോകണമോ എന്ന് അവരെ വിലയിരുത്തുന്ന ഒരു മീറ്റിംഗിലാണ് ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത്. ജി സ്റ്റോക്കിനെ വിലയിരുത്തിയിട്ട് വേണം ഇതിന്റെ ഉള്ളിലേക്ക് കയറാൻ. അതിനുവേണ്ടി ജി സ്റ്റോക്കിനെ വിലയിരുത്താൻ പോവാണ് എന്താണെന്നുള്ളത്. വേറെ അക്കാഡമികളിലേക്കും ചിലപ്പോൾ ഇന്നലെ പോയിട്ടുണ്ടാകാം, നാളെയും പോകും. അപ്പോ അതിനെ വിലയിരുത്തുമ്പോൾ 90% ആളുകളും ഫെയിലിയർ ആണ് സ്റ്റോക്ക് മാർക്കറ്റിൽ. എന്തുകൊണ്ട് എന്ന് നോക്കൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഫെയിലിയർ ആകുന്നത് എന്നതാണ് നമ്മളോട് ചോദിക്കേണ്ട ചോദ്യം. അപ്പൊ ഇവിടെ കുറെ പേര് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ അവരെ പ്രോഫിറ്റുകളും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. പക്ഷെ സെബി പറയുന്നു ഇയർ എൻഡ് ആകുമ്പോൾ ഈ പറഞ്ഞ ആൾക്കാരൊന്നും ഇല്ല കേട്ടോ, ഒക്കെ ഫെയിലിയർ എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു ഇയർ എൻഡിൽ നമ്മുടെ പെർഫോമൻസ് റിപ്പോർട്ട് നോക്കുമ്പോൾ
10% ആളുകൾ മാത്രമേ സക്സസ് ഉള്ളൂ. സക്സസ് ആകുന്ന ആൾക്കാർ 10ഉം ഫെയിലിയർ ആകുന്ന ആൾക്കാർ 90ഉമാണ്. എന്തുകൊണ്ടാണ് ഇവർ 90 പേര് ഫെയിലിയർ ആകുന്നത്? നേരത്തെ പറഞ്ഞ കമ്പനികളുടെ ആ തിരിച്ചറിവ്, നല്ല കമ്പനികളെ സെലക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണോ, പേഷ്യൻസ് ഇല്ലാത്തത് കൊണ്ടാണോ, ഓവർ ട്രേഡ് ചെയ്യുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ നോളേജുകളുടെ കുറവുള്ളത് കൊണ്ടാണോ? നോളേജുകളുടെ കുറവുള്ളത് കൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ ആളുകൾ ഫെയിലിയർ ആകുന്നത് എന്ന് വിചാരിക്കുന്നുണ്ടോ? നോളേജുകൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പൊ യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ സ്റ്റോക്ക് എടുക്കണം, എങ്ങനെയൊക്കെ സ്റ്റോക്ക് വാങ്ങിക്കണം, എപ്പൊക്കെ വാങ്ങിക്കണം, നോളേജുകളുടെ ഒരു ഭണ്ഡാരമാണ്. നമുക്ക് ഓവർലോഡ് ഓഫ് ഇൻഫർമേഷൻ ആണ് ഇപ്പോഴത്തെ തലമുറയുടെ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത്. അത്രയധികം ഇൻഫർമേഷൻ ആണ് നമുക്ക്, ഓവർലോഡ് ഓഫ് ഇൻഫർമേഷൻ ആണ്. നോളേജിന് ഒരു കുറവുമില്ല. നമുക്ക് ഇവിടെ നിന്ന് വന്നത് ഒരു പ്രോബ്ലം എന്താന്ന് വെച്ചാൽ, നമ്മൾ ജനിച്ചു വളർന്ന് കഴിയുമ്പോൾ പ്രോബ്ലം കിടക്കുന്ന ഏരിയ സ്റ്റോക്ക് മാർക്കറ്റിലെ നോളേജിന്റെ കുറവ് കൊണ്ടല്ല ആരും സക്സസ് ആകാത്തത്. എല്ലാത്തിനും നമുക്ക് നോളേജ് അവൈലബിൾ ആണ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പഠിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മളുടെ ബ്രെയിൻ പറഞ്ഞു തരുന്നത് പോയി അതിന്റെ നോളേജ് എടുക്കാനാണ്, അല്ലെ? നമ്മൾ പാട്ട് പഠിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ പാട്ട് നന്നായിട്ട് പഠിപ്പിക്കുന്ന മാഷാരാ, ഡ്രൈവിംഗ് നന്നായി പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാ? അങ്ങനെ ഓരോന്നിന്റെയും നല്ലത് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്? കാരണം നോളേജിലാണ് സക്സസ് ഇരിക്കുന്നത്. നോളേജ് ഈക്വൽ ടു സക്സസ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മളുടെ ബ്രെയിനിൽ കയറിയിട്ടുള്ള ഒരു തോട്ടാണ്, അല്ലെ? ആരെങ്കിലും, കാരണം നമ്മുടെ ഉപബോധം, നമുക്കൊരു മനസ്സ്, 2 മനസ്സുണ്ട്, ബോധ മനസ്സും ഉപബോധ മനസ്സും. നമ്മുടെ ഉള്ളിൽ കയറിയിരിക്കുന്ന ഒരു ഉൾമനസ്സിന്റെ ഉള്ളിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നോളേജ് എടുത്താൽ സക്സസ് ആകും. അതുകൊണ്ട് എന്ത് പഠിക്കണം എന്നുണ്ടെങ്കിലും റൈറ്റ് നോളേജ് പോയി എടുക്കുക എന്നുള്ളതാണ്. ഡാൻസും പാട്ടും പഠിച്ചപ്പോ ഒക്കെ അതിന്റെ ടോപ്പ് നോളേജ് ഉള്ള സ്ഥലത്ത് നമ്മൾ പോയി പഠിച്ചതും അതുകൊണ്ടാണ്. അങ്ങനെയുള്ള ഒരു മൈൻഡില് സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കണം എനിക്ക്, കാരണം വിദേശത്ത് നിൽക്കുക എന്ന് പറയുന്നത് അത്ര സെർട്ടിനിറ്റി ഉള്ള കാര്യമല്ല, അൺസെർട്ടിനിറ്റി ഉണ്ട്. ഇപ്പൊ കുവൈറ്റിലൊക്കെ നാഷണലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുന്നു. നമ്മുടെ ഉള്ളിൽ തീയാണ്, എന്ത് ചെയ്യും നമ്മൾ? ഇനി നമ്മൾ പോയിട്ട് നാട്ടിൽ പോയിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല. നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകണം. അതിന് ഫിനാൻഷ്യൽ ഒരു സ്കില്ല് നമ്മൾ പഠിച്ചെടുക്കണം. അതിന്റെ പാർട്ടായിട്ട് നമുക്ക് തീരുമാനങ്ങൾ എടുത്ത് സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കാമെന്ന് പറയുമ്പോൾ നമ്മുടെ പുറത്ത് ചുറ്റും നമുക്ക് ആരും സക്സസ് ആയിട്ട് കാണുന്നില്ല. അതെന്തുകൊണ്ട് സക്സസ് ആകാത്തതിന്റെ മേജർ റീസൺ നമ്മൾ ഈ പറഞ്ഞു വെച്ച റീസണുകളൊന്നുമല്ല. നമ്മൾ പറഞ്ഞു വെച്ചതിന്റെ ബേസിക് ക്യാൻസർ കിടക്കുന്നത് നമ്മളുടെ ബ്രെയിനിൽ ഒരു സാധനം നമ്മുടെ തലയിൽ കുടുങ്ങിയിട്ടുണ്ട്. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടത്തെ ഫെയിലിയറിന് കാരണം. ജീവിതത്തിൽ നോളേജ് എടുത്ത് സക്സസ് ആകൂ എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെന്റ് തലയിലുള്ളിടത്തോളം കാലം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആകില്ല. കുറെ നോളേജുകൾ നമുക്ക് തലയിലേക്ക് വലിച്ചു വാരി കയറ്റാം. നല്ല കമ്പനികളെ സെലക്ട് ചെയ്തെടുത്തിട്ട് ആ കമ്പനികളെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് എടുക്കുന്ന വിദ്യകളൊക്കെ നമ്മൾ പയറ്റുന്നുണ്ട് ആളുകൾ ഒരുപാട് ഇവിടെ. പക്ഷെ ആർക്കും ഇവിടെ, എന്റെ മകളെ കല്യാണം കഴിപ്പിച്ച് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിലെ റവന്യൂ കൊണ്ടാണ് കേട്ടോ, ഈ വീട് വെച്ചത് സ്റ്റോക്ക് മാർക്കറ്റിന്റെ റവന്യൂ കൊണ്ടാണെന്ന് പറയാൻ ആളില്ല ഇവിടെ. കാരണം നോളേജ് ഈക്വൽ ടു സക്സസ് എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മുടെ തലയിൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആക്കാൻ നമ്മളെ സാധിക്കാത്തതിന്റെ മേജർ റീസൺ. നോളേജ് ഈക്വൽ ടു സക്സസ് എന്ന് പറയുന്ന സാധനം. അതുകൊണ്ട് നമ്മൾ നോളേജ് എടുക്കാൻ പോവാണ്. നോളേജ് കൊണ്ട് ഒരാൾക്ക് പോലും സ്റ്റോക്ക് മാർക്കറ്റിനെ കീഴടക്കാൻ പറ്റില്ല. കാരണം നമ്മൾ സിഗരറ്റ് വലിച്ചിട്ട് ഒരു പുക വിടുന്നത് കണ്ടിട്ടില്ലേ? ആ പുകേനെ തിരിച്ചെടുക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നോളേജ് കൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിലും സക്സസ് ആക്കാം. കാരണം കൺട്രോളിൽ ഇല്ലാത്ത സാധനമാണ് സ്റ്റോക്ക് മാർക്കറ്റ് നോളേജ് എന്ന് പറയുന്നത്. നാളെ മാർക്കറ്റിലേക്ക് ഒരുപാട് ആളുകൾ വരുന്നുണ്ടാകും. നാളെ മാർക്കറ്റിലേക്ക് ഒരുപാട് ആളുകൾ വരുന്ന, നാളെ മൺഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്താൽ ലക്ഷക്കണക്കിന് ആളുകൾ പല സ്ഥലങ്ങളിൽ ഇരുന്നിട്ട് റിലയൻസ് വാങ്ങുകയും വിൽക്കുകയും ബജാജ് വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവിടെ ഞാൻ നല്ലൊരു നോളേജ് പഠിപ്പിച്ചിട്ട് പറയുകയാണ് റിലയൻസ് നാളെ കയറും കേട്ടോ എന്ന് പറയുന്ന ഒരു നോളേജ്, ഒരു സ്ട്രാറ്റജി, ഒരു റൂള് പഠിപ്പിച്ചിട്ട് പറയാണ് ഈ റൂൾ അനുസരിച്ച് റിലയൻസ് കയറുമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ ക്രിക്കറ്റ് കളി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ടോസ് ഇടില്ലേ? ഇന്ത്യയും പാകിസ്ഥാനും കളിക്കുമ്പോൾ ക്യാപ്റ്റന്മാർ തമ്മിൽ ടോസ് ഇടും. ഇപ്പൊ ഇന്ത്യൻ ക്യാപ്റ്റൻ ധോണി ആണെങ്കിൽ ധോണി കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഞാൻ പറയാണ് ധോണിക്ക് ഹെഡ് വീഴാൻ ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു നോളേജ് ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര ശതമാനം എന്നെ വിശ്വസിക്കും? നിങ്ങൾ വിശ്വസിക്കുമോ എന്നെ? പോയി പണി നോക്കാൻ പറയില്ലേ? കാരണം അവിടെ ഹെഡ് വീഴോ ടൈല് വീഴോ എന്നുള്ളത് അൺസർട്ടൈൻ ആണ്. അൺസർട്ടൈൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? അത് ഫ്യൂച്ചറിലാണ് നിൽക്കുന്നത്. നെക്സ്റ്റ് ആ ഗ്രൗണ്ടിലുള്ള എല്ലാ ആളുകളും അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ഹെഡ് വീഴോ
നൊട്ടയിൽ വീഴുമോ എന്നുള്ളത്. അൺസർട്ടൈൻ ആണ്. നെക്സ്റ്റ് മൊമെന്റിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ദേ ഡോണ്ട് നോ, ആർക്കും അറിയില്ല. അതുകൊണ്ട് ഹെഡ് ആണോ ടൈലാണോ ആ കോയിന്റെ പുറകെ നമ്മൾ ക്യാമറയും കൊണ്ട് ഓടുകയാണ്. ഹെഡ്സ് ഈസ് ദ കോൾ എന്ന് പറയില്ലേ, അതേപോലെ അൺസർട്ടൈൻ ആണ്. റിലയൻസ് നാളെ കയറുമോ ഇറങ്ങുമോ, ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. കാരണം ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ, കുറെ പേര് വാങ്ങിക്കുന്നുണ്ട്, കുറെ പേര് വെക്കുന്നുണ്ട്. ഇതിന്റെ നെറ്റ് റിസൾട്ട് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നോക്കുമ്പോൾ മാത്രം മനസ്സിലാകുന്ന സാധനമാണ്. ഞാൻ എന്റെ മണ്ഡലത്തിലുള്ള MLA-ക്ക് വോട്ട് ചെയ്തു, അയാൾ വോട്ട് ചെയ്തു, ഇയാൾ വോട്ട് ചെയ്തു, എനിക്കറിയില്ല ഇയാൾ ജയിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. എല്ലാം കൂടിയിട്ട് നോക്കണം ഇത് ആർക്കാണ്, ഇയാൾക്കാണോ കൂടുതൽ എന്നുള്ളത്. ബിക്കോസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഫ്യൂച്ചറിനെ ബേസ് ചെയ്ത് നിൽക്കുന്ന സ്ഥലത്ത് ഞാൻ പറയുകയാണ്, ആ MLA-ക്ക് ഇന്ന രീതിയിൽ ആൾക്കാരൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ട്, അയാളെ ജയിക്കൂ എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. കാരണം അതവിടെ ഒരു ഗാംബ്ലിംഗ് തോട്ടാണ് ഞാൻ പറഞ്ഞത്. എന്തൊക്കെ നോളേജും എന്തൊക്കെ പഠനം കൊണ്ട് ഞാൻ അയാളെ ഹെഡ് വീഴാൻ ഞാൻ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ, ആ നോളേജ്, ഞാൻ പഠിപ്പിച്ച നോളേജ് മാർക്കറ്റിൽ വർക്കാകണമെങ്കിൽ ഭൂരിഭാഗം ആളുകളും ഞാൻ പഠിപ്പിച്ച നോളേജിലൂടെ അറിഞ്ഞോ അറിയാതെയോ അവരത് ചെയ്തിട്ടുണ്ടാകണം. എന്നാൽ മാത്രമല്ലേ എന്റെ നോളേജ് മാർക്കറ്റിൽ വർക്ക് ആകുള്ളൂ. യെസ് ഓർ നോ? ആൻസർ ഒന്ന് പറയൂ. എന്റെ നോളേജ് മാർക്കറ്റിൽ, ഞാൻ പഠിപ്പിക്കുന്ന നോളേജ് മാർക്കറ്റിൽ വർക്ക് ആകണമെന്നുണ്ടെങ്കിൽ, റിലയൻസ് കയറണം എന്ന് പറയുന്നുണ്ടെങ്കിൽ, മാർക്കറ്റിലുള്ള ഭൂരിഭാഗം ആളുകളും ആ നോളേജിനോട് അതേ രീതിയിൽ മാർക്കറ്റിൽ അവർ ആക്ട് ചെയ്യണ്ടേ, എന്നാലല്ലേ അത് സക്സസ് ആവുള്ളൂ. എന്റെ നോളേജ് അല്ലേ, കൂടെ ജീവിക്കുന്ന നമ്മളുടെ പാർട്ട്ണർ, ഹസ്ബൻഡ് ആണെങ്കിലും വൈഫ് ആണെങ്കിലും, നെക്സ്റ്റ് മൊമെന്റിൽ എങ്ങനെ പെരുമാറുമെന്ന് 25 കൊല്ലമായിട്ട് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് നമുക്ക് മനസ്സിലാകാത്ത നമ്മളാണ്, ഒരാളെ പ്രോപ്പറായിട്ട് മനസ്സിലാകാത്ത നമ്മളാണ് ഒരു മാസ് ഓഫ് ആളുകളുടെ ഒരു എന്താ പറയാ, വലിയ ജനങ്ങളുടെ ഒരു കൂട്ടമല്ലേ. മാസ് ഹ്യൂമൻ ബിഹേവിയറിനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണോ? അത് നമ്മൾ പറയുന്ന പോലെ നിൽക്കുമോ? നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്ത മക്കളുള്ള നാട്ടില് നമ്മൾ പറഞ്ഞാൽ ആളുകൾ കേൾക്കും, അതുപോലെയേ മാർക്കറ്റ് പോകൂ എന്ന് പറഞ്ഞാൽ നടക്കുമോ? എന്റെ നോളേജ് മാർക്കറ്റിൽ വർക്കാകുമെന്ന് പറയുന്നത് ശുദ്ധ അബദ്ധമല്ലേ? ഓർണോ അല്ലെ? നോളേജ് മാർക്കറ്റിൽ വർക്കാകില്ല. കാരണം അപ്പൊ നോളേജ് എടുപ്പാണ്. 90% മാർക്കറ്റിൽ സക്സസ് ആകണമെന്ന് ആഗ്രഹിച്ചിട്ട് ഫെയിലിയർ ആകുമ്പോ ആ ബ്രെയിൻ നമ്മളെ പറഞ്ഞു വിടുന്നത് എന്തിലേക്കാ? നമ്മളുടെ ബ്രെയിൻ റീപ്രോഗ്രാംഡ് ആണ്. ഇതാണ് പ്രോബ്ലം. നമ്മളുടെ ഉള്ളിലുള്ള നമ്മളുടെ ബ്രെയിൻ റീപ്രോഗ്രാംഡ് ആണ്. പ്രോഗ്രാം ചെയ്തു വെച്ച സാധനമായിട്ടാണ് നമ്മൾ നടക്കുന്നത്. ഇന്നലെ ഞാൻ ഒരാളെ ഹോട്ടലിൽ ഇരുന്നു, കുറച്ചു നേരം അയാളുമായിട്ട് സംസാരിച്ചു. അയാൾ എൻ്റെ ഫ്രണ്ടായി, ഞങ്ങൾ കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്തു. അടുത്ത ആഴ്ച ഞാൻ അയാൾ അകലന്നേ കാണുന്ന സമയത്ത് എന്റെ ബ്രെയിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിനുള്ളിൽ എന്റെ ബ്രെയിൻ തിരിച്ചറിയും. കഴിഞ്ഞ ആഴ്ച ഞാൻ അവിടെ കണ്ടു, ഞങ്ങൾ കുറെ കാര്യം സംസാരിച്ചു, ഞങ്ങൾ ഒരുമിച്ച് ചായ കുടിച്ചു, ചായയുടെ പൈസ അയാൾ കൊടുത്തു. യെസ്, മിനിറ്റുകൾക്കകം ഞാൻ അയാളുടെ പേര് പറയുന്നത് എന്റെ ബ്രെയിനിൽ ഇത് പ്രോഗ്രാമർ ആയതുകൊണ്ടാണ്. യെസ്, ഹലോ എന്ന് പറയുന്നത് എന്റെ ബ്രെയിനിൽ അത് കയറിയത് കൊണ്ടാണ്. അതേ കയറ്റമാണ് നമ്മളുടെ ബ്രെയിനില്, നമ്മളുടെ ഉപബോധ മനസ്സിൽ നമ്മളൊരു 10 വയസ്സാകുന്നത് വരെ നമ്മളുടെ പ്രോഗ്രാം കഴിഞ്ഞു എന്നാണ് പറയുക. ആ സമയത്തിനുള്ളിൽ നമ്മൾ സ്നേഹത്തിനെ കുറിച്ചുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡും എല്ലാ കാര്യങ്ങളെ കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡും നമുക്ക് ക്ലിയർ ആയിട്ട് നമ്മുടെ പ്രോഗ്രാമിംഗ് 10 വയസ്സോടുകൂടി കഴിയും. ഉപബോധ മനസ്സിൽ പ്രോഗ്രാമിംഗ് കഴിയും. 11 വയസ്സ് മുതൽ നമ്മൾ പിന്നെ 10 വയസ്സ് വരെ നമ്മൾക്ക് കിട്ടിയത് എന്താണോ അതും കൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. 11 വയസ്സ് തൊട്ട് പിന്നെ മരണം വരെ എന്നെ അമ്മ അത് പഠിപ്പിച്ചു ഇത് പഠിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്, ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്നത് 10 വയസ്സ് വരെ നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. ആ 10 വയസ്സിന്റെ ഉള്ളിൽ നമ്മൾ പണത്തിനെ കുറിച്ചും റിലേഷൻഷിപ്പുകളെ കുറിച്ചും പല പല കാര്യങ്ങളെ കുറിച്ചും ഒരു ആറ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്യും. ആ ബിൽഡ് ചെയ്ത ആറ്റിറ്റ്യൂഡില് ആ 10 വയസ്സ് വരെ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു സാധനമാണ് നോളേജ് എടുത്താൽ സക്സസ് ആകാം. അതുകൊണ്ടാണ് പല സ്കില്ലിനും നമ്മൾ നോളേജ് എടുക്കാൻ ഓടുന്നത്. അതേ ബ്രെയിൻ അടുത്ത സ്കില്ലായ സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അപ്പൊ പോയി നോളേജ് എടുക്കാൻ നമ്മൾ ഓട്ടോമാറ്റിക്കലി വിടും. അത് സ്റ്റോക്കിൽ മീറ്റിംഗിലേക്ക് നിങ്ങൾ കടന്നു വരാം, സീരിയസ് ആണെങ്കിൽ, അല്ലെങ്കിൽ അത് പണത്തിന്റെ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചോളാമെങ്കിൽ യൂട്യൂബിൽ നമ്മൾ കയറും, അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്യും. എല്ലായിടത്തും നിങ്ങൾ നോക്കുന്നത് നോളേജ് ആണ്. ബിക്കോസ് നമ്മൾ റീപ്രോഗ്രാംഡ് ആണ്. ബ്രെയിൻ പറഞ്ഞത് നോളേജ് എടുക്കാനാണ്. അൺഫോർച്ചുനേറ്റ്ലി, നിർഭാഗ്യവശാൽ ഈ ഫീൽഡിൽ നോളേജ് എടുത്തവരൊക്കെ തോറ്റുപോകും. കാരണം ഇത് നിലനിൽക്കുന്നത് തന്നെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്തും നോളേജ് വർക്കാവില്ല എന്നുള്ളതാണ്. അല്ലെ, മഴ പെയ്യണം എന്ന് പറയുന്ന എക്സാമ്പിൾ ഞാനൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് റിപ്പീറ്റ് ചെയ്യുന്നു. മഴ പെയ്യും എന്നൊരാൾ പറഞ്ഞാൽ
ആ സമയത്ത് അവിടെ മഴ പെയ്യുന്നുണ്ട്, സ്വാഭാവികമായിട്ടും മഴ പെയ്യുന്നുണ്ട്. നോക്കുമ്പോൾ കറക്റ്റ് സമയം വരെ ഇപ്പൊ അവർ പറയുന്നുണ്ട് ആ സമയത്തേക്ക് എവിടെയും ഇല്ലാത്ത മഴ അവിടെ ഓടിയെത്തുന്നുണ്ട്. 90 ഹയർ പ്രോബബിലിറ്റിയോടുകൂടി മഴ എത്തുന്നുണ്ട്. നമുക്ക് മഴ എത്തും എന്ന് ഉറപ്പ് പറഞ്ഞ് നമുക്ക് നമ്മുടെ വീട് വേറൊരു ഫ്രണ്ടിനോട് ബെറ്റടിക്കുന്നുണ്ടോ നമ്മൾ? അത് വേണ്ട. കാരണം മഴ പെയ്തില്ലെങ്കിലോ എന്നൊരു തോട്ട് നമുക്ക് അവിടെയുണ്ട്. അപ്പോൾ അവിടെ ഉയർന്ന സാധ്യതയിൽ മഴ പെയ്യും, മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യത ഉണ്ടെന്നാണ് പറയാ. ബിക്കോസ് ഇറ്റ് ഈസ് ഫ്യൂച്ചർ. അതുപോലെ ഞാൻ പഠിപ്പിച്ചിരുന്ന ഒരു നോളേജ് വെച്ചിട്ട് 99% റിലയൻസും ഡാബറും ബജാജും ഒക്കെ കയറിപ്പോയി. അതേ നോളേജ് തന്നെ ദാ ഇപ്പൊ മണപ്പുറം എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ വന്ന് നിൽക്കുന്നുണ്ട്. വാങ്ങിക്കോളൂ എന്ന് ഞാൻ പറഞ്ഞാൽ നാളെ ചിലപ്പോ ആദ്യമായിട്ടായിരിക്കും അത് വർക്ക് ആകാതിരിക്കുന്നത്. അപ്പോ എന്റെ നോളേജിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ തീരുമാനമെടുത്താൽ അവിടെ ആ തീരുമാനത്തിൽ ഒരു ചൂതാട്ടമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. നോളേജ് എടുത്തവനും ചൂതാട്ടക്കാരൻ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റില്. നോളേജ് എടുക്കുന്നത് ചൂതാട്ടമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ. കാരണം അത് നടക്കുമോ നടക്കില്ലയോ എന്ന് പറയുന്ന ഒരു എലമെന്റ് അപ്പോഴും അവിടെയുണ്ട്. ഇതാണ് നമുക്ക് മനസ്സിലാകാത്തത്. നോളേജ് എടുക്കുന്നത് ഗാംബ്ലർ തന്നെയാണ്, നോളേജ് എടുക്കുന്നതും ഗാംബ്ലിംഗ് തന്നെയാണ്, നോളേജിൽ ട്രസ്റ്റ് ചെയ്യുന്നതും ഗാംബ്ലിംഗ് തന്നെയാണ് എന്ന ഒരു തിരിച്ചറിവ്, അതിനെയാണ് നമുക്ക് എൻലൈറ്റ്മെന്റ്, വെളിപാട് എന്ന് പറയാം. അപ്പോ ഈ ഒരു സാധനം നമുക്ക് തിരിച്ചറിയാൻ നമ്മളുടെ ബ്രെയിൻ നമ്മളോട് സമ്മതിക്കില്ല. കാരണം ബ്രെയിൻ എന്താണോ കിട്ടിയത് അതേ പാടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ തിരിച്ചറിവ് ആർക്ക് വരുന്നോ അവര് മാത്രമാണ് മറിച്ചൊന്ന് ചിന്തിക്കുക. അവൻ ചിന്തിക്കും ഇത് ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലമാണല്ലോ, ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലത്ത് നമുക്ക് ഉയർന്ന സാധ്യത മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഉയർന്ന സാധ്യത ഇപ്പോൾ 90%, 99% വർക്കായാലും ഇപ്പൊ മഴ പെയ്യുന്നു പറഞ്ഞാലും അടുത്ത അതേ രീതിയിൽ തന്നെ അതേ സിറ്റുവേഷനിൽ തന്നെ 10 തവണ ഞാൻ ചായ വെച്ചിട്ട് 9 തവണ ചായ വെച്ചിട്ടും 10ാമത്തെ തവണ ചായ ഉണ്ടാക്കിയപ്പോൾ അതേ ഇൻഗ്രീഡിയൻസ് അതേ രീതിയിൽ ചേർത്തിട്ട് പോലും എനിക്ക് സെയിം ടേസ്റ്റ് കിട്ടിയില്ല. നാളെ ഒരു നന്നായിട്ട് പേരെടുത്ത ഒരു ഷെഫാണ്, നാളെ പ്രൈം മിനിസ്റ്റർ ആണ് ഗസ്റ്റ് എന്ന് പറയുമ്പോൾ നാളെ ബിരിയാണി വെക്കണം, അയാൾക്ക് അപ്പോഴും പേടിയാണ്, പാളിപ്പോകുമോ എന്ന് പറയുന്ന പേടി. അയാൾ എന്തിനു പേടിക്കണം? അയാൾ വെക്കുമ്പോ ഒക്കെ നല്ല വൃത്തിയായിട്ട് വെക്കാറുള്ളതാണ്. പിന്നെ എന്തിനാണ് അയാൾ പേടിക്കുന്നത്? നാളെ പാളിയാലോ. അൺസർട്ടിനിറ്റി ഉണ്ട്, അനിശ്ചിതാവസ്ഥയുണ്ട്. അപ്പൊ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നിടത്തൊക്കെ അനിശ്ചിതാവസ്ഥയുണ്ട്. ഈ പറയുന്ന ഹൈ സ്കിൽഡ് നോളേജ് ഒന്നും അവിടെ വർക്കാവില്ല. നാളത്തെ ദിവസം ചിലപ്പോൾ മോശമാകാം. അതുകൊണ്ട് നോളേജ് എടുക്കുന്നത് ആ നോളേജ്, എന്റെ നോളേജിൽ ഞാൻ പറയണേ ആ ഷെഫ് ബിരിയാണി വെച്ചാൽ റെഡിയാവും, നാളെ പ്രധാനമന്ത്രി പറയും സൂപ്പർ ബിരിയാണിയാണെന്ന്. കാരണം ഇയാളുടെ എക്സ്പീരിയൻസ് അതാണെന്ന് ഞാൻ എന്റെ 1 കോടിയുടെ വീട് വേറൊരാളോട് അയാളെ ട്രസ്റ്റ് ചെയ്ത് ബെറ്റടിച്ചാൽ ഞാൻ അയാൾക്ക് അത്ര അധികം ആ നോളേജിൽ തന്നെയാണ് നാളെ ആൾ ബിരിയാണി വെക്കാൻ പോകുന്നത്. വെറുതെ ഗാംബ്ലിംഗ് ഒന്നുമല്ല. ആ നോളേജിൽ തന്നെ വെച്ചാലും ചിലപ്പോൾ ടേസ്റ്റ് കിട്ടിക്കോളണം എന്നില്ല. അതുകൊണ്ട് നോളേജിനെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലത്ത് നോളേജിനെ ട്രസ്റ്റ് ചെയ്യുന്നത് ഗാംബ്ലിംഗ് ആണ് എന്ന തിരിച്ചറിവാണ് ഒരാളെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഞാൻ പോകുന്ന വഴിയിൽ മിസ്റ്റേക്ക് ഉണ്ട് എന്നറിയുമ്പോൾ അവൻ പകുതി വിജയിച്ചു. വടക്കോട്ട് പോകേണ്ടവൻ തെക്കോട്ട് ഓടുകയാണെന്ന് പറയില്ലേ. വടക്കോട്ടാണ് റിയൽ വഴി, പക്ഷെ തെക്കോട്ട് നമ്മൾ സ്പീഡിൽ ഓടുകയാണ്. ആ തെക്കോട്ട് ഓടുന്നവനെ അവൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വഴി തെറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ അവന്റെ സ്പീഡ് കുറയുന്നത് 50% സക്സസ് ആണ്. പിന്നെ സക്സസ് എവിടെയാണെന്നുള്ളത് അവൻ തിരിഞ്ഞോളും, വടക്കോട്ട് തിരിഞ്ഞോളും. അതുകൊണ്ട് നോളേജ് എടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ സ്റ്റോക്ക് മാർക്കറ്റിൽ, യൂട്യൂബിൽ പോയിട്ടും ഗൂഗിളിൽ പോയിട്ടും ഈവൻ അക്കാഡമികൾക്ക് പോലും ഈ ഒരു സിറ്റുവേഷനിലെ പെയിൻ പോയിന്റ് ആണ്, പെയിൻ പോയിന്റ്, വേദനയുള്ളൊരു പോയിന്റ് ആണ്. അക്കാഡമികൾക്ക് പോലും ഇതറിയില്ല എന്നുള്ള സത്യം. നോളേജ് ആണ് അവരും വിൽക്കുന്നത്. കാരണം അവർ പറയും ഞങ്ങൾ എടുക്കുന്ന സ്റ്റോക്ക് എടുക്കുന്ന രീതി, ഞങ്ങൾ എടുക്കുന്ന സ്റ്റോക്കിനെ തിരഞ്ഞെടുക്കുന്ന കണ്ടന്റ് അതെല്ലാം റിസർച്ച് കണ്ടന്റ് ആണ്, ഞങ്ങളുടെ ടീം റിസർച്ച് ചെയ്തതാണ്. ആ റിസർച്ച് ചെയ്ത് 25 റൂളുകൾ ഞങ്ങളുടെ ഉണ്ട്, ഞങ്ങൾ പഠിപ്പിച്ചു തരാമെന്നാണ് അക്കാഡമികൾ പറയുന്നത്. ഏതോ ഒരു സിനിമയില് ദിലീപ് സുരാജ് വെഞ്ഞാറമൂടിനെ കാണിച്ചുകൊണ്ട് പറയും ഇയാള് സ്വന്തമായിട്ട് റിസർവ് ബാങ്ക് ഒക്കെ ഉള്ള ആളാണ് എന്ന് പറയുമ്പോൾ സുരാജ് വെഞ്ഞാറമൂട് എഴുന്നേറ്റ് പറയാണ് 1 എണ്ണമല്ല 2 എണ്ണം ഉണ്ടെന്ന് റിസർവ് ബാങ്ക് എന്ന് പറയുന്നത് പോലെയാണ്. ഒരു അക്കാഡമി 25 സ്ട്രാറ്റജി ഉണ്ടെന്ന് പറയുമ്പോൾ സ്ക്രോൾ ചെയ്യുമ്പോൾ അടുത്ത അക്കാഡമി പറയാണ് 30 സ്ട്രാറ്റജി ഉണ്ട് എന്ന്. അതേ രീതിയിൽ, കാരണം ഈ സാധനത്തുമ്മലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് സ്റ്റോക്ക് മാർക്കറ്റ് നിലനിൽക്കുന്നത് നോളേജിലാണ് എന്നുള്ളതാണ് ലോകം വിശ്വസിക്കുന്നത്. 90% ആളുകളും വിശ്വസിക്കുന്നത് നോളേജിലൂടെ സ്റ്റോക്ക് മാർക്കറ്റിനെ എനിക്ക് കീഴടക്കണം എന്നുള്ളതാണ്. ഒരിക്കലും അത് കീഴടക്കാൻ പറ്റില്ല. പുകവിട്ടത് തിരിച്ചെടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ് നോളേജിൽ ട്രസ്റ്റ് ചെയ്യുന്നത്. നോളേജ് കൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ കീഴടക്കുന്നത്
ഗാംബ്ലർ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് പഠിച്ചിട്ടുള്ള ആളെ നമുക്ക് എഡ്യൂക്കേറ്റഡ് ഗാംബ്ലർ എന്ന് മാത്രമേ പറയാവൂ. ഇതാണ് ഇവിടുത്തെ പ്രോബ്ലം. ഈ ഏരിയയിൽ സക്സസ് ആകാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്താണ് പ്രോബ്ലം. പ്രോബ്ലം ഇതാണ്. നോളേജ് എടുത്ത് സ്റ്റോക്ക് മാർക്കറ്റിനെ സക്സസ് ആക്കാൻ നോക്കുന്നതാണ് പ്രോബ്ലം. ആ നോളേജ് എന്തൊക്കെയാകാം? എന്താ ഈ നോളേജ് എന്ന് പറയുന്നത്? നോളേജ്, സ്റ്റോക്ക് മാർക്കറ്റിന്റെ നോളേജ് എന്ന് പറയുന്നത് എന്താ? അവിടെ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലേ? സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് കുറെ കമ്പനികളിലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവിടുത്തെ നോളേജ് എന്ന് പറഞ്ഞാൽ നല്ല കമ്പനി ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. നല്ല കമ്പനി ഏതാണെന്ന് എടുക്കുന്ന ഒരു വലിയ പഠന രീതിയുണ്ട്. ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയും. കമ്പനി പ്രോഫിറ്റിലാണോ, മാനേജ്മെന്റ് നല്ലതാണോ, കോൺട്രാക്റ്റുകൾ നല്ലതാണോ, ഇൻവെസ്റ്റ്മെന്റ് നന്നായിട്ട് ചെയ്യുന്നുണ്ടോ, ബാധ്യതകൾ വളരെ കുറവല്ലേ, എക്സ്പെൻസ് കൂടുതലുണ്ടോ, ലാഭം കൂടുതലുണ്ടോ എന്നൊക്കെ പറയുന്ന ഫണ്ടമെന്റൽ അനാലിസിസ്, കമ്പനികളെ തെരഞ്ഞെടുക്കുന്ന രീതി. ചില ആൾക്കാർ പറയും തെരഞ്ഞെടുത്തിട്ടൊന്നും കാര്യമില്ല, നല്ല സമയത്ത് പോയി വാങ്ങിക്കണം. അപ്പോ തെരഞ്ഞെടുത്തതിന്റെ നല്ല സമയം ഏതാ വാങ്ങിക്കാൻ, നല്ല സമയം ഏതാ വിൽക്കാൻ എന്ന് പറയുന്ന വേറൊരു പഠനമുണ്ട്. അതിനെ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയും. കണ്ടിട്ടില്ലേ? ചുവപ്പും ഗ്രീനും ഒക്കെ ആയിട്ട് വരുന്ന കാൻഡിൽ സ്റ്റിക്കുകളുടെ ചാർട്ടുകളുടെ പഠനം, അതിനെ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയും. ഈ ഫണ്ടമെന്റൽ സ്റ്റോക്ക് ഏതാണ് നല്ലത് എന്ന് തിരഞ്ഞെടുക്കുന്ന ഫണ്ടമെന്റൽ അനാലിസിസും, എപ്പോഴാണ് വാങ്ങിക്കേണ്ടത് എപ്പോഴാണ് വിൽക്കേണ്ടത് എന്ന് പറയുന്ന ടെക്നിക്കൽ അനാലിസിസും, ഇത് രണ്ടും നോളേജ് ആണ്. ഇതിനെങ്ങനെ അരച്ച് കലക്കി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്നിട്ട് പഠിക്കും. ഇത് പഠിക്കുന്ന സമയത്ത് ആ സ്റ്റോക്ക് വർക്കാവും, ആ നോളേജ് വർക്കായി, കാരണം പ്രോഫിറ്റ് കിട്ടി. വീണ്ടും വർക്കാവും, പ്രോഫിറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം നോക്കുമ്പോൾ ഇത് വർക്കല്ല, അന്നുണ്ടാക്കിയതൊക്കെ കളയും. അപ്പോ രണ്ട് രീതിയിൽ ഉണ്ടാക്കും, രണ്ട് രീതിയിൽ അവർക്ക് പ്രോഫിറ്റ് വരും. ആ രണ്ട് രീതിയിൽ, ഒരു രീതി എന്ന് പറഞ്ഞാൽ ലോട്ടറി അടിച്ച പോലെ ഒരു പ്രോഫിറ്റ് അങ്ങ് വരും, വലിയൊരു പ്രോഫിറ്റ്. എന്നിട്ട് ലോട്ടറി അടിച്ച ഈ പ്രോഫിറ്റിനെ ഉറുമ്പുകൾ അരിമണി കൊണ്ടുപോകുന്നത് പോലെ ഈ ലോസ് വന്ന് അങ്ങ് എടുത്തുകൊണ്ട് പോകും. വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് ചെറിയ ചെറിയ ലോസ് വന്ന് കാർന്ന് തിന്ന് ഇതിനെ ഇല്ലാണ്ടാക്കും. രണ്ടാമത്തെ രീതി എങ്ങനെയാണെന്നറിയോ? വലിയ പ്രോഫിറ്റ് ഉണ്ടാവില്ല, ഉറുമ്പുകൾ അരിമണി കൂട്ടി വെക്കുന്നത് പോലെ പ്രോഫിറ്റ് ഉണ്ടാക്കും. കുഞ്ഞു പ്രോഫിറ്റ് ആക്കി വലിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കും. ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് വന്ന് ഇതങ്ങ് എടുത്തുകൊണ്ട് പോകും. തെര വന്ന് നമ്മൾ എഴുതിയത് മാച്ചുകൊണ്ട് പോകുന്നത് പോലെ അത് പോകും. ഈ രണ്ട് രീതിയിൽ സംഭവിക്കുന്ന ആൾക്കാർ ആരാന്ന് ചോദിച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റ് നോളേജ് എടുക്കുന്നതാണ്. അവന്റെ നോളേജ് വർക്കായാൽ അവന് പ്രോഫിറ്റ് ആണ്, നോളേജ് വർക്കായില്ലെങ്കിൽ അവന് ലോസ് ആണ്. ഈ നോളേജ് എടുക്കുന്ന ആൾക്കാര് പ്രോഫിറ്റ് ലോസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇവന് കുറെ പ്രോഫിറ്റ് വന്ന് ഒരു ലോസ് വരുമ്പോ കുറച്ച് ദിവസം കാണാൻ ഇവൻ പഠിച്ചതൊന്നും വർക്കാവുന്നില്ല. പഠിച്ചത് വർക്കാകാത്തപ്പോ യൂട്യൂബിൽ വേറൊരാൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. എനിക്ക് ലോസ് ഉള്ള സമയത്ത് അവന് ഹ്യൂജ് പ്രോഫിറ്റ്, എന്നാൽ അവന്റെ പിന്നാലെ പോവാം. കാരണം അവന്റെ നോളേജ് ആണെന്ന് മാർക്കറ്റിൽ വർക്കായത്. അവന്റെ പിന്നാലെ പോയപ്പോ അവന്റെ നോളേജ് കുറച്ച് നാള് സ്റ്റോക്ക് മാർക്കറ്റിൽ വർക്കായി. അവന്റെ നോളേജ് വർക്കാകാതിരിക്കുന്ന സിറ്റുവേഷനിൽ വരുമ്പോൾ വേറൊരുത്തം വരും, ആ നോളേജാണ് അവിടെ വർക്കായത്. ഇതിങ്ങനെ നോളേജ് എടുപ്പ് നടന്നുകൊണ്ടേയിരിക്കും. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ആയതുകൊണ്ട് നോളേജ് വർക്കാകുമ്പോൾ പൈസയും വർക്കാകാത്തപ്പോൾ ലോസും വരും. ഭൂരിഭാഗം ആളുകളും ഈ ഒരു ജേണിയിലാണ് നിൽക്കുന്നത്. അവരറിയുന്നില്ല നോളേജ് കൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ കീഴടക്കാൻ പറ്റില്ല. കാരണം ഇത് ഫ്യൂച്ചറാണ്. ഇവിടെ വർക്കാവും പൈസ കിട്ടും, വർക്കാവാത്തപ്പോൾ ലോസും വരും. ഇതല്ല അതിന്റെ രീതി. 10% ആളുകൾ മനസ്സിലാക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഞാൻ പറയുന്ന നോളേജ് വർക്കാകുകയാണെങ്കിൽ ഹ്യൂജ് പ്രോഫിറ്റ് എനിക്ക് കിട്ടട്ടെ, വർക്കായില്ലെങ്കിൽ എന്റെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റഡ് ആകണം എന്ന് പറയുന്ന രീതിയിലേക്ക് അവർ തിരിയുന്നു. സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു പ്രോബ്ലമാണ്. 90% ആൾക്കാരും ഈ പ്രോബ്ലത്തിന്റെ ഉള്ളിലാണ് നിലനിൽക്കുന്നത്. 10% ആൾക്കാർ വിചാരിക്കുകയാണ് ഇത് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് മൊമെന്റിൽ എന്തും സംഭവിക്കാം, അഴിച്ചിട്ടൊരു കുതിരയെ പോലെ ഓടും, തിരിച്ചു വരും, ചിലപ്പോൾ വന്നിട്ട് വീണ്ടും പോകും. നമ്മുടെ കൺട്രോൾ കിട്ടുന്നില്ല, നമ്മളെ വലിച്ചൊരു സ്ഥലത്തേക്ക് പോകും. നമ്മളുടെ ചില സമയത്ത് ആ കുതിര ഓടുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് പോകുന്ന പറയുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞത് കണ്ടോ വർക്കായി എന്ന് പറയുന്ന രീതിയിലിരിക്കും. അതിന്റെ തോന്നിയ സ്ഥലത്തേക്ക് ഓടും. അതുകൊണ്ട് നമ്മളുടെ കൺട്രോളിൽ കിട്ടില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരാൾ വിചാരിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ പറയുന്ന നോളേജ് വർക്കാകാം, വർക്കാകാതിരിക്കാം. അതുകൊണ്ട് ഇത് പ്രോബബിലിറ്റി, സാധ്യതകളുടെ ഏരിയയാണ്. ചിലപ്പോൾ ഉയരാം, താഴാം. അതുകൊണ്ട് സാധ്യതകളുള്ള ഒരു സ്ഥലത്ത് എനിക്ക് സക്സസ് ആകണമെന്നുണ്ടെങ്കിൽ ആളുകൾ പറയുന്നത് പോലെ നോളേജ് അല്ല, അത് നമ്മുടെ ബ്രെയിൻ നമ്മളെ പറഞ്ഞു വിട്ടതാണ്. ഈ ഏരിയയിൽ നോളേജ് അല്ല വർക്ക് ചെയ്യുക, ഈ ഏരിയയിൽ സാധ്യതകളുടെ ഏരിയയാണ്. സാധ്യതകളുടെ ഏരിയയിൽ എനിക്ക് മാസ്റ്റർ ആകണമെങ്കിൽ, എനിക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധ്യതകളുടെ പ്രോബബിലിറ്റിയിലാണ് ഞാൻ മാസ്റ്റർ ആകേണ്ടത്, നോളേജിലല്ല മാസ്റ്റർ ആകേണ്ടത്. ഉദാഹരണത്തിന് 1 ലക്ഷം രൂപയായിട്ട് ഞാൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നല്ല നോളേജ് പഠിച്ചിട്ട് തന്നെ മാർക്കറ്റിൽ ഞാൻ 100 കമ്പനികളെ വാങ്ങിച്ചു. നല്ല നോളേജാ,
നല്ല നോളേജ് പഠിച്ചിട്ട് തന്നെയാണ് ഞാൻ 100 ഡിഫറെന്റ് കമ്പനികളെ വാങ്ങിക്കൂട്ടിയത്. അതിൽ 60 പകുതിയിലധികം ആ നോളേജ് ഒന്നും വർക്കായില്ല. പകുതിയിലധികം നോളേജ് വർക്കാകാത്ത സിറ്റുവേഷനിലും ഞാൻ 100ാമത്തെ ട്രേഡ് കഴിയുമ്പോൾ എൻ്റെ ബാലൻസ് ക്യാപിറ്റൽ നോക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത ക്യാപിറ്റലിന്റെ മുകളിൽ ഗ്യാരണ്ടി ആയിട്ട് നിൽക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടോ, ഒരു മണി മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടോ? ഉണ്ടെങ്കിൽ മാത്രം ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുള്ളൂ, അല്ലെങ്കിൽ ഞാനില്ല, പോവുകയാണ്. എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഗ്യാരണ്ടി ഉണ്ടോ? ഉണ്ട് എങ്കിൽ അതെവിടെ? നോളേജിൽ ഗ്യാരണ്ടി ഇല്ല. പ്രോബബിലിറ്റി മാനേജ്മെന്റ് ആയ മണി മാനേജ്മെന്റ് സ്കില്ലാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എടുക്കേണ്ടത്. എന്താണ് മണി മാനേജ്മെന്റ് സ്കില്ല്? 1 ലക്ഷം രൂപ മാർക്കറ്റിൽ കൊണ്ടുപോയോ, മാർക്കറ്റ് അവിടെ തകരുകയോ മേലേക്ക് പോവുകയോ സൈഡിലേക്ക് പോവുകയോ വർക്കാകാതിരിക്കുകയോ യുദ്ധോ എന്തു വേണമെങ്കിലും ആവട്ടെ, ഞാൻ 100 ട്രേഡ് ചെയ്യും. നല്ല നോളജ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. 100ലെ പകുതിയിലധികവും ലോസ്, അതായത് ഏറ്റവും മോശം അവസ്ഥയിലും എന്റെ ക്യാപിറ്റൽ സ്റ്റാർട്ട് ചെയ്തതിന്റെ മുകളിൽ നിൽക്കുന്ന എന്തെങ്കിലും സംവിധാനം എവിടെയുണ്ടോ? ഞാൻ മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാതെ എൻ്റെ പൈസ മാനേജ് ചെയ്യുന്ന സ്കില്ലുണ്ട്, ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ആ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് ഗ്യാരണ്ടി പറയാൻ സാധിക്കുമോ സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആകാൻ? ഗ്യാരണ്ടി പറയാൻ സാധിക്കുന്ന ഒരു മണി മാനേജ്മെന്റ് സിസ്റ്റം ഇവിടെയുണ്ട്. ആ സിസ്റ്റത്തിലൂടെയാണ് കമ്പനികൾ അവരുടെ ഫണ്ട് മാനേജ് ചെയ്യുന്നത്, അല്ലാതെ മാർക്കറ്റ് എങ്ങനെ പോകുന്നു എന്ന് പ്രെഡിക്റ്റ് ചെയ്തിട്ടല്ല. കാരണം കടലിൽ കായം കലക്കിയ പോലെയാണ് ഓരോ കമ്പനിയുടെയും ക്യാപിറ്റൽ. അത് കലങ്ങി അങ്ങ് പോകും. അപ്പൊ അതുകൊണ്ട് 1 കോടി നമ്മളുടെ കയ്യിലുള്ള 10,000 രൂപയോ 1 ലക്ഷം രൂപയോ വെച്ച് നമുക്ക് തോന്നിയത് മാർക്കറ്റിൽ ചെയ്യാം. ഞാനിപ്പോ പറയുന്നു, ഒരാൾ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒരു അക്കാഡമി പോയിട്ട് നല്ല നോളേജ് ഒക്കെ പഠിച്ചു, നല്ല സ്റ്റോക്ക് തിരഞ്ഞെടുക്കേണ്ടതൊക്കെ പഠിച്ചു, നല്ലൊരു സ്ട്രാറ്റജി വെച്ച് അയാൾ ചെയ്ത് 1 ലക്ഷം രൂപേനെ 10 ലക്ഷം രൂപയാക്കി നിർത്തി. അയാളുടെ ക്യാപിറ്റലാണ്. അപ്പൊ ഞാൻ അയാളോട് പറയുകയാണ്, ഓക്കെ, നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കാനൊക്കെ പഠിച്ചല്ലോ, 1 ലക്ഷം രൂപേനെ 10 ലക്ഷം ആക്കിയില്ലേ, ഞാനൊരു 10 കോടി തരാം, ഇതൊന്ന് അവർ 100 കോടിയാക്കി തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്തായിരിക്കും ചിന്തിക്കുക? എന്റെ 1 ലക്ഷത്തുമ്പോ 10 ലക്ഷം ആക്കിയത് ഞാൻ പോട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു കളിയാണ്. ഈ നോളേജ് ഒക്കെ വെച്ചിട്ടാണ്. നിങ്ങളുടെ ഒരു 10 കോടി വാങ്ങിയാൽ ആദ്യം എനിക്ക് വേണ്ടത്, നിങ്ങൾക്ക് ഈ സംഭവം ഒന്നും എന്റെ സംഭവം വർക്കായില്ലെങ്കിൽ ആ 10 കോടി ഞാൻ തിരിച്ചു തരണ്ടേ, അല്ലെങ്കിൽ എന്റെ സ്വത്തൊക്കെ പോവില്ലേ എന്ന് പറയുന്ന ഒരു തോട്ടല്ലേ ആദ്യം വരിക. അപ്പൊ ഒരു പ്രൊഫഷണലിന്റെ തോട്ടിൽ ആദ്യം എന്താ വരിക? ലാഭം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, പൈസ ഒന്ന് തിരിച്ചു കൊടുക്കാൻ പറ്റണമല്ലോ എന്ന് പറയുന്ന ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ ആണ് ആദ്യം ഓർമ്മ വരിക. ആദ്യം ഓർമ്മ വരേണ്ടതും അതാണ്. പ്രോഫിറ്റ് മേക്കിങ്ങിലേക്കല്ല പോകേണ്ടത്, ക്യാപിറ്റൽ പ്രൊട്ടക്ഷനിലേക്കാണ് പോകേണ്ടത്. ആര് പ്രോപ്പറായിട്ട് ക്യാപിറ്റൽ പ്രൊട്ടക്ഷനെ ഫോക്കസ് ചെയ്യുന്ന മണി മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഇരിക്കുന്നവോ അവൻ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന സാധനമാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നോളേജ് എടുപ്പ് നിർത്തുക, പകരം മണി മാനേജ്മെന്റിൽ ഫോക്കസ് ചെയ്യുക. വെരി വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. മണി മാനേജ്മെന്റിലാണ് ഫോക്കസ് ചെയ്യുന്നത് എങ്കിൽ തോൽക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ പോലും തോൽക്കാൻ പറ്റാത്ത ഏരിയ ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് മാറും. മണി മാനേജ്മെന്റ് സ്കില്ലിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, എന്താണ് ഗ്യാരണ്ടി? 10% ആൾക്കാർ കോവിഡും വന്നു, സാമ്പത്തിക പ്രതിസന്ധിയും വന്നു 2008-2009. അതിനുശേഷം സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷുകളും വന്നു, ഇനിയും വരും. അപ്പോഴൊക്കെ ഇൻഡിവിജ്വൽസ് ഇവിടുന്ന് പടിയിറങ്ങുമ്പോൾ കമ്പനികള് പടിയിറങ്ങാതെ, കോവിഡ് വന്ന സമയത്ത് നമ്മൾ എന്താ പറഞ്ഞ? സമ്പാദ്യം വേണമെന്നല്ലല്ലോ പറഞ്ഞ്, ജീവൻ ഉണ്ടായാൽ മതി, എക്സിസ്റ്റ് ചെയ്യണം, ഇവിടെ എക്സിസ്റ്റ് ചെയ്യണം, നിലനിൽക്കണം, ജീവൻ ഉണ്ടാകണം. സ്റ്റോക്ക് മാർക്കറ്റിലും അതെ, എക്സിസ്റ്റ് ചെയ്യണം, ഔട്ടാകരുത്. ഔട്ടാകാതെ എക്സിസ്റ്റ് ചെയ്യാനുള്ള മണി മാനേജ്മെന്റ് സിസ്റ്റം ആയിട്ട് നിന്നാൽ കൊണ്ടുവന്ന ക്യാപിറ്റലിന്റെ താഴെ ഉണ്ടാകില്ല. ഒരാൾ പറയാണ്, എന്റെ 50 ലക്ഷം പോയി, എന്റെ 25 ലക്ഷം പോയി. അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ പറയാൻ പാടുള്ള സിറ്റുവേഷൻ ഉണ്ടാകരുത്. കൊണ്ടുവന്ന ക്യാപിറ്റലിന്റെ മുകളിലുണ്ട് ഞാൻ എന്ന് പറയുന്നത് എന്നതിന് ഗ്യാരണ്ടി, അണ്ടർലൈൻ ദ വേർഡ്, അതിന് ഗ്യാരണ്ടി ഉള്ള മണി മാനേജ്മെന്റ് സിസ്റ്റമാണ് പഠിക്കേണ്ടത്. പുറത്ത് പഠിക്കുന്ന നോളേജ് അല്ല. നോളജിലേക്ക് ആരാ പറഞ്ഞു വിട്ടത്? നമ്മുടെ തലച്ചോറ വിട്ടത്. കാരണം അത് പ്രോഗ്രാംഡ് ആണ്, അങ്ങനെയേ പോകുള്ളൂ. ഭൂരിപക്ഷം കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ പോയി നോളജ് എടുക്കടോ. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ തലയിൽ കേൾക്കുന്ന ഒരു സാധനമാണ്, നോളജ് എടുത്ത് സക്സസ് ആകൂ അല്ലെ, വിദ്യാധനം സർവ്വധനാൽ പ്രധാനം, ഇതൊക്കെ തലയിലുണ്ട്, അതുകൊണ്ട് അങ്ങോട്ടേ വിടുകയുള്ളൂ. അൺഫോർച്ചുനേറ്റ് ഈ ഏരിയയിൽ നോളജ് എടുത്തവൻ ഫെയിൽ ആകും. അതാണ് തിരിച്ചറിവ് എന്ന് പറയുന്ന വെളിപാട്. അവൻ എന്ത് ചെയ്യും? പതുക്കെ സാധ്യതകളുടെ മാത്തമാറ്റിക്സിലേക്ക് പോകും, മണി മാനേജ്മെന്റിലേക്ക് പോകും. അതിന്റെ പ്രത്യേകത എന്താ? അവിടെ ഗ്യാരണ്ടീഡ് ആണ്. അതിനൊന്ന് വിശ്വസിച്ച് കൊടുത്തു കഴിഞ്ഞാൽ 100ാമത്തെ കഴിയുമ്പോൾ സ്റ്റാർട്ട് ചെയ്തതിന്റെ മുകളിൽ നിൽക്കുന്ന കാണാം. പകുതിയിലധികം ട്രേഡുകൾ ലോസിലും കാണാം, എന്റെ ക്യാപിറ്റൽ സ്റ്റാർട്ട് ചെയ്തതിന്റെ മുകളിൽ നിൽക്കുന്ന കാണാം. ആ ഒരു വണ്ടർ ഇസ് വെരി സിമ്പിൾ. അതിലേക്ക് ഉറച്ചു നിൽക്കാനുള്ള ഒരു സാധനമില്ല കയ്യില്. ആ സാധനത്തിന്റെ പേരാണ്
മൈൻഡ് എന്ന് പറയുന്ന സാധനം. ആദ്യം നോളേജ് എന്ന് പറയുന്ന മെത്തേഡിന്റെ പുറകെ ഓടും. മെത്തേഡിന്റെ പുറകെ ഓടി അതിൽ ഫെയിലിയർ ആണെന്ന് മനസ്സിലാകുമ്പോൾ മണി മാനേജ്മെന്റിലേക്ക് വരും. മണി മാനേജ്മെന്റ് ഒരു ഗ്യാരണ്ടീഡ് സാധന. നിങ്ങളൊരു 10 ലക്ഷം കൊണ്ടുവന്നാൽ 100 ട്രേഡ് കഴിയുമ്പോൾ, ഞാൻ പറയുന്നു 100 ട്രേഡ് കഴിയുമ്പോൾ 100 ട്രേഡുകൾ നമ്മൾ 100 കമ്പനികൾ ഡിഫറെന്റ് വാങ്ങാൻ വിൽക്കുകയൊക്കെ ചെയ്യും. നല്ല നോളജ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ആ നോളജ് ഒന്നും മാർക്കറ്റിൽ വർക്കായില്ല, എന്ത് ചെയ്യാൻ പറ്റും? വർക്കായില്ല. പക്ഷെ 100ാമത്തെ ട്രേഡ് കഴിയുമ്പോൾ നിങ്ങളുടെ ക്യാപിറ്റൽ, സ്റ്റാർട്ട് ചെയ്ത ക്യാപിറ്റൽ ഉണ്ടല്ലോ, അതിന്റെ മുകളിൽ ഇല്ലെങ്കിൽ ഞാൻ ഈ പണി അന്ന് നിർത്തും. കേൾക്കുന്നുണ്ടോ? കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതിലേക്ക് വരുന്നില്ല, അതിലേക്ക് ആളുകൾക്ക് ചിന്തിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, വടക്കോട്ട് നടക്കേണ്ടവൻ തെക്കോട്ട് ഓടുകയാണ് എന്ന് പറയുന്നത് പോലെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ് ഇവൻ ഈ വടക്കോട്ട് നടക്കേണ്ടവൻ തെക്കോട്ട് ഓടുന്നു? ഒന്ന് തിരിഞ്ഞു നോക്കാത്ത എന്താ? ആരാ അതിന് സംഭവിക്കാതെ? ഒന്ന് തിരിഞ്ഞു നോക്കിയത് എവിടെ? ഗ്യാരണ്ടി ആയിട്ടുള്ള ഒരു സക്സസ് സാധനം ഉണ്ട് ഇവിടെ. മണി മാനേജ്മെന്റ് എന്ന് പറയുന്ന ഗ്യാരണ്ടി ആയിട്ട് സക്സസ് സാധനം ഉണ്ട് ഇവിടെ. ഇത് ഞാൻ പറഞ്ഞിട്ട് ഇത് ഞാനൊരു ടൂളും തന്നത് തെറ്റിച്ചു കഴിഞ്ഞാൽ 10 ഫീസ് ഞാൻ തിരിച്ചു തരുന്നു വേണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ എഴുതി ഒപ്പിട്ട് തരാൻ ചെയ്യാം, ഇത് തെറ്റാണെന്ന് എന്നെ പ്രൂവ് ചെയ്യുകയാണെങ്കിൽ. എന്നിട്ടും ഇത് തിരിഞ്ഞു നോക്കുന്നില്ല. അതെന്താ പ്രോബ്ലം? എന്താ തിരിഞ്ഞു നോക്കാത്തത്? ആ തിരിഞ്ഞു നോക്കാത്തതിന്റെ കാരണം കിടക്കുന്നത് നമ്മുടെ മൈൻഡിലാണ്. മൈൻഡ് ഈസ് ദ കീ. മൈൻഡ്. 3ാമത്തെ എം. 1ാമത്തെ എം നോളേജ് എന്ന് പറയുന്ന മെത്തേഡ്, 2ാമത്തെ എം മണി മാനേജ്മെന്റ്. മണി മാനേജ്മെന്റ് സക്സസ് ആണെന്ന് അറിഞ്ഞാൽ പോലും അതനുസരിക്കാത്ത ഒരു സാധനം നമ്മുടെ കൂടെയുണ്ട്. ചാടി ചാടി നിൽക്കുന്ന, കുരങ്ങിനെ പോലെ ചാടി ചാടി നിൽക്കുന്ന മൈൻഡ്, മങ്കി മൈൻഡ്. മങ്കി മൈൻഡ് അനുസരിക്കില്ല നമ്മുടെ മണി മാനേജ്മെന്റ് ആണ് സ്റ്റോക്ക് മാർക്കറ്റിലെ സക്സസ് എന്ന്. കാരണം മൈൻഡിൽ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് നോളേജ് ആണ്. അതെന്തുകൊണ്ടാ മൈൻഡ് ഇങ്ങോട്ട് തിരിയാത്തത്, അങ്ങോട്ട് പോകുന്നത്? എനിക്ക് പ്രോഫിറ്റ് മതി എന്ന് മൈൻഡ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. സക്സസ് ആകാൻ പ്രോഫിറ്റ് എടുക്കടോ, പ്രോഫിറ്റിലാണ് സക്സസ് ഇരിക്കുന്നത് എന്നല്ലേ ഇപ്പൊ മൈൻഡ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പ്രോഫിറ്റിലേക്ക് പോകാനല്ലേ മൈൻഡ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നന്നായിട്ട് കരാട്ടെ പഠിക്കുന്ന, സ്റ്റേറ്റ് ലെവലോ നാഷണൽ ലെവലിലോ ഇന്റർനാഷണൽ ലെവലിലോ ചാമ്പ്യൻ ആകാൻ, കരാട്ടയിൽ ചാമ്പ്യൻ ആകാൻ ഉദ്ദേശിക്കുന്നവൻ അറ്റാക്കിനേക്കാളും കൂടുതൽ പഠിക്കേണ്ടത് ഡിഫൻസ് അല്ലേ? പറയേണ്ടത് അങ്ങനെയല്ലേ? ഒരുത്തന്റെ ഇടിയും എന്റെ ശരീരത്തിൽ വീഴരുത്, അത് ബ്ലോക്ക് ചെയ്യാനുള്ള എല്ലാ സ്കില്ലും എനിക്ക് കിട്ടണം. അവൻ അടിച്ചടിച്ചടിച്ച് കൊഴിയട്ടെ, എനിക്കൊന്ന് തട്ട് കൊടുത്താൽ മതി, അവൻ വീഴുമല്ലോ. ഡിഫെൻഡിൽ എന്നെ മാസ്റ്റർ ആക്കൂ, അറ്റാക്ക് എനിക്ക് കുറച്ച് പഠിച്ചാൽ മതി എന്ന് പറയുന്ന ആര് ഡിഫെൻഡിൽ മാസ്റ്റർ ആവുന്നോ അവൻ ചാമ്പ്യൻ എന്ന് പറയുന്നത് പോലെ ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റില് അറ്റാക്കിംഗ് എന്ന് പറയുന്ന പ്രോഫിറ്റിലല്ല മാസ്റ്റർ ആവേണ്ടത്, ഡിഫെൻഡിലാണ് മാസ്റ്റർ ആവേണ്ടത്. എങ്ങനെയൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ ക്രാഷ് വന്നാലും എനിക്ക് കോവിഡ് ബാധിക്കില്ല എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റുന്ന ഡിഫൻസ് പവർ ഉണ്ടായിരുന്നവൻ എല്ലാം ജീവിച്ചില്ലേ? ഡിഫൻസീവ് പവർ, ഇമ്മ്യൂണിറ്റി അല്ലേ എന്ന് വേണമെന്ന് പറഞ്ഞിരുന്നത്. അതുപോലെ നമ്മുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന പ്രോപ്പർ മണി മാനേജ്മെന്റ് സിസ്റ്റത്തുമായിട്ട് ഒരു പരിചയമായി നിൽക്കുന്നുണ്ടവൻ ഏത് മഴയിലും അവിടെ നിൽക്കുന്നുണ്ടാവും. നല്ലൊരു സമയത്ത് പ്രോഫിറ്റ് ഇങ്ങനെ കയറുന്നതും കാണാം. ക്യാപിറ്റൽ പ്രൊട്ടക്ഷനിൽ ഡിഫൻസിൽ മാസ്റ്റർ ആകുന്നവനാണ് വെൽത്ത് ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റവന് പ്രോഫിറ്റും ലോസ്, അവസാനം ഒരു ഹ്യൂജ് ലോസ് ആയിട്ട് അവൻ പോകുമ്പോ നമ്മൾ ഇവിടെ ഡിഫൻസിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യുന്നതിൽ മാസ്റ്റർ ആകുന്ന, മണി മാനേജ്മെന്റിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു മൈൻഡിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ദിസ് ഈസ് ദ പ്രോബ്ലം. മൈൻഡിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്താ മൈൻഡിൽ പ്രോബ്ലം? എഗെയിൻ ഗോ ബാക്ക് ടു അവർ 10 വയസ്സ് വരെയുള്ള ടൈം പീരീഡ്. അതിൻ്റെ ഉള്ളിലെ പണത്തിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡും നമുക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. പണത്തിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കിട്ടിയിരിക്കുന്നത് ഏതിലാണ്? പണ്ട് മുതലേ അമ്മ പറഞ്ഞു തന്നു, പണമാണ് സൂക്ഷിച്ചുപയോഗിക്കണം, ചോര നീര് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സാധനമൊന്നുമാണ് ഇവിടെ മോശമാക്കി കളയരുത്, വില ചോദിച്ചിട്ട് വാങ്ങണം, നമ്മളെ പറ്റിക്കാൻ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഫിയർ തോട്ടാണ്. അവനൊരു 15 ഷോപ്പ് നോക്കാതെ ഒരു സാധനം വാങ്ങിക്കില്ല, ഫിയർ ആണ്. രണ്ടാമത്തവൻ പൈസ എറിഞ്ഞ് നേടുന്ന കാര്യങ്ങൾ നോക്കും, പൈസയുടെ വില പരുന്തും പറക്കില്ല. ദാറ്റ് മീൻസ് ഗ്രീഡാണ്, ആർത്തിയാണ്. ഈ ഗ്രീഡും ആർത്തിയുമാണ് നമ്മളുടെ ഉപബോധ മനസ്സിൽ പണത്തിനോടുള്ള ചിന്ത. ഈ ഗ്രീഡും ഫിയറും നമ്മളുടെ മൈൻഡിൽ എന്ന് വരെ ഉണ്ടോ അന്നൊരിക്കലും പൈസ നമ്മുടെ കൂടെ വരില്ല. കാരണം ഗ്രീഡും ഫിയറും എവിടെയുണ്ടോ അവിടെ പണമില്ല. കാരണം പണത്തിന്റെ തോട്ട് എന്ന് പറയുന്നത് ഒരു ഓക്സിജൻ മൈൻഡ് സെറ്റ് ആണ് നമുക്ക് വേണ്ടത്. ഇവിടെ ഓക്സിജൻ ഒരുപാടില്ലേ, ഇവിടെ വെള്ളം ഒരുപാടില്ലേ, അതേപോലെ പണവും ഒരുപാടുണ്ട്. പക്ഷെ അതിനെ കാണാൻ പറ്റാത്തത് ഉള്ളിൽ ഗ്രീഡും ഫിയറും ഉള്ളത് കൊണ്ടാണ്. ആ ഗ്രീഡും ഫിയറും എവിടെന്നാ കിട്ടിയത്? നമ്മുടെ ഉപബോധം മനസ്സിലാവുള്ളത്. ആ ഗ്രീഡും ഫിയറിനെയും നമുക്ക് എടുത്ത് മാറ്റിക്കളയുന്ന ഒരു തോട്ട്, ഒരു തെറാപ്പി വന്ന് നമുക്ക് ചെയ്യണം. നമ്മളൊരു കൃഷിക്കാരനാവാൻ പോകുന്നുണ്ടെങ്കിൽ ആ മണ്ണിൽ പോയിസൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് വിത്തും അവിടെ വളരില്ല. പിന്നെ ആ മണ്ണ് മാറ്റുക അല്ലെങ്കിൽ മണ്ണിന് ട്രീറ്റ്മെന്റ് ചെയ്യുക എന്നുള്ളതല്ലേ വേണ്ടത്, അല്ലാതെ വിത്തിന് ക്വാളിറ്റി നോക്കിയിട്ട് അന്വേഷിച്ച് നടന്നിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് മണ്ണ് എന്ന് പറയുന്ന നമ്മളുടെ മണി ആറ്റിറ്റ്യൂഡിൽ ക്യാൻസർ ഉണ്ടെങ്കിൽ
ഒരിക്കലും നമ്മൾ പണവുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് ഒന്നും സക്സസ് ആവില്ല. നമുക്ക് അതിനൊരു പേര് പറയാം, മണി ബ്ലോക്ക് എന്ന് പറയും. ആ സാധനത്തിനെ നമുക്ക് എടുത്തു കളയണമെങ്കിൽ നമ്മളുടെ മൈൻഡിലാണ് ആദ്യം പണം ഉണ്ടാവേണ്ടത്. ബുർജ് ഖലീഫ എവിടെ ആദ്യം ഉണ്ടായെന്ന് ചോദിച്ചാൽ ഒരുത്തന്റെ തലയിലാണ്. ഡിസൈൻ ചെയ്തത് അവനാണ്. അവന്റെ തലയിൽ ഉണ്ടായതിനു ശേഷമാണ് അത് പുറത്തേക്ക് ഉണ്ടായത്. അതുകൊണ്ട് പണം എവിടെ ആദ്യം ഉണ്ടാകുന്നു? ഇറ്റ് ഈസ് ഇൻ അവർ മൈൻഡ്. മൈൻഡിലാണ് പണം ഉണ്ടാകുന്നത്. അതിനുശേഷം ഇത് പുറത്തേക്ക് വരുള്ളൂ. മൈൻഡിൽ പണം ഉണ്ടാകണമെങ്കിൽ പണത്തിന്റെ ലാംഗ്വേജ് കറക്റ്റ് ആകണം. പണത്തിന്റെ ലാംഗ്വേജില് റോങ് ലാംഗ്വേജ് ആണ്, ക്യാൻസർ ആണ് ഗ്രീഡും ഫിയറും എന്ന് പറയുന്ന സാധനം. ആ ഗ്രീഡും ഫിയറും നമുക്ക് വന്ന് ചേർന്നിട്ടുള്ളത് എവിടെയാ? നമ്മുടെ ഉപബോധ മനസ്സിലാണ്. ആ ഉപബോധ മനസ്സിൽ നിന്ന് ഗ്രീഡും ഫിയറും എടുത്തു കളയുന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു തെറാപ്പി നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മളുടെ ഉള്ളിൽ നിന്ന് നമ്മൾ ഗ്രീഡും ഫിയറും ഒരു കിളി പറന്നതുപോലെ പോകുന്നത്. സോ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് നമ്മളുടെ ഉള്ളിലേക്ക് കയറാതെ നമുക്ക് മണി എന്ന് പറയുന്ന ഒരു സംഗതി നമ്മുടെ ഉള്ളിലേക്ക് വരില്ല. ആ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ജി ആണ് ജി സ്റ്റോക്കിന്റെ ജി. ജി സ്റ്റോക്ക് ഈസ് ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോക്ക്. ഗ്രാറ്റിറ്റ്യൂഡ് എവിടെയുണ്ടോ അവിടെ വെൽത്ത് ഉണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്ത ഒരാൾക്കും സ്റ്റോക്ക് മാർക്കറ്റ് ഞാൻ എഴുതി തരാം, വർഷങ്ങളോളം പഠിച്ചോ, നിങ്ങൾക്ക് അത് വരില്ല. കാരണം ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതാണ് യൂണിവേഴ്സൽ ലാംഗ്വേജ് ഓഫ് മണി എന്ന് പറയുന്നത്. അത് നമ്മളുടെ ഉള്ളിലേക്ക് കയറുന്നോളാണ് നമ്മൾ പണത്തിന് എലിജിബിലിറ്റി നേടുക എന്ന് പറയുന്നത്. കറണ്ട് കണക്ഷൻ ഇല്ലാതെ ബൾബ് വീട്ടിലിട്ടുകൊണ്ട് ലൈറ്റ് കത്തൂലല്ലോ എന്ന് പറയുന്നത് പോലെ കറണ്ട് കണക്ഷൻ എടുക്കണം. അതിന് യൂണിവേഴ്സൽ കണക്ഷൻ എടുക്കണം. വെതർ നിങ്ങൾ റിലീജിയസ് ആണെങ്കിൽ അങ്ങനെ നിങ്ങൾ എടുത്തോ. അല്ലാത്തവർക്ക് ഞാൻ പറയുന്നു, പ്രകൃതിയുടെ പണത്തിന്റെ ലാംഗ്വേജ് മനസ്സിലാകാതെ ഒരാളിലേക്കും ഈ സാധനം വരില്ല. ഇപ്പൊ നമ്മൾ പണത്തിന് വേണ്ടി ഓടിച്ചാടി നടക്കുകയാണ്. പണം നമ്മളിലേക്ക് വരട്ടെ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അതിനെ പോയി ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാലോ പണം അതിന് ഫ്രണ്ട് ആക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാരെ തെരഞ്ഞു നടക്കുന്നുണ്ട്. അപ്പൊ പണം നോക്കുന്ന ഒരു ക്യാരക്ടർ എവിടെയാണോ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള മനുഷ്യന്മാർ അവന്റെ വീട്ടിൽ പോയിരിക്കാമെന്നാണ് പണം വിചാരിക്കുന്നത്. അതുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഉള്ളിലേക്ക് നമ്മൾ വരണം. അത് നമുക്ക് നാളെ മുതൽ ഗ്രാറ്റിറ്റ്യൂഡ് ആയിക്കളയാം എന്ന് വിചാരിച്ചാലും വരില്ല. കാരണം പ്രോഗ്രാംഡ് ആണ് ബ്രെയിൻ. ആ പ്രോഗ്രാം അതിൻ്റെ ഉള്ളിലേക്ക് റീപ്രോഗ്രാമിംഗ് ചെയ്യാൻ നമുക്കറിയണം. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്താണെന്നും അതിന്റെ ലാംഗ്വേജ് എന്താണെന്നും ആ ലാംഗ്വേജ് മനസ്സിലാക്കിയിട്ട് ഈ പറയുന്ന തെറാപ്പി അതിൻ്റെ ഉള്ളിലിടുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടാണ് നമുക്ക് ഗ്രീഡും ഫിയറും ഒക്കെ വരുന്നത്. നമ്മൾ കരുതി കൂട്ടി വരുത്തുന്നതല്ല, ഇത് ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് ആയി വരുന്ന ഗ്രീഡും ഫിയറും ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ പോകണമെങ്കിൽ ഈ റീപ്രോഗ്രാമിംഗ് ചെയ്ത് കഴിഞ്ഞാലാണ് എലിജിബിൾ ആകുക നമ്മൾ. എന്നിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് പഠിച്ചാൽ മാത്രമേ നമ്മൾ സക്സസ് ആവുള്ളൂ. അതർവൈസ് ഇറ്റ് ഈസ് എ ടൈം കൺസ്യൂമിങ് ഗെയിം. വെറുതെ സമയം കളയണ്ട, പൈസയും കളയണ്ട, എഫർട്ടും കളയണ്ട, നിർത്താം എന്നുള്ളതാണ്. സോ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് നമ്മുടെ ബ്ലെൻഡിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഒരു കാര്യം ഉണ്ടാകുന്നത്, വെൽത്ത് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാവുക. അവിടെയാണ് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു വെൽത്ത് എന്ന് പറയുന്നത് പണമാണ് വെൽത്ത് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പണം മാത്രമല്ല, വെൽത്ത് എന്ന് പറയുന്നത് 3 കാര്യങ്ങളുടെ ഒരു സങ്കലനമാണ്. 3 കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ഫ്രീഡം ഉണ്ടാകണം, ശാരീരികമായ സുഖം ഉണ്ടാകണം, അസുഖങ്ങളും കാര്യങ്ങളും ഉണ്ടാകരുത്. രണ്ടാമത്തത് മെന്റൽ ഫ്രീഡം ഉണ്ടാകണം, മാനസികാരോഗ്യവും ശാരീരിക ആരോഗ്യവും ഉണ്ടാകണം. മെന്റൽ ഫ്രീഡം ഡിപ്രഷനും സാധനങ്ങളൊക്കെ ഉണ്ടാകുക എന്ന് പറഞ്ഞത് അതുണ്ടാവാനും പാടില്ല. അത് കൂടാതെ അതിനുശേഷമാണ് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാകുന്നത്. ഈ 3 സ്വാതന്ത്ര്യങ്ങളും കൂടെ വരുമ്പോഴാണ് വെൽത്ത് ഉണ്ടാകുന്നത്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. മനസ്സിന്റെ ഒരു അവസ്ഥയാണ് വെൽത്ത് എന്ന് പറയുന്നത്. പണത്തിന്റെ ആധിക്യമല്ല എന്ന് പറയും. മനസ്സിന്റെ ഒരു മെന്റൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ് വെൽത്ത് എന്ന് പറയുന്നത്. ചിലപ്പോൾ അയാൾക്ക് 20,000 രൂപയെ ഉണ്ടാവുന്നുള്ളൂ. ഹി ഈസ് വെൽത്തി. ഫിസിക്കലും മെന്റലും ഫിനാൻഷ്യലും 20,000 കൊണ്ട് 2 ലക്ഷത്തിന്റെ കാര്യമാണ് നടന്നുകൊണ്ട് ബാക്കി വീണ്ടും പൈസയുണ്ട് എന്ന് പറയുന്ന ഒരു അബണ്ടൻസ്, ഒരു നിറവ്, അത് വരുമ്പോഴേ വെൽത്തി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ ഒരാൾക്ക് 20 ലക്ഷം രൂപ വെച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. ഇതുകൊണ്ട് ഒന്നും നടക്കുന്നില്ല ലൈഫിൽ. ആൾ മെന്റലിയും ഫ്രീ അല്ല, ഫിസിക്കലും ഫ്രീ അല്ല, ഓടുകയാണ്. ഹി ഈസ് നോട്ട് വെൽത്തി ഇൻ ദ റിയൽ സെൻസ്. കേട്ടോ, റിയൽ സെൻസ് വേണമെങ്കിൽ പറയാം, പൈസ ഉണ്ടെന്ന് പറയാം. വെൽത്ത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നത് ഈ 3 കാര്യങ്ങളുടെയും കൂടിച്ചേരലാണ്. ഇതിനൊരൊറ്റ മൂല്യമുണ്ട്, അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആ ഗ്രാറ്റിറ്റ്യൂഡ് ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളിലേക്ക് പണത്തിന്റെ ഒരു ഡോറ് കൂടി ഓപ്പൺ ചെയ്യും. മണ്ണിലെ പോയിസൺ പോയി. ഇനി നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് പഠിച്ചോ, ആ വിത്ത് അവിടെ വിളയും. ആ പഠിക്കേണ്ട സാധനമാണ് മൈൻഡ്, മെത്തേഡ് ആൻഡ് മണി മാനേജ്മെന്റ്. ഈ 3 എമ്മുകളുടെ ഒരു സങ്കലനം ഇല്ലാത്തത് കൊണ്ടാണ് 90% ആളുകളിലേക്കും അത് ഫെയിലിയർ ആയിട്ട് അവസാനിക്കുന്നത്. ഈ 3 സംഗതികളെ കുറിച്ചും പഠിക്കുന്ന ഒരാളെ നമുക്ക് പ്രൊഫഷണൽ എന്ന് പറയാം. അത്
നമ്മുടെ സാമ്പത്തികമായ CEO, CFO, CMA ഇതൊന്നും വേണമെന്നില്ല. ഈ 3 എമ്മുകളുടെ ഒരു കോമ്പിനേഷൻ, ലൈം ജ്യൂസ് എന്ന് പറഞ്ഞാൽ ലെമൺ ഉണ്ടാകും, വെള്ളമുണ്ടാകും, പഞ്ചസാര ഉണ്ടാകും. 3-നൊരു കോമ്പിനേഷനും വരുമ്പോഴാണ് അത് ടേസ്റ്റ് വരുന്നത്. അതേപോലെ സ്റ്റോക്ക് മാർക്കറ്റ് സക്സസ് എന്ന് പറയുന്നത് മൈൻഡിന് ഒരു കോമ്പിനേഷൻ ഉണ്ട്, മണി മാനേജ്മെന്റ് സ്കില്ലിന് ഒരു കോമ്പിനേഷൻ ഉണ്ട്. ദെൻ തേർഡ് തിങ് ഈസ് മെത്തേഡ് എന്ന് പറയുന്ന നോളേജിനും ഒരു കോമ്പിനേഷൻ ഉണ്ട്. 90% മൂന്നാമത്തെ എമ്മായ നോളേജ് മാത്രം പിടിക്കുന്നു. അവരറിയുന്നില്ല അവൻ ഗാംബ്ലർ ആണ് എന്ന്. ചില കാര്യങ്ങൾ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് നമുക്ക് ഉണ്ടാവില്ലേ? നമ്മളൊരു സബ്ജക്റ്റിനെ കുറിച്ച് ഘോരമായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കും. അപ്പൊ കേൾക്കുന്ന ഒരാൾ പറയാണ്, അയാൾ ആ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റില് അയാൾക്ക് ഒരു വിവരവും ഇല്ല എന്ന് അയാൾക്ക് അറിയില്ല കേട്ടോ എന്ന് പറയുന്ന ഒരു അവസ്ഥയെ കൂടെ നമ്മൾ കടന്നു പോയില്ലേ? നമ്മൾ വിചാരിക്കും നമുക്ക് ഭയങ്കര നോളജ് ഉണ്ടെന്നാ. ആ ഒരു സബ്ജക്റ്റിൽ ഒരു നോളേജും ഇല്ല എന്ന് കേട്ട് നിൽക്കുന്നവന് മനസ്സിലാക്കുന്നു, നമുക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്ന അവസ്ഥയിലാണ് 90% സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ആളുകളും. ഞങ്ങൾ ചെയ്യുന്നത് ശരിയാണ്, പഠിച്ചിട്ടാണോ ചെയ്യുന്നത്? എന്ത് പഠിച്ചിട്ട്? ഈ നോളേജ് പഠിച്ചിട്ട്. അവൻ പഠിക്കുന്നത് ഗാംബ്ലിംഗ് ആണ് എന്ന തിരിച്ചറിവ് അവനില്ല. സോ ഇത്രയും സമയം സ്പെൻഡ് ചെയ്തു. സോ സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആകണമെങ്കിൽ 3 എമ്മുകളുടെ കോമ്പിനേഷൻ ഉണ്ടോ? there is guaranteed success. കാരണം മാർക്കറ്റിൽ നിന്നും വെൽത്ത് ക്രിയേറ്റ് ചെയ്യേണ്ടത് മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാതെയാണ്. നമ്മളുടെ കൂടെ വൈഫ് ഉണ്ട്, നമ്മൾ ഭയങ്കരമായിട്ട് സ്നേഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വൈഫും പാർട്ട്ണറും നമ്മുടെ കൂടെ ഉണ്ട്. അയാളോട് കൂടുന്ന സമയത്തൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷവും മാനസിക സന്തോഷമാണ്. അയാളെ നമ്മൾ മെന്റലി ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അയാൾ സന്തോഷിക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നു. അയാൾ മൂഡ് കേടാവുകയാണെങ്കിൽ നമ്മുടെ മൂഡ് കേടാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അയാളിൽ ഡിപ്പെൻഡന്റ് ആണ്. നമുക്കൊരു മീറ്റിങ്ങിന് പോകുന്ന സമയത്തായിരിക്കും അയാളുടെ മൂഡ് കേടാവുന്നുണ്ടെങ്കിൽ നമ്മുടെ മീറ്റിങ്ങും പോയി കിട്ടും. അപ്പൊ ശരിക്കും അവിടെ എന്താ വേണ്ടത്? നമ്മൾ അയാൾ ഡിപ്പെൻഡ് ചെയ്യാതെ മൂവ് ചെയ്യണം. അയാൾ സന്തോഷം തരുമ്പോൾ സന്തോഷിച്ചോളൂ. അയാളുടെ മൂഡ് കേടാവുമ്പോൾ ഞാൻ ആ മൂഡുമായിട്ടല്ല, ഞാൻ അയാളെ ഡിപ്പെൻഡ് അല്ല കേട്ടോ എന്ന് പറയുന്ന സിറ്റുവേഷൻ അല്ലേ ഏറ്റവും ഉദാത്തമായ സിറ്റുവേഷൻ. ആ സിറ്റുവേഷൻ തന്നെ ആ പാർട്ട്ണറെ മാർക്കറ്റായിട്ട് വെച്ചോ. മാർക്കറ്റിൽ നിന്നും പ്രോഫിറ്റ് കിട്ടുമ്പോൾ എൻജോയ് ദ പ്രോഫിറ്റ്. മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ, ക്രാഷ് വരുമ്പോൾ എന്റെ ക്യാപിറ്റലിനെ ബാധിക്കരുത് കേട്ടോ എന്ന് പറയുന്ന ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന 3M സിസ്റ്റത്തിലേക്ക് ഒരാൾ പോകുമ്പോൾ അയാൾ പ്രൊഫഷണൽ എന്നും പറയും, അയാൾ സക്സസ് എന്നും പറയും. സക്സസ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്ത ക്യാപിറ്റലിന്റെ മുകളിലായിരിക്കണം. എവറി 100 ട്രേഡ് കഴിയുമ്പോൾ അത് ഗ്യാരണ്ടീഡ് ആയിട്ട് പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. മണി മാനേജ്മെന്റ് ആണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ലാംഗ്വേജ് ആയിട്ട് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 100% പറയാൻ പറ്റും നിങ്ങളുടെ ക്യാപിറ്റൽ മുകളിലാണ് എന്നുള്ളത്. അത് ഒരു വാഗ്ദാനമല്ല, അത് ജി സ്റ്റോക്കിന്റെ വാഗ്ദാനമല്ല. ആ സബ്ജക്ട് അങ്ങനെയാണ്. അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ആ രീതിയിൽ അതിനെടുക്കുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതുകൊണ്ടാണ് ഈ ഫണ്ട് മാനേജ്മെന്റ് കമ്പനികൾ ഇവിടെ നിലനിന്ന് പോകുന്നത്, പ്രോഫിറ്റ് തരാൻ പറ്റുന്നത് മാർക്കറ്റ് ക്രാഷ് ആകുമ്പോഴും. ആ സിസ്റ്റം പേഴ്സണൽ ലൈഫിലേക്ക് എടുക്കൂ. ഈ ആളുകൾ കാണിക്കുന്ന പോലെ ഗ്രീഡും ഫിയറിനെയും ബേസ് ചെയ്ത് നമ്മളുടെ ബ്രെയിൻ പറയുന്നത് കേട്ട് ഓടിക്കഴിഞ്ഞാൽ ഈ 90% നമ്മൾ ഉണ്ടാകും. സോ താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ടൈം. നല്ല വാല്യുബിൾ ആയിട്ടുള്ള സമയം എനിക്ക് തന്നു, നിങ്ങൾ എന്നെ കേട്ടു. ഇതിന്റെ ഒരു പ്രോഗ്രാം ഞാൻ അതും കൂടെ പറയും. ഇതിന്റെ ഒരു പ്രോഗ്രാം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വളരെ ബേസിക് വാട്ട് ഈസ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് നമ്മൾ തുടങ്ങി, സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ്, എന്തിനാണ് ഈ സാധനം ഇവിടെ വെച്ചിട്ടുള്ളത് എന്ന് നമ്മൾ വളരെ ബേസിക്കിൽ നിന്ന് തുടങ്ങി. നമ്മൾ പറയില്ലേ 6ാം ക്ലാസ്സിലെ കുട്ടികൾ, നമുക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. നമ്മളിത് കഴിഞ്ഞാൽ നമ്മൾ ആരാണ് ആകേണ്ടത്? ഒരു സ്റ്റോക്ക് മാർക്കറ്റ് അനലിസ്റ്റ് ആണ് നമ്മൾ ആകേണ്ടത്. നാളെ മാർക്കറ്റിൽ നിങ്ങൾ 1 കോടി ഫണ്ട് എനിക്ക് തരൂ, ഞാൻ ഭംഗിയായിട്ട് ഇത് ഹാൻഡിൽ ചെയ്ത് തരാം, മാർക്കറ്റ് അവിടെ ക്രാഷ് ആവട്ടെ, എന്തുകൊണ്ട്, ഐ ഡോണ്ട് കെയർ, അങ്ങനെ പറയുന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന് ഒരു മാർക്കറ്റ് എക്സ്പേർട്ട് എന്നുള്ള രീതിയിലേക്ക് മാറാനുള്ള ഒരു പ്രോഗ്രാം ഇവിടെ ഉണ്ട്. ഞാൻ ഇതുവരെ അത് പറയുന്നേ ഉള്ളൂ. ഇത് നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല പറയുന്നത്. അങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ട്. അവിടെ ഒരു 4.5 മാസക്കാലം നിങ്ങൾ അതിന് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട ഒരു സംഗതി, നിങ്ങളുടെ എഫേർട്ട്, ടൈം വെരി ഇമ്പോർട്ടൻറ്റ് സംഗതിയാണ്. 4.5 മാസക്കാലം എന്ന് പറഞ്ഞ് ചെറിയ സമയമല്ല. രണ്ടാമത്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് നിങ്ങൾക്ക് തരുന്നത് ഫീസ്. ഒരു വർത്തായിട്ട് മാറണം എനിക്ക്. ഇതൊരു ടേണിംഗ് പോയിന്റ് ആയിരിക്കണം. ഈ പ്രോഗ്രാം കഴിയുമ്പോൾ ഞാൻ ഇവിടെ വന്നത് എനിക്ക് ഏതോ ഒരു ഉൾക്കാഴ്ച ഉണ്ടായിട്ടാണ് എന്നെ പറഞ്ഞയച്ചത് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മാറണം. അങ്ങനെ ഒരു സാധനം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓൾവേസ് വെൽക്കം ടു അവർ പ്രോഗ്രാം. അത് കഴിയുമ്പോൾ നിങ്ങൾ ഒരു മാർക്കറ്റ് എക്സ്പേർട്ടുമായിട്ട് മാറിയിട്ടുണ്ടാകും. പ്രകൃതിയും നമ്മളും തമ്മിൽ ഒരു കണക്ഷൻ ഒക്കെ ഉണ്ട്. ആ കണക്ഷന്റെ ഒരു സിസ്റ്റം, ഒരു ഐഫോൺ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു കാറ് കിട്ടിക്കഴിഞ്ഞാൽ വിത്തിൻ മണിക്കൂറുകൾക്കുള്ളിൽ നമ്മൾ അതിന്റെ സിസ്റ്റം പഠിക്കും. ഈ ഭൂമിയിൽ വന്നിട്ട് നമ്മൾ ജനിച്ച് ജീവിച്ചു മരിച്ചു പോകുമ്പോൾ നമ്മുടെ മൈൻഡ് എന്താണെന്ന് പോലും നമുക്ക് അറിയില്ല. നമുക്ക് മൈൻഡ് എന്റെ തീരുമാനമാണ്, ഞാൻ തീരുമാനിച്ചു, അത് കേട്ടാൽ മതി എന്ന് പറയുന്ന മൈൻഡിനെ മാത്രമേ നമുക്ക് അറിയുള്ളൂ. നമ്മുടെ ഉള്ളിൽ പ്രോഗ്രാമായി മാറിയിരിക്കുന്ന
സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് നമുക്കറിയില്ല. ആ മൈൻഡിന്റെ ഉള്ളിലാണ് പണത്തിന്റെ ലാംഗ്വേജ് ഒക്കെ കയറിയിരിക്കുന്നത്. അവിടെ റോങ് ആണെങ്കിൽ വെറുതെ കമ്പ്യൂട്ടറിനിട്ട് തുടച്ച് ശരിയാക്കാന്നല്ലാതെ ഉള്ളിൽ വിൻഡോസിൽ ക്രാക്ക് ഉണ്ടെങ്കിൽ അവിടെ ശരിയാക്കാതെ മാറില്ല വൈറസ് എന്ന് പറയുന്നത് പോലെ ഇരിക്കും. അതുകൊണ്ട് ആ വൈറസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ സ്കില്ലിരിക്കുന്നത്. ബിക്കോസ് മൈൻഡ് ഈസ് നീഡഡ് ഹിയർ. അതുകൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാമിൽ അങ്ങനെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ് വരുന്നത്. മാർക്കറ്റ് എക്സ്പേർട്ട് ആകുന്ന രീതിയിലേക്ക് നമുക്കൊരു ഹൗസ് വൈഫ് എന്ന് പറയുന്ന സിറ്റുവേഷൻ, പല ആളുകളും സ്വയം വില ഇടിച്ചു കാണുന്നത് ഞാൻ കാണാറുണ്ട്. ഹൗസ് വൈഫ്സിന് മനസ്സിലാവും ഹൗസ് വൈഫിന് എന്താ പ്രത്യേകത. പല ആളുകളും അങ്ങനെ പറയാറുണ്ട്. ഹൗസ് വൈഫാണ് പോലും. ഹൗസ് വൈഫിന് എന്താ പ്രത്യേകത? സ്വയം നമ്മൾ കൊടുക്കുന്ന വാല്യൂ തന്നെ കുറവാ. 6ാം ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് മനസ്സിലാകാത്തതായിട്ട് ഒരു സംഗതിയും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇല്ല. അതുകൊണ്ട് ആ രീതിയിലേക്ക് ഒരു ബിഗിനർ ലെവലിൽ നിന്ന് നമ്മൾ പഠിച്ചു പോയി പല അക്കാഡമികളിലും കാണാറുള്ള ഒരു കാഴ്ചയാണ്. നമ്മളിതൊരു പാഷൻ കൊണ്ട് നിങ്ങൾക്ക് ക്ലാസ്സിലേക്ക് വരുമ്പോൾ മനസ്സിലാകുമായിരിക്കാം, ഐ ഡോണ്ട് നോ. നമുക്കിതൊരു പാഷനായിട്ട് നമ്മളിത് കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ ഈ കോഴ്സിനെ പല കഷ്ണങ്ങളാക്കി മാറ്റി അത് കുറച്ച് ആൾക്കാരെ കൊണ്ട് അത് ഇടിപ്പിച്ച് ഇത് കഴിഞ്ഞ ഇന്റർമീഡിയറ്റ് ലെവലിലേക്ക് കൊണ്ടുവന്ന് അത് കുറെ പേര് അതിനെ കൊണ്ട് ഇടിപ്പിച്ച് അവർ അത് അവിടെ നിന്നും പോയി. പിന്നെ അത് അഡ്വാൻസ് ലെവൽ എന്നുകൊണ്ട് വേറൊരു കഷ്ണാക്കി. അങ്ങനത്തെ പരിപാടികളും ഗിമ്മിക്കുകളും ഒന്നും വേണ്ട. നമുക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ പോയാൽ വണ്ടി ഓടിക്കാൻ പറ്റണം. ആ രീതിയിലേക്ക് ഫ്രം ദ ബേസ് ടു അഡ്വാൻസ് ലെവൽ. നാളെ മാർക്കറ്റ് ഈ സ്റ്റോക്ക് ആട്ടോ കയറാൻ പോകുന്നത് എന്ന് ഒരാൾ നമ്മളോട് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് മാറ്റുക. എന്നിട്ട് നാളെ മാർക്കറ്റിൽ ഈ സ്റ്റോക്കാണ് ഉയർന്നു പോകാൻ പോകുന്നത്, ഹൈ പ്രോബബിലിറ്റിയാ, കയറിയില്ലെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല, എന്റെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് പറയുന്ന സിറ്റുവേഷനിലേക്ക് ആകുന്ന രീതിയിലേക്ക് ഒരു മാറ്റം വരുന്നത് വരെ ഈ പ്രോഗ്രാമിന്റെ പാർട്ടായിരിക്കും എന്നുള്ളതാണ്. അതാണ് ആ പ്രോഗ്രാം ഉള്ളത്. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇതൊരു മാർക്കറ്റിംഗ് സ്പേസ് ആക്കി മാറ്റാൻ നമുക്ക് താല്പര്യമില്ല. ഞാൻ ഈ പറഞ്ഞ സംഗതി നിങ്ങൾ കേട്ടു എങ്കിൽ, ഉൾമനസ്സുകൊണ്ട് കേട്ടു എങ്കിൽ, ഐ എം വെരി ഹാപ്പി ഫോർ ദാറ്റ്. 1 hour എൻ്റെ കൂടെ ഇരുന്നു, നമ്മൾ ഒരുമിച്ചിരുന്നു. ആ ഒരു 1 hour ഒരു വാല്യൂ ആണ്, വർത്ത് ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇനി ബാലൻസ് ഉള്ളത് നിങ്ങൾക്ക് പറയാവുന്നതാണ് കേട്ടോ. താങ്ക് യു ഫോർ ദ ടൈം. ഓക്കെ, 1 hour നമ്മൾ ഇരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം നിങ്ങൾക്ക് കേട്ടോ. ഇങ്ങനെ ഒരു സംഗതി എവിടെയുണ്ട്. ഇതൊരിക്കലും ഒരു മാർക്കറ്റിംഗ് ആയിട്ട് നിങ്ങൾ കാണണ്ട. ആ പ്രോഗ്രാമിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് മൈക്ക് ഓപ്പൺ ആക്കി വീഡിയോ ആയിട്ട് ഞാൻ ചോദിക്കും, പറയാനുള്ളത് പറയുമെന്ന് പറയുമ്പോൾ ഇതെന്റെ ടേണിംഗ് പോയിന്റ് ആണ് എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്ന രീതിയിലില്ലെങ്കിൽ അത് നമ്മുടെ പരാജയമാണ്. ഓക്കെ, താങ്ക് യു ഫോർ സോ മച്ച്. നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഹൗ ഡു യു ഫീൽ? Past 1 hour, how do you feel? Not worth? നിങ്ങൾക്ക് മഴ പെയ്ത് തോർന്നൊരു ഫീലാണ്. ഓക്കെ, എന്താണ് നിങ്ങൾക്ക് സംതിങ്, എന്തെങ്കിലും അറിവ് കിട്ടിയോ, അല്ലെങ്കിൽ നമുക്ക് ഒരു റൗണ്ട് കിട്ടിയോ? എന്താണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്? ഗ്രൂപ്പിൽ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു സാറിനോട് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ഓക്കെ, ചെയ്യാൻ. ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. അതുകൊണ്ട് ഇത് ഞാനൊരു കാര്യം പറയാം. എല്ലാം ഓപ്പോസിറ്റ് ആണ്. ലൈഫിലെല്ലാം ഓപ്പോസിറ്റ് ആണ്. സക്സസ് നിൽക്കുന്നത് കോംപ്ലിക്കേഷനിലല്ല, സിമ്പിളിലാണ്. വളരെ സിമ്പിൾ ആകും തോറും സക്സസ് വളരെ കൂടും. സിമ്പിളിലാണ്. ഓഷോ പറഞ്ഞ ഒരു ടോപ്പിക് എന്താന്ന് പറയോ? സാധാരണക്കാരായ ആൾക്കാർ ഒരിക്കലും സക്സസ് ആവില്ല എന്നാണ് പറയുന്നത് പുള്ളി. കാരണം സാധാരണക്കാരായ ആൾക്കാരെ ഒരിക്കലും സക്സസ്സിലെത്തില്ല എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, അദ്ദേഹം പറഞ്ഞത് സക്സസ് എന്ന് പറയുന്ന സാധനം സിമ്പിളിൽ ഇരിക്കുന്ന കാര്യമാണ്. സാധാരണക്കാർക്ക് ഇത് കോംപ്ലിക്കേറ്റഡ് ആക്കാനാണ് താല്പര്യം. സക്സസ് ഇരിക്കുന്നത് എപ്പോഴും, മഹത്തായ കാര്യങ്ങൾ ഇരിക്കുന്നത് എപ്പോഴും വളരെ സിമ്പിളിലാണ്. അപ്പോൾ ആ സിമ്പിൾ വേണ്ട, കോംപ്ലക്സ് അന്വേഷിച്ചു പോകുന്നതുകൊണ്ട് സക്സസ് ആവില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് പുള്ളി ഒരു കാര്യം കൂടി പറഞ്ഞു, സിമ്പിൾ എന്ന് പറഞ്ഞാൽ വെറും സിമ്പിൾ അല്ല കേട്ടോ, വെരി വെരി സിമ്പിൾ എന്ന് പറയില്ലേ, മറന്നു പോകാൻ തക്കവണ്ണം സിമ്പിൾ ആവുന്ന രീതിയിലേക്ക്. ചില കാര്യങ്ങൾ നമ്മൾ സിമ്പിളാണ്, അത് മറന്നുപോയി. അതെന്തുകൊണ്ട് മറന്നുപോയി? അത്രയും സിമ്പിൾ ആയതുകൊണ്ട് മറന്നുപോയി എന്നുള്ളതാണ്. സ്റ്റോക്ക് മാർക്കറ്റ് സക്സസ് എന്ന് പറയുന്നത് നമ്മുടെ കൈയിന്റെ ഉള്ളിലുണ്ട്. അത് കാണാൻ പറ്റാത്ത ഒരു മനസ്സ് എന്ന് പറയില്ലേ. ഒരു മനുഷ്യൻ വർഷങ്ങളോളം ജീവിക്കുകയാണ്. കാരണം കാലത്ത് എഴുന്നേൽക്കുന്നു, പോയി അധ്വാനിക്കുന്നു, അയാളുടെ ബാല്യം കഴിഞ്ഞു, യൂത്ത്, ആ ട്രാൻസ്ഫോർമേഷൻ ഒന്ന് ആലോചിച്ചു. ഒരു കട്ടിലുണ്ട് പുള്ളിക്ക്, എല്ലാ ദിവസവും വന്ന് ചെറുപ്പമായി, കുട്ടിയായിരുന്നു അതേ കട്ടിൽ തന്നെ, പിന്നെ ഒരു യുവത്തായി, കല്യാണം കഴിച്ചു, കുട്ടികളായി, ഇതേ കട്ടിലുമ്പോൾ തന്നെ, പിന്നെ വാർദ്ധക്യമായി. പക്ഷെ ആ കട്ടിന്റെ അടിയിൽ ഒരു ട്രഷർ ഉണ്ടായിരുന്നു, നിധി ഉണ്ടായിരുന്നു. ഒരിക്കൽ പോലും പുള്ളി അത് താഴോട്ട് നോക്കിയിട്ടില്ല എന്ന് പറയില്ലേ, കേൾക്കുന്നുണ്ടല്ലോ, അങ്ങോട്ട് നോക്കിയിട്ടില്ല. അതേപോലെയാണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ മണി മാനേജ്മെന്റിലേക്ക് നോക്കുന്നില്ല, നോളേജുമായിട്ട് ഇങ്ങനെ ഓടുക കാലത്ത് എഴുന്നേറ്റിട്ട്. കാരണം അത് കൊണ്ടുപോകുന്നത് ആരാ? ബ്രെയിനാണ്. ആ ബ്രെയിനിന് ഒരു പ്രത്യേകതയുണ്ട്. ആ ബ്രെയിനിന്റെ പഠനം നമ്മൾക്ക് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കേൾക്കുന്നുണ്ടോ? നമ്മൾ ഹാക്ക് ചെയ്യേണ്ടത് നമ്മുടെ ബ്രെയിനെയാണ്. ബ്രെയിൻ ഹാക്കിംഗ് ആണ് നമുക്ക് വേണ്ടത് കേട്ടോ. അവിടെ നിങ്ങൾക്ക് പറയൂ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ ഉണ്ട്. നമ്മുടെ ഓരോ പ്രോഗ്രാമിലും മോർ ദാൻ 200 സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പൊ തന്നെ 200 സ്റ്റുഡൻസ് എബവ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതോ സ്റ്റുഡൻസിനെ കൗണ്ട് ചെയ്യാൻ
ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല പ്രോഗ്രാം. നാളെ നിങ്ങൾ ജി സ്റ്റോക്കിന്റെ ഒരു എയിം വിഷൻ എന്ന് പറഞ്ഞാല് നമുക്ക് ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ല ഇവിടെ. നമുക്ക് സാക്ഷരരാണ്, സാമ്പത്തിക സാക്ഷരത ഇല്ല. അപ്പൊ സാമ്പത്തിക സാക്ഷരത 100% ഫിനാൻഷ്യൽ ലിറ്ററസി ഉള്ള ഒരു സ്റ്റേറ്റിനെ രൂപീകരിക്കുക എന്നതാണ് നമ്മളുടെ ഡ്രീം. ആ ഡ്രീമിൽ പോകുമ്പോൾ ഇന്ന് നിങ്ങൾ അതിന്റെ ഒരു പാർട്ടാണ്. നിങ്ങൾ ഇനി ഒരിക്കലും പോയി നോളേജ് എടുക്കും, നിങ്ങൾ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യും, നെവർ മൈൻഡ്, നോ പ്രോബ്ലം. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇനി പോകുന്നുണ്ടെങ്കിൽ ആ യൂട്യൂബിൽ കാണുന്ന സാധനം മാറ്റി വെച്ചോ, അത് ഗാംബ്ലിംഗ് ആണ്. നോളേജ് ആണെങ്കിൽ പോലും ഗാംബ്ലിംഗ് ആണ് എന്ന ഒരു സാധനം ഇതിന്റെ അകത്തുനിന്ന് കിട്ടിയാൽ നമ്മളുടെ വിഷൻ നടന്നു കഴിഞ്ഞു. കേൾക്കുന്നുണ്ടോ? അങ്ങനെയാണ് നമ്മൾ അതിനെ കാണുക. കേൾക്കുന്നുണ്ടോ? ഇതൊരു പേഴ്സണലി കമ്പനീനെ വളർത്താൻ ഒന്നിനുമല്ല. ഇത് ഈ നോളേജ്, നമുക്കറിയുന്ന ഈ നോളേജ് നിങ്ങളിലേക്ക് തന്നു എന്ന് പറയുന്ന ഒരു സംഗതി. അതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് സക്സസ് ആ പറയുന്ന കമ്പനിയുടെ തെരഞ്ഞെടുപ്പുകളിലോ ഒന്നുമല്ല. എന്നാൽ അത് വേണോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി വേണം. സഹായമായിട്ട് ഒരാത്മാവിന് വേണ്ടത് എന്താ? ബോഡിയാണ്. നമ്മൾ പറയില്ലേ, ബോഡി എന്നതാണ് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത്. ശരിക്കും ഒരു മനുഷ്യൻ ബോഡിയാണോ? ആത്മാവ് പോയി കഴിഞ്ഞാൽ എന്ത് ബോഡി? ഡെഡ് ബോഡി എന്നല്ലേ നമ്മൾ പറയുന്നത്. അതേപോലെ സ്റ്റോക്ക് മാർക്കറ്റിലെ ബോഡിയാണ് നോളേജുകൾ. ഏത് കമ്പനി എടുക്കണം, എപ്പോൾ വാങ്ങിക്കണം, എപ്പോൾ വെക്കണം, ബോഡിയാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്. അതാണ് മണി മാനേജ്മെന്റ് സ്കിൽ എന്ന് പറയുന്നത്. മണി മാനേജ്മെന്റ് സ്കില്ല് ഇല്ലെങ്കിൽ ആത്മാവ് പോയി കഴിഞ്ഞാൽ ബോഡി ഡെഡ് ബോഡിയാണ്. കമ്പനി ഏതാണെന്ന് നോക്കിയിട്ടോ എപ്പോൾ വാങ്ങിക്കണം, എപ്പോൾ വെക്കണം എന്നുള്ള ആ നോളേജുകളിൽ നമുക്ക് മെയിൻ സക്സസ് പറയില്ല. ആത്മാവ് എന്ന് പറയുന്ന മണി മാനേജ്മെന്റ് സ്കില്ല് വേണം. കേട്ടോ? ഓക്കെ ആണല്ലോ? അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇതിന്റെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോർഡിനേറ്റേഴ്സിനോട് ചോദിക്കുക. അവിടെ ഒരു സിൻസിയർ ആയിട്ടുള്ള ഒരു എഫേർട്ട്. പ്രോഗ്രാം കഴിയുമ്പോൾ ഒരു കാര്യം അവിടെ ഗ്യാരണ്ടി ആയിരിക്കണം. എന്റെ സ്റ്റോക്ക് മാർക്കറ്റ് സക്സസ് താങ്ക്ഫുൾ ആണ്, എനിക്ക് ഞാൻ കൊടുത്ത ഫീസിന് വർത്താണ്, 10 times എനിക്ക് വാല്യൂ കിട്ടിക്കഴിഞ്ഞു പ്രോഗ്രാം കഴിയുമ്പോൾ. അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യണം. അങ്ങനെ ഫീൽ ചെയ്യാത്തിടത്തോളം കാലം നമ്മൾ അതിലൊരു പരാജയമാണ്. അത് കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ പറയാനുള്ള ഒരു വേദിയുണ്ട്. ഒരുപാട് ആളുകൾ അങ്ങനെ പറയുന്നു എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റിക്കൊണ്ടിരിക്കുന്നു എന്നത് വലിയൊരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ പാർട്ടായിട്ട് ഞങ്ങൾ ഓർക്കുകയും ചെയ്യുന്നു. അപ്പൊ അതിനുവേണ്ടി വലിയൊരു ടീം ഉണ്ട് കേട്ടോ. നമ്മളെ വെറുതെ ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ 17 വർഷത്തോളം ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ് ഫീൽഡിലായിരുന്നു. ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് ഫണ്ട് മാനേജ്മെന്റിലുണ്ട്. അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണ് ഒരാൾ ഫണ്ട് മാനേജ് ചെയ്യിപ്പിക്കേണ്ടത് എന്നുള്ള രീതിയിലാണ് നമ്മൾ കൊണ്ടുപോവുക. ഒരു ടീം നമുക്ക് ഇവിടെ ഉണ്ട്. ആ ടീം നിങ്ങളെ ലൈവ് മാർക്കറ്റിൽ കൊണ്ടുപോയി പ്രോഫിറ്റ് എടുപ്പിച്ച് അതിൻ്റെ ഒരു സിസ്റ്റം നിങ്ങൾക്ക് മനസ്സിലാക്കി എന്ന് പറയുന്നത് വരെ ഒരു പ്രോഗ്രസ് കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പോയി നമുക്ക് ഈ പറയുന്ന പോലെ ഡ്രൈവിംഗ് പഠിച്ച് ഞാൻ റോഡിലൂടെ വണ്ടി ഓടിച്ചു എന്ന് പറയണം. അല്ലാതെ ആ അക്കാഡമിയുടെ ബിഗിനിങ് കോഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്, അതിലൊരു കാര്യമില്ല. ഇന്റർമീഡിയറ്റ് കഴിഞ്ഞു, ഒരു കാര്യമില്ല. നമുക്ക് അതിൽ റിസൾട്ട് എടുക്കാൻ പറ്റണ്ടേ? അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഐ വിൽ സ്പെൻഡ് ഹിയർ 10 more minutes, നോ പ്രോബ്ലം. പറഞ്ഞോളൂ. അതായത് ഫോറക്സ് എന്ന് പറയുന്നത്, ഫോറക്സ് 2 മാർക്കറ്റുകളുണ്ട്. ഒന്ന് സ്റ്റോക്ക് മാർക്കറ്റും ഫോറക്സ് മാർക്കറ്റും. നമ്മൾ പറയില്ലേ കാറും ഉണ്ട് ആംബുലൻസും ഉണ്ട് എന്ന് പറയില്ലേ. നമുക്ക് കാറ് നന്നായിട്ട് ഓടിച്ചവനെ മാത്രമല്ലേ ആംബുലൻസിലേക്ക് കയറ്റിയിരുത്താൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് പോലെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഒരു നോർമൽ കാറും ഫോറക്സ് മാർക്കറ്റ് ഒരു ആംബുലൻസും ആണ്. ആംബുലൻസിന് സ്പീഡ് കൂടുതലാണ്, കണ്ണിന്റെ ആംഗിൾ വളരെ കുറവായിരിക്കും, റോഡൊക്കെ സെയിം തന്നെ, ഡ്രൈവിംഗ് ഒക്കെ സെയിം തന്നെ. അതുകൊണ്ട് ചാഞ്ചാട്ടം കുറവുള്ള സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരാൾ മാസ്റ്റർ ആകാതെ ആംബുലൻസ് കയ്യിലെടുക്കരുത്. അതുകൊണ്ട് ഫസ്റ്റ് ഇരിക്കുക, എന്നിട്ട് കാല് നീട്ടുക എന്ന് പറയുന്ന പോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ ആദ്യം എക്സ്പേർട്ട് ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി അയാൾ ഫോറക്സിലേക്ക് എലിജിബിലിറ്റി വരികയാണ് ചെയ്യുക. കേട്ടോ? അങ്ങനെയാണ് അതിന്റെ പ്രോസസ്സ് വേണ്ടത്. അതുകൊണ്ടാണ് ആദ്യം പോയിട്ട് ഡ്രൈവിംഗ് അറിയാത്തവൻ ആംബുലൻസ് എടുത്തിട്ട് ഇടിച്ചെന്ന് പറയണതിൽ ഒരു കാര്യമില്ലല്ലോ. ഇടിക്കേണ്ടത് സ്വാഭാവികമല്ലേ, അതങ്ങനെ വരും. അപ്പൊ അതുകൊണ്ട് അത് ചെയ്യുക. പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ടോ ഇതിനകത്ത്? കാരണം എക്സാക്ട്ലി അങ്ങനെയല്ല. നമ്മൾക്ക് കുറെ ഒരു റോങ് ചിന്തയുണ്ട്. നമ്മൾ അതും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കയറിയിട്ടുള്ള കാഴ്ച എന്താണെന്ന് വെച്ചാൽ, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ആളുകൾ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കട്ടോ, ആളുകൾ കാലത്ത് 9:15 മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ലാപ്ടോപ്പ് ആയിട്ട് ഇരിക്കുന്നു, എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. 3:30 വരെ കഴിയുമ്പോൾ മാർക്കറ്റ് കഴിഞ്ഞു അവനെ പുറത്ത് ഇറങ്ങാൻ കാണുന്നത് ഈ മാർക്കറ്റ് കഴിയുമ്പോഴാണ്. അപ്പൊ മാർക്കറ്റിൽ നിന്ന് വെൽത്ത് ഉണ്ടാക്കാൻ മാർക്കറ്റ് ടൈമിൽ ഇരിക്കണം എന്ന് പറയുന്ന ഒരു മെസ്സേജ് ആണ് സബ് കോൺഷ്യസ് മൈൻഡ് അവിടെ എടുക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇറ്റ് ഇസ് എ ഡിസിഷൻ മേക്കിംഗ് സ്കിൽ. നമ്മുടെ കാലിന്റെ അളവ് 8 ഇഞ്ച് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ 10 ഇഞ്ച് ചെരുപ്പേ വെക്കുന്നുള്ളെങ്കിൽ നമ്മൾ അത് പോയി വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കാലിന് സൂട്ടബിൾ ആയിട്ടുള്ള ചെരുപ്പുണ്ടോ എന്ന് നോക്കി നമ്മൾ അതിലേക്ക് വരിക എന്ന് പറഞ്ഞ പോലെ, നമ്മളുടെ ജോലിയും നമ്മളുടെ ലൈഫ് സ്റ്റൈലിനും സൂട്ടബിൾ ആയ രീതിയിലേക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ മാറ്റുക.
ജോലിക്ക് പോകുന്ന എനിക്ക് മാർക്കറ്റിൽ ഇരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇല്ലാത്ത രീതിയിൽ ഇതിന്റെ മാർക്കറ്റിൽ ഇരിക്കാത്ത രീതിയിലുള്ള ഒരു സ്വിംഗ് മോഡിൽ നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാൻ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നമ്മുടെ ഇമ്പോർട്ടന്റ്. എന്താ? ഡ്രൈവിംഗ് പഠിക്കുക എന്നുള്ളതല്ല ഇമ്പോർട്ടന്റ്. എന്തിനാ ഡ്രൈവിംഗ് പഠിച്ചത്? ജോലിക്ക് പോകാനാണോ? ഒരു പർപ്പസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ സ്കിൽ എടുത്തത്? അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ കുറെ ട്രേഡ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും പഠിച്ചത് കൊണ്ട് കാര്യമില്ല. ഒരു വർഷമാകുമ്പോൾ എന്റെ ക്യാപിറ്റൽ എവിടെ കൊണ്ട് എത്തിക്കും എന്ന് പറയുന്ന ഫിനാൻഷ്യൽ പ്ലാൻ ആദ്യം എടുക്കണം. എന്നിട്ട് അത് കിട്ടാൻ വേണ്ടി സ്റ്റോക്ക് മാർക്കറ്റിനെ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യണം. അങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റ് സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ജോലിയുണ്ട്. ആ ജോലിയുള്ള സമയത്ത് ജോലിയോട് കൂടി തന്നെ എനിക്ക് ഈ ഫിനാൻഷ്യൽ പ്ലാൻ അച്ചീവ് ചെയ്യാൻ പറ്റുമോ? ചില ആൾക്കാർ പറയണോ എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റ് പാഷനാണ്, എങ്കിൽ അതിന്റെ പുറത്തിരുന്നോ. എനിക്ക് പാഷൻ അല്ല. ഒരാൾ അക്കൗണ്ടന്റ് പറയണോ എന്റെ ജീവിതാഭിലാഷം തന്നെ അക്കൗണ്ടന്റ് ആവാനാണ്. അപ്പൊ പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ് പഠിച്ച് എനിക്ക് ഇതിങ്ങോട്ട് മാറേണ്ട ആവശ്യമില്ലല്ലോ. ആ അക്കൗണ്ടിങ്ങിൽ നിങ്ങൾ ജോലി എൻജോയ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന സേവിങ്സിനെ സ്റ്റോക്ക് മാർക്കറ്റിനെ നിങ്ങളുടെ ജോലിയോടൊപ്പം തന്നെ കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റത്തിലേക്ക് എടുക്കൂ എന്നാണ് പറയുന്നത്. അതിൽ സ്വിംഗ് മോഡ് ഉണ്ട്. നിങ്ങൾക്ക് ഒരിക്കലും ഇതിന്റെ മാർക്കറ്റിലേക്ക് വരേണ്ട ആവശ്യമില്ല. ഇനി മാർക്കറ്റിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് സ്കില്ല. ഒരു ട്രേഡ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് നോക്കിയിരിക്കാനല്ലേ പറ്റുള്ളൂ. എന്തിനേ നോക്കിയിരിക്കുന്നത്? നോക്കിയിരുന്നിട്ട് ഉന്തി കയറ്റാൻ പറ്റുമോ? തള്ളി താഴിടാൻ പറ്റുമോ? വെറുതെ നോക്കിയിരിക്കുന്നതാണ്. അവിടെ സമയങ്ങളാണ് എഴുന്നേറ്റ് പൊക്കോടുന്നത്. കേൾക്കുന്നുണ്ടോ? കാരണം അത് ഡിസിഷൻ മേക്കിംഗ് സ്കില്ല. വാങ്ങിക്കുക എന്ന് പറയുന്ന ഒരു ഡിസിഷൻ എടുത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ നോക്കിയിരിക്കുന്നത് എന്തിനാ? നിങ്ങൾ ഇരുന്നാലും കയറും, ഇരുന്നില്ലെങ്കിലും കയറും. താഴെ വീഴും നിങ്ങൾ നോക്കിയിരുന്നോണ്ടൊന്നല്ലല്ലോ. അതുകൊണ്ട് ആ പറയുന്ന ഇതൊക്കെ ഒരു ഗിമ്മിക്കാണ്. നമ്മുടെ മൈൻഡിൽ കയറിയിരിക്കുന്ന സബ് കോൺഷ്യസിൽ കയറിയിരിക്കുന്ന ഒരു പിക്ചറാണ്. ഇതൊക്കെ നമുക്ക് ഉടയ്ക്കണം. അതുകൊണ്ട് മാർക്കറ്റിൽ എക്സ്പെർട്ട് ആവാൻ മാർക്കറ്റ് ടൈം വേണ്ട. അത് ഡേ ട്രേഡർക്കാണ്. ആ ഡേ ട്രേഡർക്ക് പോലും മാർക്കറ്റിൽ ഇരിക്കേണ്ട. ഡിസിഷൻ എടുത്തു കഴിഞ്ഞ് ഇവിടെ നിന്ന് വാങ്ങിക്കുന്നു, അവിടെ എത്തുമ്പോൾ വിൽക്കണം, ഓർഡർ ഇട്ട് വെച്ച് വരെ അവന് പോവാം. കേൾക്കുന്നുണ്ടോ? മാർക്കറ്റിൽ അതിന്റെ ആവശ്യമില്ല. കേൾക്കുന്നുണ്ടോ? എന്താണ് മെയിൻ? വീണ്ടും ഞാൻ പറയുന്നു, എന്താണ് മെയിൻ? ഫിനാൻഷ്യൽ പ്ലാൻ ആണ് മെയിൻ. ആ പെർസെന്റേജിലേക്ക് എത്തുക എന്ന് പറയുന്നതാണ് മെയിൻ. ലക്ഷ്യമുള്ളവന് ലക്ഷ്യമാണ് പ്രധാനം. അതിന്റെ ഒരു സോഴ്സ് ആണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. എനിക്ക് ജോലിയുണ്ട്, എനിക്ക് ഇത് നോക്കിയിരിക്കാനുള്ള സമയമൊന്നുമില്ല. അപ്പൊ ജോലിയോട് കൂടി തന്നെ എനിക്ക് ആ 50% ഇയർലി ഉണ്ടാക്കണം. ആ ജോലിയോട് കൂടി തന്നെ എനിക്ക് 50% ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയാണ് ചോദിക്കേണ്ടത്. അങ്ങനെ ചോദിച്ച് നമുക്ക് അതിലേക്ക് പോകണം. അതിന് മാർക്കറ്റ് അവിടെ നടക്കുന്നുണ്ടാവും, ഞാൻ ജോലി ഇവിടെ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നുണ്ടാവും. എന്നിട്ട് 50% എടുത്ത് എനിക്ക് കോമ്പൗണ്ടിങ്ങുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഫണ്ട് ഇങ്ങനെ വെൽത്തിലേക്ക് കൊണ്ടുപോകണം. ഒരിക്കലും കഷ്ടപ്പെട്ടാലൊന്നും പൈസ ഉണ്ടാവില്ല. പണം ഉണ്ടാകണമെങ്കിൽ പണത്തിന്റെ ഇരട്ടിപ്പിക്കുന്ന റൂള് കോമ്പൗണ്ടിങ്ങാ. ആ കോമ്പൗണ്ടിങ് ഇതുമായി കണക്ട് ചെയ്യാതെ ഒരുത്തനും വെൽത്ത് ഉണ്ടാവില്ല. അപ്പൊ ആ വെൽത്ത് ഉണ്ടാകണമെങ്കിൽ ഇതിലേക്ക് കോമ്പൗണ്ടിങ് എങ്ങനെ കൊണ്ടുവന്ന് ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ടാക്കും. വീടുണ്ടാക്കുമ്പോൾ നമ്മൾ അതല്ലേ ചെയ്ത്? ആദ്യം പ്ലാൻ അല്ലേ ചെയ്ത്? ആ ശരിമേനെ വിളിച്ച് കുറെ കഷ്ടപ്പെടുകയല്ലോ ചെയ്ത്. പ്ലാൻ അനുസരിച്ച് പണിതിട്ടാണ് പ്ലാനും ഉണ്ടാക്കിയ വീടും സെയിം ആവുന്നത്. അതുകൊണ്ട് ഫിനാൻഷ്യൽ പ്ലാനാ ഇല്ലാത്ത. ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ടാക്കിയിട്ട് അത് നേടാൻ സ്റ്റോക്ക് മാർക്കറ്റിനെ സോഴ്സ് ആയിട്ട് ഉപയോഗിക്കണം. അപ്പോൾ അതിൽ ജോലി ഉണ്ടെങ്കിൽ ജോലിയോടുകൂടി തന്നെ പോകുന്ന സിസ്റ്റം തിരഞ്ഞെടുക്കണം. കേൾക്കോ? അപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പറയും അയ്യോ ഇത് കൊള്ളാലോ, സ്റ്റോക്ക് മാർക്കറ്റിൽ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് അറിയുന്നേ ഇല്ലല്ലോ, ഐ എം വെരി എൻജോയിങ്. ഞാൻ അറിയുന്നില്ല, കാലത്ത് 10 മണിക്ക് ഇരുന്നിട്ട് വൈകുന്നേരം ഇത് അറിയുന്നേ ഇല്ല. അപ്പൊ ജോലിയുടെ ഇരട്ടി പൈസയും കിട്ടി. എങ്കിൽ നിങ്ങൾ ജോലി വിട്ടോ, ഇത് പാഷനാക്കി എടുത്തോ. കേട്ടോ? പാഷൻ ഉണ്ടാക്കിയെടുക്കുന്നതല്ല, ഉണ്ടാകുന്നതാണ്. ഓക്കെ, പാഷൻ ആക്കാൻ വേണ്ടി കളിക്കുകയും വേണ്ട. ഫിനാൻഷ്യൽ പ്ലാൻ അച്ചീവ് ചെയ്യാൻ പാഷൻ ആക്കേണ്ട ആവശ്യമില്ല. പാഷൻ ആക്കുന്നത് മാനസിക സന്തോഷത്തിനാണ്. കേൾക്കുന്നുണ്ടോ? ശരി ശരി ശരി, മനസ്സിലായി. താങ്ക് യു സോ മച്ച്. ഗുഡ്. ഇന്നത്തെ വെബിനാറിൽ ഒരു ഹൈലൈറ്റ് ആയി തോന്നിയ കാര്യം എന്ന് പറയുന്നത്, സാറ് പറയുന്ന പോയിന്റിലെല്ലാം അതിന്റെ പോസിറ്റീവും അതിന്റെ നെഗറ്റീവും പറഞ്ഞു പോകുന്നുണ്ട്. അതായത് ട്രേഡ് ചെയ്യുമ്പോൾ അതിൻ്റെതായ റിസ്ക് ഉണ്ട്. അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ മാത്രമേ നമുക്ക് അതിനൊരു പ്രോഫിറ്റ് ഉണ്ടാകുമെന്ന് എനിക്ക് മനസ്സിലായി. ഒരു കാര്യം, ഒരു ചെറിയൊരു തിരുത്തൽ ഞാൻ തിരുത്താം. ഞാനൊരു കാര്യം പറയാം. അവിടെ ചെറിയൊരു തിരുത്തൽ ആവശ്യമുണ്ട്. കാരണം നമ്മൾ പോകുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള, നമ്മൾ പോകുന്നത് ഒരു റിസ്ക് ഇല്ലാത്തത്. നമ്മളുടെ ആളുകൾ പറയും സ്റ്റോക്ക് മാർക്കറ്റിൽ റിസ്ക് ഉണ്ട് എന്നുള്ളത്. ഞാൻ പറയും നമുക്കൊരു റിസ്ക് ഇല്ലാത്ത ഒരു സിസ്റ്റം എടുത്തിട്ട് അതിനെ ഫോളോ ചെയ്യാം എന്നുള്ളത്. റിസ്ക് എന്ന് പറയുന്നത് ലോസിനാണോ ഉദ്ദേശിക്കുന്നത്? ഒരിക്കലും അങ്ങനെ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ലോസ് ഉണ്ടാവും. ലോസ് ഇല്ലാതെ ഈ സാധനം മുന്നോട്ട് പോകാൻ പറ്റില്ല. ജീവിതത്തിൽ ആരെങ്കിലും വിഷമം വരാൻ പാടില്ല എന്ന് പറഞ്ഞൊരു സൈക്കോളജി ക്ലാസ്സിൽ ചെയ്യാൻ പറ്റുമോ നമുക്ക്? അവിടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? വിഷമം വരട്ടെ. ഇപ്പൊ ആൾക്കാർക്ക് വിഷമം വരുമ്പോൾ നമുക്കൊരു സ്പോഞ്ചിൽ വെള്ളം ഒഴിച്ച പോലെ അത് അങ്ങ് ഒപ്പിയെടുത്തുകൊണ്ട് പോകും വിഷമം. ഇതുമായിട്ട് അങ്ങ് തീരും നമുക്ക്. അപ്പൊ നമ്മൾ പറയാണ് വിഷമം വരും. ആ വിഷമം വരുന്നത് നിങ്ങളുടെ ഉള്ളിലേക്ക് പോകാതെ ആ മുകളിലത്തെ ലെയറിൽ നിന്ന് അത് പൊക്കോട്ടെ. വിഷമം വന്നുകൊണ്ടേയിരിക്കും, നിങ്ങൾ അഫക്റ്റ് ചെയ്യില്ല. അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ ലോസ് വന്നുകൊണ്ടേയിരിക്കും. ലോസോട് കൂടി തന്നെ വെൽത്തിലേക്ക് പോകുന്ന ഒരു സിസ്റ്റം. ദർ ഈസ് ലോസ്, വെൽക്കം ലോസ്. കേൾക്കുന്നുണ്ടോ? ലോസോട് കൂടി തന്നെ വെൽത്തിലേക്ക് പോകാം. ലോസും വന്നാൽ ദുഃഖിക്കുകയും വേണ്ട, പ്രോഫിറ്റ് കണ്ടാൽ സന്തോഷിക്കുകയും വേണ്ട. പ്രോഫിറ്റ് കണ്ട് നന്നായിട്ട് ചെലവ് ചെയ്യുന്നവൻ ലോസ് വന്നാൽ കരഞ്ഞു മെഴുകും.
അപ്പൊ അതുകൊണ്ട് ലോസും ഇല്ല. ബിക്കോസ് നമ്മളിത് പൈസ കൊണ്ട് കളിക്കുന്ന ഒരു സംഗതി ആയതുകൊണ്ടല്ലേ ഇമോഷൻ വന്നേ. നമ്മൾ പറയാം കല്ല് കൊണ്ട് 5 കല്ല് കിട്ടി, 2 കല്ല് പോയി. ഓ എന്താ പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ലല്ലോ. ആ ഫീൽ ഉള്ളത് കൊണ്ടല്ലേ പ്രശ്നമായത് പൈസയുടെ. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ആ പൈസേനെ നമ്മളൊരു കല്ലുകളി പോലെയാക്കും. കാരണം അവിടെ കൂടിയാലും വലിയ സന്തോഷമില്ല, കുറഞ്ഞാലും സന്തോഷമില്ല. ആ ഒരു മൈൻഡായിട്ട് ഇരിക്കുമ്പോൾ ആഫ്റ്റർ 100 ട്രേഡ് നിങ്ങൾ നോക്കിയേ, ഇത് തുടങ്ങിയതിന്റെ മുകളിലാണല്ലോ നിൽക്കുന്നത്. പൂച്ചേനെ മുകളിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ 4 കാലുമല്ലേ താലെ വീഴുള്ളൂ എന്ന് പറയുന്നത് പോലെ നിങ്ങൾ തോൽക്കാൻ നോക്കിക്കോ സ്റ്റോക്ക് മാർക്കറ്റിൽ, അപ്പോഴും നിങ്ങൾ ജയിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് ദിസ് ഈസ് നോട്ട് അറ്റ് ഓൾ എ റിസ്കി ഗെയിം. റൈറ്റ് ലാംഗ്വേജിൽ പോകുകയാണെങ്കിൽ, നോളേജ് എടുത്തിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ റിസ്കി ഗെയിമാണ്. കാരണം അവൻ ആ നോളേജ് വർക്കാകണം. അവൻ പേടിച്ചിരിക്കും, ഇത് വർക്കായില്ല, പോയി. ഇന്ന് സ്ട്രാറ്റജി വർക്കായില്ല, പോയി. ആ സ്ട്രാറ്റജി വർക്കായി, പ്രോഫിറ്റ്. അവൻ എപ്പോഴും പ്രോഫിറ്റ് ലോസ് ഗെയിമാ. ഇപ്പുറത്ത് പറയണു ആ നോളേജും അല്ല, നോളജ് ഇന്ന് വർക്കായില്ലേ, നോ പ്രോബ്ലം, ക്യാപിറ്റൽ പ്രൊട്ടക്റ്റഡ് ആണല്ലോ, നോ പ്രോബ്ലം. ഇന്ന് നോളജ് വർക്കായി, ഓക്കെ, നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടി. വർക്കാകാത്ത ദിവസം ക്യാപിറ്റൽ പ്രൊട്ടക്റ്റഡ് ആണ്. കേൾക്കുന്നുണ്ടോ? നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ഡ്രൈവ് ചെയ്ത് എത്തിയില്ല, പക്ഷെ മരിച്ചില്ലല്ലോ, സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയില്ലേ. എന്നതുപോലെ നമുക്ക് എക്സിസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതൊരു റിസ്കി ഗെയിം അല്ല. സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ എ റിസ്കി ഗെയിം. കാരണം ആ സിസ്റ്റം, നമ്മൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റം സക്സസ് ആകണം. സിസ്റ്റത്തിന്റെ ബലത്തിലാണ് നമ്മൾ പോകുന്നത്. നമ്മളുടെ നോളേജിന്റെ ബലത്തിലോ നമ്മളുടെ സ്കില്ലിന്റെ ബലത്തിലോ അല്ല സ്റ്റോക്ക് മാർക്കറ്റിനെ സമീപിക്കുന്നത്. സക്സസ് സിസ്റ്റം ആണോ? എങ്കിൽ കയറിക്കോ. സിസ്റ്റം ഫോളോ ചെയ്യുക എന്ന് പറയുന്ന സാധനം, ആ സിസ്റ്റം സക്സസ് ആയിരിക്കണം. കേൾക്കുന്നുണ്ടോ? ദാറ്റ് മീൻസ് അതാണ് ഞാൻ പറയുന്ന മണി മാനേജ്മെന്റ് സിസ്റ്റം. ധൈര്യമായിട്ട് കയറിക്കോ. കാരണം നിങ്ങളോടല്ല ഞാൻ പറയുന്നത് കേട്ടോ, ധൈര്യമായിട്ട് കയറിക്കോ. ദാറ്റ് മീൻസ് സ്റ്റാർട്ട് ചെയ്തതിന്റെ മുകളിൽ ഇത് അവസാനിക്കുള്ളൂ എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു നിമിഷം നിങ്ങൾ ഇത് ലോൺ എടുത്തിട്ട് ഇതിലേക്ക് ക്യാപിറ്റൽ ഇറക്കും. ലോൺ എടുത്ത് ക്യാപിറ്റലിലേക്ക് ഇറക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ കൂടിയാണിത്. അത് റൈറ്റ് സിസ്റ്റം ആണെങ്കിൽ. അല്ലെങ്കിൽ നോളേജ് വെച്ചിട്ട് പോവുകയാണെങ്കിൽ കടം ഉണ്ടാക്കി കയറെടുക്കും. കാരണം ഭൂരിപക്ഷം നമ്മൾ കണ്ടതേ, ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മൾ കാണുന്നത് ഭൂരിപക്ഷം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒന്ന് ശ്രദ്ധിച്ചോട്ടോ, ദിസ് ഇസ് സൈക്കോളജിക്കൽ. അതായത് ഭൂരിപക്ഷം ചെയ്യുന്നത് ഒരേ കാര്യമാണെങ്കിൽ നമ്മൾ അത് ശരിയാണെന്നാണ് വിചാരിക്കുന്നത്, അല്ലെ? ഭൂരിപക്ഷം ചെയ്തതുകൊണ്ട് ഒരു കാര്യം ശരിയാവുമോ? സപ്പോസ് ഞാൻ ഒരു കഥ പറയാം. ഇപ്പൊ സിനിമകളൊക്കെ ചില സിനിമകൾ തുടങ്ങുന്ന സമയത്ത് കാർട്ടൂൺ മോഡിൽ പേര് എഴുതി കാണിക്കില്ലേ, പണ്ട് ഒരു സ്ഥലത്തുണ്ട് എന്നൊക്കെ പറയുന്ന പോലെ. അതുപോലെ ഒന്ന് വിഷ്വലൈസ് ചെയ്തേ. ജസ്റ്റ് ഒന്ന് ഞാൻ പറയുന്ന ഒരു കാര്യം ഒന്ന് വിഷ്വലൈസ് ചെയ്യണം കേട്ടോ. ഞാനിനി പറയുമ്പോൾ ഒരു ഐലൻഡ് തുടങ്ങുകയാണ്. ഒരു ഐലൻഡിലേക്ക്, ഒരു ഐലൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥലം, ദാറ്റ് മീൻസ് ഒരു ഉൾനാടനായിട്ട് കിടക്കുന്ന, ആരും കാണപ്പെടാത്ത ഒരു ഐലൻഡ്. അവിടെ ഒരു കാട്ടുവാസികളെ പോലെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര്. അവരെ കുറിച്ച് ഇങ്ങനെ ക്യാമറ ഇങ്ങനെ ആ നാട്ടിലേക്ക് പോകുന്നതായിട്ട് നോക്കിക്കോ. അവർ നോക്കുമ്പോൾ ഉണ്ടല്ലോ, വാഴപ്പഴം ഉണ്ടല്ലോ, ബനാന അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, ആ പഴം അവർ കളഞ്ഞിട്ട് തോലാണ് തിന്നുന്നത്. ആ നാട്ടുകാർ വർഷങ്ങളായിട്ട് 100-150 വർഷങ്ങളായിട്ട് ഇവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന പഴത്തോലാണ്, പഴം കളയും. ആ നാട്ടിൽ പഴത്തിന്റെ ഒരു മേളമാണ്, ഭയങ്കരമായിട്ട് വേസ്റ്റ് ആവുകയാണ്. ഒരു തോല് പോലും കാണില്ല, കാരണം ഇതൊക്കെ തിന്നുകയാണ് ചെയ്യുന്നത്. ഒരു ആരോഗ്യം മെച്ചപ്പെടുന്നില്ല. ഒരു ദിവസം നിങ്ങൾ കടലിലൂടെ സാമൂതിരി വന്ന് കാപ്പാട് വന്ന് നമ്മളെ ഇത് ഇറങ്ങുന്നത് പോലെ നിങ്ങൾ ആ നാട്ടിൽ ചെന്ന് ഇറങ്ങുന്നു. വിഷ്വലൈസ് ചെയ്തോളൂ. നിങ്ങൾ ചെന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾ കാണുന്ന കാഴ്ച അവിടെ നിറച്ച് പഴം കിടക്കുകയാണ്, തോല് പോലും ഇല്ല. അങ്ങനെ നിങ്ങൾ അവിടെ ഒരു വീടെടുത്ത് താമസിച്ചു. ഒരു ദിവസം മാർക്കറ്റിൽ എത്തിയപ്പോൾ നിങ്ങൾക്ക് വിശന്നു, ഒരു കൊല പഴം തൂക്കിയിട്ടെന്ന് നിങ്ങൾ ഒരു പഴം ഉലിഞ്ഞിട്ട് പഴം കഴിച്ചിട്ട് തോല് അവിടെ ഇട്ടു. ആദ്യമായിട്ട് ആ നാട്ടുകാര് വർഷങ്ങളായിട്ട് കാണും, ഭൂരിപക്ഷം ഫോളോ ചെയ്യുന്ന സിസ്റ്റമാണ് പഴത്തോല് തിന്നുക എന്ന് പറയുന്ന സാധനം. ആദ്യമായിട്ട് നിങ്ങൾ ഒരു പഴം തിന്ന ആ തോല് അവിടെ ഇട്ടപ്പോ അവര് തിന്നണ സാധനമാണ് നിങ്ങൾ പുറത്തിട്ടത്. ആ നാടിന്റെ റൂള് തെന്മാവൻ കുമ്പത്തിൽ മോഹൻലാലിനെ പിടിച്ച് കെട്ടിയിട്ട പോലെ നിങ്ങളെ ചിലപ്പോൾ കെട്ടിയിടും, വധശിക്ഷയ്ക്ക് ചിലപ്പോൾ വിധിക്കും. ആ സമയത്ത് നിങ്ങളുടെ ഉള്ളിലൊരു വിങ്ങലില്ലേ, എന്താടോ ഈ കാണിക്കുന്നത്, പഴം തിന്നടോ, ആ തോലെടുത്ത് കളയുന്നിട്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് ഒരു കൺവിൻസ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നില്ലേ? ആ ബുദ്ധിമുട്ടിലാണ് ഞാനിപ്പോ ഇരിക്കുന്നത്. പഴത്തോലെന്ന് പറയുന്ന നോളേജ് ഭൂരിഭാഗം ആളുകൾ തിന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ടായ 1600-ാമത്തെ ആണ്ട് മുതൽ നോളേജ് തീറ്റയാണ്. പഴത്തിന്റെ തോല് തിന്നുന്ന പോലെ അതിന്റെ ആ കളഞ്ഞുകൊണ്ടിരിക്കുന്ന പഴമായ മണി മാനേജ്മെന്റ് അല്ലേ, അതൊന്നും എടുത്ത് തിന്ന് നോക്കിയേ, കാണാൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത ക്യാപിറ്റലിന്റെ മുകളിൽ. സോ നമുക്ക് നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ, നിങ്ങൾ പഴം തിന്നിട്ട് തോല് കളഞ്ഞപ്പോൾ അവർ നിങ്ങളെ പിടിച്ചിട്ട് തല്ലിയില്ലേ, ആ സമയത്ത് നമുക്ക് അവിടെ ഒരു പരസ്യമായിരുന്നെങ്കിൽ എഴുതി കാണിക്കാം, മെജോറിറ്റി ഈസ് നോട്ട് ഓൾവേസ് റൈറ്റ്, അല്ലെ? മെജോറിറ്റി എല്ലാ സമയത്തും ശരിയാവണമെന്നില്ലല്ലോ, റൈറ്റ്? അപ്പോ നമ്മൾക്ക് പ്രോഗ്രാംഡ് ആയിട്ട് വന്ന റോങ് ഇൻഫോർമേഷനിൽ നോളേജ് എടുപ്പ് തുടരുകയാണ്. എന്റെ അച്ഛനും എടുത്തിരുന്ന നോളജ് സ്റ്റോക്ക് മാർക്കറ്റിലുള്ളപ്പോൾ ഞാനും എടുക്കുകയാണ്. ഇനി എന്റെ മോന് ഇത് തന്നെ തുടരാൻ പോകുന്നത്. അവിടെ നമുക്ക് എന്താ വരിക? പ്രോഫിറ്റ് ലോസ്, പ്രോഫിറ്റ്. ഈ നോളജ് വർക്കായ പ്രോഫിറ്റ്, ഈ നോളജ് വർക്കായില്ലെങ്കിൽ ലോസ്. ഇത് വെൽത്തിലേക്ക് പോവില്ല. കേൾക്കുന്നുണ്ടോ? വെൽത്തിലേക്ക് പോകണമെങ്കിൽ മണി മാനേജ്മെന്റ് സിസ്റ്റം വേണം. അതുകൊണ്ട് കമ്പനികൾ ഫണ്ട് മാനേജർ എന്നല്ലേ കേൾക്കാറ്?
ഫണ്ടാ മാനേജ് ചെയ്യേണ്ടത്, മണിയാ മാനേജ് ചെയ്യേണ്ടത്, നോളേജ് അല്ല. ഗോട്ട് ഇറ്റ്? അപ്പൊ ഓട്ടോമാറ്റിക് സക്സസ് എന്ന് പറയുന്ന ഒരു സാധനം അവിടെ വരും. ഓട്ടോമാറ്റിക് സക്സസ്. അപ്പൊ ഇത് ഏത് ചോദ്യത്തിൽ നിന്ന് ഉണ്ടായതാണ്? റിസ്ക് ആണോ എന്നുള്ളത്. റിസ്ക് അല്ല എന്നാ ഞാൻ പറയുന്നത്. റൈറ്റ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ റിസ്ക് അല്ല. ഇപ്പൊ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്ന സാധനമാണെങ്കിൽ റിസ്ക് ആണ്. കാരണം നോളജ് വർക്കായ കാശ് കിട്ടും, ഇല്ലെങ്കിൽ ലോസ് ആണ്. അതെ, അവൻ ഇന്നലെ വരെ പ്രോഫിറ്റിലായിരുന്നു, ഇന്നത്തോടുകൂടി കഴിഞ്ഞ് എന്തൊരു നല്ല ചെക്കനായിരുന്നു സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞ് കളിച്ചു കളഞ്ഞതാണ്. ഇത്രയോ ആൾക്കാരെ റിലേറ്റീവ്സ് അങ്ങനെ ഉണ്ട് ഈ പാർട്ടിന്റെ ഉള്ളിലിരിക്കുന്ന ആൾക്കാരുടെ, ഇല്ലേ? എനിക്ക് അങ്ങനെ ഒരുപാട് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഓൾമോസ്റ്റ് ഒരു 10,000 മണിക്കൂർ ട്രെയിനിങ് കഴിഞ്ഞു കേട്ടോ. ഒരുപാട് സ്റ്റുഡൻസ് ഇതിലുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്തകൾ, എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്, ഇനി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്, എല്ലാം നമ്മൾ പറയില്ല എൻ്റെ സ്വഭാവം വേറെയാണ്, അങ്ങനെയൊന്നുമില്ല. ആകെ 27 സ്വഭാവങ്ങളേ ഉള്ളൂ ലോകത്ത്. അതിലൊരു സ്വഭാവത്തിൽ നിങ്ങളെ പെടുത്താൻ 3-4 ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് മനസ്സിലാവും. ഏതാണ് നമ്മളെ സ്വഭാവം. നമ്മളുടെ ഡിറ്റോ കോപ്പികളാണ് പുറത്തുള്ളത്. ഇവിടെ തന്നെ ഒരേ ക്യാരക്ടറുള്ള 2-3 ചോദ്യം ചോദിച്ചാൽ ഒരേ ക്യാരക്ടറുള്ള ആള് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെയാണ് ചിന്തിക്കാൻ പോകുന്നത് വരെ പറയാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകും. അപ്പൊ അതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് നോളേജ് ഏരിയ അല്ല. ഇറ്റ് ഈസ് എ മണി മാനേജ്മെന്റ് ഗെയിം, നോട്ട് എ നോളേജ് ഗെയിം. നോളേജ് ഗെയിമിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഗാംബ്ലർ ആണെന്നുള്ള സത്യം ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ആ സിസ്റ്റം പഠിച്ചിട്ട് നമുക്കിത് ഭംഗിയായിട്ട് വെൽത്തിലേക്ക് കൊണ്ടുപോകാം. ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഭംഗിയായിട്ട് വെൽത്തിലേക്ക് കൊണ്ടുപോകാം. നമ്മൾ അവിടെ ചില ചിന്തകൾ വരും. ഞാനത് ഒരിക്കലും നിങ്ങളെ കോഴ്സിലേക്ക് ക്ഷണിച്ചു വലിച്ചിടുകയല്ല കേട്ടോ. വലിച്ചിടുക ബിക്കോസ് ഇറ്റ് ഇസ് എ ബിഗ് റെസ്പോൺസിബിലിറ്റി ആണ്. കാരണം നിങ്ങളൊരു എമൗണ്ട്, നമ്മളൊരു മൊബൈൽ വാങ്ങിച്ചാൽ എത്ര വർഷം യൂസ് ചെയ്യും? 2, 1, 3 വർഷം യൂസ് ചെയ്യുമായിരിക്കും, അല്ലെ? ആ പണമാണ് നമുക്ക് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ബിഗ്ഗസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മളിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുന്ന സംഗതിയല്ലേ. അപ്പൊ അതിന് 3M പഠിക്കുന്ന എവിടെയും നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കാം. ഇവിടെ ആവണമെന്നൊന്നുമില്ല. 3M പഠിപ്പിക്കുന്ന എവിടെ, 3M എന്ന് പറയുന്ന സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്ത സിസ്റ്റമാണ്. ഞാൻ ആ കോൺസെപ്റ്റാ പറഞ്ഞത്. നോളേജിന്റെയും മണി മാനേജ്മെന്റിന്റെയും മൈൻഡിന്റെയും കോമ്പിനേഷൻ, അതാണ് 3M എന്ന് പറയുന്നത്. ആ സിസ്റ്റം പഠിപ്പിക്കുന്നിടത്ത് നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കാം. അല്ലാത്ത ഒരു സ്ഥലത്തും 1 രൂപ പോലും വെറുതെ സ്പെൻഡ് ചെയ്യരുത്. സമയം പോകും, പോയിസൺ തലച്ചോറിലേക്ക് കയറുകയും ചെയ്യും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പൈസ പോകുന്നതോ അല്ല പ്രോബ്ലം, വെറുതെ ഫ്രീ ആയിട്ട് പോയിസൺ മേടിച്ച് തിന്നുന്ന പോലെ ഉണ്ടാവും. അതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കുകയാണെങ്കിൽ നോളേജിന്റെയും മൈൻഡിന്റെയും മണി മാനേജ്മെന്റിന്റെയും കോമ്പിനേഷൻ ആയിരിക്കണം പഠിക്കേണ്ടത്. അത് എവിടെ നിന്നായാലും ഓക്കെയാണ്. അപ്പോൾ ആ രീതിയിലേക്ക് പഠിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഭംഗിയായിട്ട് വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകാം. നമ്മൾ പറയില്ലേ, ജീവിത ചെലവിനുള്ള പൈസയല്ല, ഒരു ആസ്തിയാക്കാൻ പറ്റുന്ന സംഗതി. അതിന് കോമ്പൗണ്ടിങ് ഒക്കെ ഇതിലേക്ക് മിക്സ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ഒക്കെ നമുക്കുണ്ട്. ആ സംഗതി പഠിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ജോലിയോടൊപ്പം തന്നെ സിമ്പിൾ ആയിട്ട് കൊണ്ടുപോകും കേട്ടോ. സ്റ്റോക്ക് മാർക്കറ്റ് പഠിച്ചു കഴിഞ്ഞിട്ട് ഇതിന്റെ പുറകെ നിൽക്കേണ്ട ആവശ്യമില്ല ഇതിൽ സക്സസ് ആകാൻ. ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഹലോ. യെസ് പ്ലീസ് ഹലോ. പറയൂ. പറയൂ. സർ, എന്നെ സംബന്ധിച്ചേ എനിക്ക് ഒന്നും അറിയാൻ പാടില്ല. ഉം. സ്റ്റോക്ക് എന്താണെന്നോ ട്രേഡിംഗ് എന്താണെന്നോ ഞാൻ ബിഗ് സീറോ ആണ്. സത്യത്തിൽ സാർ ഈ കോമ്പൗണ്ടിങ് പെർസെന്റേജ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അയ്യോ എനിക്ക് പറ്റാത്തൊരു സ്ഥലമാണോ എന്നുള്ളൊരു ടെൻഷനാണ്. മാത്സിലൊക്കെ എനിക്ക് ടെൻഷനുള്ളൊരു സബ്ജക്റ്റ് ആണ്. പക്ഷെ എനിക്ക് ട്രേഡിംഗ് ഒക്കെ എനിക്ക് കുറച്ച് സമയമുണ്ട് വർക്കിനിടയിൽ. അപ്പൊ അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണോ എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണോ എന്ന് അറിയാനായിട്ടാണ്. പിന്നെ ഈ എന്താണ് ചില സമയങ്ങളിൽ ഇപ്പം നമ്മൾ സെല്ല് ചെയ്യണോ ബൈ ചെയ്യണോ അതൊക്കെ ഇങ്ങനെ ക്രിട്ടിക്കൽ തിങ്കിങ് അതൊക്കെ ചില സമയത്ത് മിക്കവാറും തെറ്റിപ്പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതൊക്കെ എനിക്ക് പറ്റിയൊരു സാധനമാണോ എന്ന് അറിയണം. അതെന്റെ ഒരു ഡൗട്ടാണ്. ആൻസർ പറയട്ടെ. പറഞ്ഞോളൂ. 4+3 7 ആണെന്നും 5+2 7 ആണെന്നും 6+1 7 ആണെന്നും എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ സംഗതി നിങ്ങൾ മാസ്റ്റർ ആവും. ദിസ് ഈസ് സിമ്പിൾ. വേറെ ഒന്നും അതിൻ്റെ അകത്തില്ല. മനസ്സിലായോ? അത്രേ അതിന് ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ കേട്ടിട്ടുള്ള കുറെ സാധനങ്ങളൊക്കെ ഞാൻ പൊളിക്കും. കേൾക്കുന്നെന്ന് വെച്ചാൽ ഇതിൽ അതായത് നമ്മൾ കേട്ടിട്ടുള്ളത് ഇപ്പൊ ഈ പ്രോഗ്രാമിലേക്കാണ് നിങ്ങൾ വരുന്നത് എങ്കിൽ ബിഗിനർക്കാണ് സക്സസ് ചാൻസ് കൂടുതൽ. കാരണം എംപ്റ്റി ബ്രെയിൻ ആണ്. നമ്മൾ പറയുന്ന സിസ്റ്റം സിമ്പിൾ ആയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാം. സോ കോൾഡ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പഠിച്ചതിനെ ഞാൻ പൊളിക്കുകയാണ് ചെയ്യുക. നിങ്ങൾ സിമ്പിൾ ആയിട്ട് നോക്കിയേ, ഇപ്പൊ യൂട്യൂബിലൂടെ പഠിക്കുകയും അക്കാഡമികളിലൂടെ പഠിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ ആ പഠിച്ചവനെ ആദ്യം എന്ത് ചെയ്യണം? അൺലേൺ ചെയ്യിക്കണം, എടുത്ത് കളയണം അവന്റെ തലേന്ന്. അല്ലെങ്കിൽ ഇതും അതും കൂടെ അവൻ പറയാം അവിടുന്ന് പഠിച്ച അങ്ങനെയല്ലല്ലോ, ഇവിടുന്ന് അവർ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യും. ബിഗിനർ ഇങ്ങനെ അടിച്ച് മുകളിലേക്ക് കയറുമ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രം ഞാൻ വേറെ ക്ലാസ്സുകൾ വെച്ചിട്ടുണ്ട് ഇവരെ ഒപ്പം ഒന്നാക്കാൻ വേണ്ടിയിട്ട്. കേൾക്കുന്നുണ്ടോ?
ഓക്കെ, ഇവിടുത്തെ എക്സ്പീരിയൻസ് അങ്ങനെയാണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ആഫ്രിക്കയിലുള്ള ഒരു ഗോത്ര ഭാഷയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ജപ്പാനും ജർമ്മനും ഫ്രഞ്ചും ചൈനീസും ഒക്കെ അറിയുന്ന ഇവനും ഒന്നും അറിയാത്ത ഒരു സാധാരണ ഒരു 6ാം ക്ലാസ്സിലുള്ള ഒരു കുട്ടിയും ഈ ഗോത്ര ഭാഷ പഠിക്കാൻ പോകുമ്പോൾ അവരെല്ലാം സെയിം ആണ് അല്ലെ, ഇവനൊന്നും ഉപകരിക്കില്ലല്ലോ, സെയിം ആണ്. അതേപോലെ ഈ സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്ത സിസ്റ്റമാണ്. അവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളും ബിഗിനർ ആയിട്ടുള്ള ഒരാളും എല്ലാം സെയിം ആണ്. അപ്പോൾ നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം? ബുർജ് ഖലീഫയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ ഏതാന്ന് ചോദിച്ചപ്പോൾ 120ാമത്തെ ഏരിയ അല്ല നിങ്ങൾക്കറിയാം. നിങ്ങൾ പറയും അതിന്റെ തറയാണ്, ഫൗണ്ടേഷൻ ആണ്. ഞാൻ പറയും തറയോ ഫൗണ്ടേഷനോ അല്ല, അതിന്റെ അടിയിൽ പൈൽ ചെയ്തിരിക്കുന്ന ഏരിയ ആണ്. പൈലിംഗ് പോയ ഏരിയ അല്ലേ, താഴേക്കുള്ള ഏരിയ അല്ലേ ആ പിടിച്ചു നിർത്തുന്നേ. അതേപോലെ ബേസിക് തൊട്ടല്ല നമ്മൾ തുടങ്ങാൻ പോകുന്നത്, പ്രീ ബേസിക് തൊട്ടാ തുടങ്ങാൻ പോകുന്നത്. എവിടെ തൊട്ടാണ്? പ്രീ ബേസിക് തുടങ്ങണം. ബേസിക്കിന് മുൻപ് പൈലിംഗ് അണ്ടർഗ്രൗണ്ടിൽ നിന്ന് തുടങ്ങണം നമുക്ക് ഈ സബ്ജക്ട്. അപ്പൊ അതുകൊണ്ട് ഒരാളെ സക്സസ് ആക്കാൻ ഉള്ളത് റെസ്പോൺസിബിലിറ്റി എന്റെയാണ്. നിങ്ങളെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഒരാൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു പഠനം ഉണ്ടോ എന്ന് ചോദിച്ചില്ലേ, ഇവിടെ ഞാൻ നിർത്തിയിട്ട് ഒരു സ്റ്റോക്കിന്റെ ECG പോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ട്, അത് നിങ്ങളെ കൊണ്ട് ഞാൻ 10 എണ്ണം ഇവിടെ പറയിപ്പിക്കും, ഓരോരുത്തരെ കൊണ്ടും പറയിപ്പിക്കും. 100 ആളുണ്ടെങ്കിൽ 100 × 10,000 സ്റ്റോക്ക് ഇവിടെ ഇരുന്ന് നമ്മൾ അനലൈസ് ചെയ്യും. അതൊരു പ്രാക്ടിക്കൽ സിസ്റ്റം ആണ്. പ്രാക്ടിക്കൽ ഇല്ലാതെ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ECG കണ്ടിട്ട് ഡോക്ടർ പറയാറില്ലേ 3 മണിക്കൂറുള്ള വേഗം പൊക്കോളൂ എന്ന് പറയാറില്ലേ? അത് ജ്യോതിഷമൊന്നുമല്ലല്ലോ. അതേപോലെ ഓരോ സ്റ്റോക്കിനും ഓരോ ECG ഉണ്ട്. ആ ECGയിൽ കൃത്യമായിട്ട് പറയും വരാൻ പോകുന്ന മുകളിലേക്കാണോ താഴേക്കാണോ എന്നുള്ളത്. അത് നിങ്ങൾ എന്നോട് പറഞ്ഞ് എനിക്ക് തരുന്ന സിറ്റുവേഷൻ വരെ ഞാൻ കൊണ്ടെത്തിക്കും. അത് എത്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതെന്റെ കഴിവുകേടായിട്ട് എടുത്തു. കേട്ടോ അവിടെ കേൾക്കുന്നത്? അപ്പോൾ ഞാൻ പഠിക്കാൻ വരുന്ന ആളുകളോടുള്ള മൈൻഡ് സെറ്റ് പറയാം. ഇങ്ങനെയാണ് ഇവിടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്ന ആളുകളോട് ഞാൻ ഓറിയന്റേഷൻ ക്ലാസ്സിൽ പറയുന്ന ഒരു ടോപ്പിക് പറയാം. ടോപ്പിക് ഇത്രയേ ഉള്ളൂ. ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആകാൻ വന്ന ആളാണ്. എന്നെ നിങ്ങൾ അനലിസ്റ്റ് ആക്കി തരാന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ജോയിൻ ചെയ്യിപ്പിച്ച. ഞാൻ ഇതേ നിങ്ങൾ പറഞ്ഞ പോലെ ഇരുന്നൊരു എനിക്ക് ഒരു സാധനം അറിയില്ല, വട്ടപൂജയാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എവിടെ കേട്ടിട്ടുണ്ടെന്നല്ലാതെ എനിക്കൊന്നും അറിയില്ല. എന്നെ നിങ്ങളൊന്ന് അനലിസ്റ്റ് ആക്കി കാണിക്കുക, ഞാൻ ഒന്ന് കാണട്ടെ എന്ന് പറയുന്ന മൈൻഡ് സെറ്റിലായിരിക്കണം ഇവിടെ ഇരിക്കേണ്ടത്. കേട്ടോ, ആ മൈൻഡ് സെറ്റിലായിരിക്കണം ഇരിക്കേണ്ടത്. അപ്പൊ ഞാൻ പറയുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ അവസാനം ക്ലാസ് ഫിനിഷ് ചെയ്യുന്ന ദിവസം ഇപ്പൊ ഞാൻ ചോദിച്ച പോലെ ചോദിക്കും, ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് പറയാം. കേട്ടോ, ഓക്കെ. അപ്പൊ അവിടെ ഞാൻ പറഞ്ഞത് സിമ്പിൾ ആണ്. ഇതിനെ ഞാൻ പറഞ്ഞു സക്സസ് എന്ന് പറയുന്ന സാധനം വെരി സിമ്പിൾ. നമ്മുടെ മൈൻഡിലുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്, ഒന്നും വേണ്ട, ബൈ സെൽ ഒക്കെ വിട്ടേക്ക്, ആവശ്യമില്ലാത്ത സാധനങ്ങൾ അതൊക്കെ. കേട്ടോ, നമ്മള് കിച്ചണിൽ ഒരു ചായ ഉണ്ടാക്കുന്നതും സാമ്പാർ ഉണ്ടാക്കുന്നതുമായ ഒരു എക്സാമ്പിളുകൾ മതി സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കാൻ. അതുകൊണ്ട് നമ്മൾ കിച്ചണിലൂടെ ആയിരിക്കും പോകുന്നുണ്ടാവും. ഒരു സ്റ്റോറി ബേസ് നമുക്ക് പോവാം. അവസാനം എത്തുമ്പോൾ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ എക്സ്പേർട്ട് ആയിട്ടുണ്ടാവും. കേട്ടോ, അതുകൊണ്ട് ജസ്റ്റ് ഇതൊരു കോമൺ സെൻസ് ഏരിയയാണ്. അവിടേക്ക് അത് മതി. 5+2 3+4 6+1 7 ശരിയാണല്ലോ എന്ന് പറയുന്ന ആ കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ മാസ്റ്റർ ആകാം. ഓക്കെ, യു ക്യാൻ ട്രസ്റ്റ് ബ്ലൈൻഡ് ആയിട്ട് ട്രൈ ചെയ്തോളൂ. ബ്ലൈൻഡ് ട്രസ്റ്റിന്റെ തലയിലിട്ടോളൂ. എന്നിട്ട് ഞാൻ ചോദിക്കാം അവസാനത്തെ ക്ലാസ് കഴിയുമ്പോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ ഈ കോഴ്സ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നതെന്ന് തോന്നുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം മുതല് സാറിന് ടോക്സ് കേട്ടോണ്ടിരിക്കുന്ന ഒരിക്കലും അങ്ങനെയുള്ളൊരു ഫീൽ എനിക്ക് തോന്നിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ലാസ്റ്റ് ക്ലാസ് കഴിയുമ്പോ ഞാൻ പെടൂലേ അല്ലേ? കാരണം ഒരേ സമയം കുറച്ച് ഇതുപോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ട് ഞാൻ ഇങ്ങനെ ടോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ നിങ്ങളുടേത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ബാക്കി എല്ലാവരും മാഡം ഇന്ന് ചേർന്ന് ഇത്ര രൂപ, മാഡം ഇന്ന് ചേർന്ന് ഇത്ര രൂപ, നിങ്ങൾക്ക് അതുണ്ട് ഇതുണ്ട് ആ സാധനം ഉണ്ട് ഈ സാധനം ഉണ്ട്. പക്ഷെ നിങ്ങളുടെ ഫാക്കൽറ്റി ഇതുവരെ എൻ്റെ അടുത്ത് അങ്ങനത്തെ ഒന്നും സംസാരിച്ചില്ല കേട്ടോ. നിങ്ങൾ കേക്കൂ തീരുമാനിക്കൂ എന്നേ അവര് പറയുന്നുള്ളൂ. അതൊരു സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷനും കൂടിയാണ്. കാരണം നമ്മൾ കോഴ്സ് എടുക്കാനല്ല ഇരിക്കുന്നത്. നമുക്കൊരു ഡ്രീം, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഞാൻ പണം എന്നുള്ളതിന്റെ റിയൽ കണ്ടന്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എന്നൊരു വാക്ക് എടുത്തിട്ട് അലക്കുന്നില്ല ആൾക്കാർ. ഞാൻ ലോക്കൽ ലാംഗ്വേജ് പറയാം. എടുത്തിട്ട് അലക്കി യൂസ് ചെയ്യുന്ന ഒരു സാധനം ഫിനാൻഷ്യൽ ഫ്രീഡം. ഈ സാധനം ആത്മാവിൽ തൊടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാണ് ഫിനാൻഷ്യൽ ഫ്രീഡം? അപ്പോൾ നിങ്ങൾക്ക് പൈസനോട് വലിയ ആർത്തി ഉണ്ടാവില്ല. കേൾക്കുന്നുണ്ടോ? എനിക്ക് ആവശ്യമായ സാധനം, എനിക്ക് വെള്ളം, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാനുള്ള വെള്ളമുണ്ട് എന്ന് വെച്ചിട്ട് ഞാൻ എന്റെ വീട് നിറയെ ടാങ്ക് കണക്കിന് ഞാൻ വെള്ളം എടുത്ത് വെക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അതേപോലെ പൈസ ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ സാധനത്തിന്റെ പേര് എന്തെന്ന് വന്നത്? മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. കേൾക്കുന്നുണ്ടല്ലോ? മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. അത് മനസ്സിലാകുമ്പോൾ അപ്പോ നിങ്ങളിലേക്ക് ആ സാധനം വന്നു ഓക്കെ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ ഒരു ടെസ്റ്റും ഉണ്ടാവും. എങ്ങനെയാന്ന് വെച്ചാൽ നല്ല ട്രേഡ് കണ്ടാലും നിങ്ങൾ എടുക്കാത്തൊരു സമയം വരും.
കാരണം നാളെ ഇത് തന്നെ എടുക്കാമല്ലോ. എന്തിനിപ്പോ ഇന്ന് തന്നെ കിടന്ന് ആർത്തി കാണിക്കേണ്ട, നാളെ ഇത് തന്നെ ഉണ്ട്. കാരണം ഞാൻ എന്റെ ഫിനാൻഷ്യൽ പ്ലാൻ കോമ്പൗണ്ടിങ് ആയിട്ട് കണക്ട് ചെയ്ത് അത് അങ്ങനെ പോട്ടെ. അതിനുവേണ്ടി ഇങ്ങനെ കിടന്ന് വർക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. 365 ദിവസമുണ്ട്. എനിക്ക് വ്യക്തമായ ഒരു സാധനമുണ്ട്. ഇന്നും ഞാൻ പറയുന്നത് പോകുന്നുണ്ട്, നാളെയും പോകുന്നുണ്ട്. എറണാകുളം ടു ട്രിവാൻഡ്രം ഒരു ബസ് റൂട്ട് ഉണ്ടെങ്കിൽ നല്ല സീറ്റുള്ള ബസ്സിന്റെ മുതലാളിയുടെ ബസ്സും കുത്തിക്കീറിയിട്ടുള്ള സീറ്റുള്ള ബസ്സിന്റെ മുതലാളിയുടെ ബസ്സും ഒക്കെ പോകുന്ന ഒരേ റൂട്ടിലല്ലേ? അതേപോലെ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു സാധനം, ഇത്രയും പ്രോഫിറ്റ് ഉള്ള റിലയൻസ് പോകുന്നതും പ്രോഫിറ്റ് തീരെ ഇല്ലാത്ത ഗീതാഞ്ജലി എന്ന് പറയുന്ന കമ്പനി പോകും, ഇതൊക്കെ ഒരേ റൂട്ടാണല്ലോ. അപ്പൊ ആ റൂട്ട് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യില്ല ട്രേഡുകൾ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വരും. കാരണം നമ്മൾ ചെയ്യാത്തൊരു, നിങ്ങൾ ട്രേഡിൽ നിന്ന് ചെയ്യാത്ത സിറ്റുവേഷൻ, ഞാൻ പറയുന്ന പോയിന്റ് കുറച്ച് അഡ്വാൻസ്ഡ് ആണ്, ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മൾ ചെയ്യാത്ത ട്രേഡ് മനസ്സിലാക്കിയാലും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുമ്പോ നിങ്ങളുടെ കൂടെ നിന്ന് തല്ലിക്കളഞ്ഞാൽ പോലും പൈസ പോകാത്ത സിറ്റുവേഷൻ ഉണ്ടാവുകയും ചെയ്യും. കേൾക്കുന്നുണ്ടോ? അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് നമുക്ക് മാറ്റണം നമ്മളെ. നമുക്ക് അങ്ങനെ പ്രകൃതിയും നമ്മളും തമ്മിൽ ഒരു കണക്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ. ആ കണക്ഷൻ നമുക്ക് മനസ്സിലാക്കണം, കൃത്യമായിട്ട് മനസ്സിലാക്കണം. പണം, ഫ്രണ്ട്ഷിപ്പ് കൂടാൻ വിചാരിക്കുന്ന കുറച്ച് ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടർ നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ തല്ലിക്കളഞ്ഞാലും പൈസ നമ്മുടെ പിന്നിൽ നിന്ന് പോവില്ല. ആ ക്യാരക്ടർ ഇല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ പിന്നാലെ നടന്നാലോട്ട് അത് വരെ തിരിഞ്ഞു നോക്കുക പോലുമില്ല. ആ ക്യാരക്ടർ ഈസ് ഗ്രാറ്റിറ്റ്യൂഡ് ക്യാരക്ടർ. അതിപ്പോ വിചാരിച്ചാലും നമുക്ക് കിട്ടില്ല. അത് എവിടെ ഇരിക്കുന്നത്? നമ്മുടെ സബ് കോൺഷ്യസ് പ്രോഗ്രാമിലാണ്. എന്റെ കമ്പ്യൂട്ടറിലെ ഓ പ്രസ് ചെയ്താൽ ഒക്കെ അപ്പോ എല്ലാ വരുന്നത്, ഓ പ്രസ് ചെയ്താൽ പി ആ വരുന്നത്. അപ്പൊ ഞാൻ ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ പി ആ. ഞാനിത് മാറ്റണമെങ്കിൽ എന്താ ചെയ്യുക? എനിക്കിത് വൈറസ് കയറിയതാ, എനിക്കിത് റീപ്രോഗ്രാം ചെയ്യണ്ടേ? ഇതൊന്നും. അതേപോലെ നമ്മുടെ ഉള്ളില് ഒരു വൈറസ് കയറിയിട്ടുണ്ട്, ഗ്രീഡിന്റെയും ഫിയറിന്റെയും. എല്ലാവരുടെ ഉള്ളിലും വൈറസ് കയറിയിട്ടുണ്ട്, ഗ്രീഡിന്റെയും ഫിയറിന്റെയും. ആ ഗ്രീഡിന്റെയും ഫിയറിന്റെയും വൈറസ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം വരുന്നത്. എങ്ങനെ ഒരു ചോദ്യം വരുന്നത്? ഇയാൾക്ക് പൈസ ഉണ്ടാക്കാൻ അറിയുമെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് ഇത് അങ്ങനെ ഉണ്ടാക്കിയാൽ പോരെ, എന്തിനാ പഠിപ്പിച്ച് കാശുണ്ടാക്കുന്നത് എന്ന ഒരു തോട്ട് വരുന്നുണ്ടെങ്കിൽ, അതാ ചില ഡോക്ടേഴ്സ് പറയില്ലേ, ഇങ്ങനെ ഒരു സാധനം നമ്മുടെ ശരീരത്തിൽ ഒരു കറുത്ത അടയാളുണ്ടോ, ഇത് മറ്റേ സ്കിൻ ക്യാൻസറിന്റെ ആട്ടോ ലക്ഷണമാണ്. അതേപോലെ ഈ ഒരു തോട്ട് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകേണ്ടത് എൻ്റെ ഉള്ളിൽ ഗ്രീഡും ഫിയറും ഉണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് പൈസ കിട്ടാക്കനിയായിട്ടുള്ള ഒരു സാധനമാണെന്നാണ്. റൈറ്റ് ലാംഗ്വേജ് അല്ലാത്തത് കൊണ്ടാണ് ആ സംഭവം വരുന്നത്. അതിൽ നിന്നുണ്ടായ ഒരു തോട്ടാണ്. അയാൾക്ക് പൈസ ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ അയാൾ അത് ഇരുന്നുണ്ടാക്കിയാൽ പോരെ, കോഴ്സ് ഫീസ് ആയിട്ട് എന്തിനാ പൈസ കളക്ട് ചെയ്യുന്നത് എന്ന്. അപ്പൊ അയാൾക്ക് അറിയില്ല, ഇത് വെറുതെ പറഞ്ഞു കൊടുത്ത് കളിക്കുന്നതാണ് എന്നൊരു തോട്ടിലേക്ക് നമ്മൾ എത്തുന്നത്. നമ്മൾ പറയില്ല ക്യാരക്ടർ ഡിസോർഡർ എന്ന് പറയുന്ന അത് ചിലപ്പോൾ നമ്മൾ എഡ്യൂക്കേറ്റഡ് ഒക്കെ ആയിരിക്കും. ഈ ഗ്രീഡും ഫിയറിന്റെയും സംഗതി, അത് ഗ്രീഡും ഫിയറും പോയി കഴിഞ്ഞാൽ എന്താ മനസ്സിലാവുമെന്നറിയോ? പണം എന്ന് പറയുന്നത് മീഡിയം ഓഫ് ലാംഗ്വേജ് ആണ്, മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ്. ആവശ്യത്തിന് എനിക്ക് ഉണ്ടാക്കാൻ അറിയുന്നുണ്ടെങ്കിൽ എന്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. എന്റെ വീടിന്റെ മുന്നിൽ കൂടെ ഒരു നദി പോകുന്നുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ ടാങ്ക് പോലും ഉണ്ടാവില്ല, ഞാൻ ബക്കറ്റ് എടുത്ത് യൂസ് അല്ലേ ചെയ്യുള്ളൂ. പറഞ്ഞോ? അപ്പൊ അവിടെ നോക്കേണ്ടത് നമ്മൾ ആ പറഞ്ഞ സാധനം മാർക്കറ്റിൽ വർക്ക് ആകുന്നുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, അതല്ലാതെ മറ്റാളുടെ അക്കൗണ്ട് കാണിച്ച് അയാളുടെ അക്കൗണ്ട് കാണിച്ചു തരേണ്ട ആവശ്യമില്ല. കാരണം ചില ആളുകൾ പണത്തിനെ കാണുന്നത് പല രീതിയിലായിരിക്കും. ഒരു സ്പിരിച്വൽ കണ്ടന്റിലൂടെയാണ് ഒരാൾ പണത്തിനെ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒരാൾ പറയും താജ് പോവാണ് കേട്ടോ, ഞാൻ ഫിനിഷ് ചെയ്യാം. ഓവർ ടോക്കിംഗ് വരുന്നുണ്ടെങ്കിൽ റിയലി സോറി. ചില ആളുകൾ പണത്തിനെ കാണുന്നത് ഇങ്ങനെയായിരിക്കാം. താജിൽ ഭക്ഷണം കഴിക്കുന്നു, 9,000 രൂപ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. വേറൊരാള് കാണുന്നത് മ്യൂട്ട് ആക്കട്ടെ. വേറൊരാൾ പണത്തിനെ കാണുന്നത് 50,000 രൂപയ്ക്കൊന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല, ഞാൻ സാധാരണ ഒരു ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കിയുള്ള ഫിഗർ വേറെ ആൾക്കാരെ കൊണ്ട് ഭക്ഷിപ്പിക്കുക എന്ന് പറയുന്ന സംഗതി ആയിരിക്കും. റൈറ്റ്? ഇത് മ്യൂട്ട് ആക്കുക കേട്ടോ, ഓൾ മ്യൂട്ട് പ്ലീസ്. വേറെ ആള് യെസ്, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. പണത്തിന് പല രീതിയിലും ആളുകൾ കാണുന്നുണ്ട്. ഒരാൾ നല്ല എക്സ്പെൻസീവ് ആയിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്, തെറ്റാണെന്ന് പറയാൻ പറ്റില്ല, അയാൾ കഴിച്ചോട്ടെ. വേറൊരാൾ പറയും 50,000 രൂപയ്ക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല, ഒരു 1000 രൂപയ്ക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് 40,000 ബാക്കിയുള്ള ആളുകളെ ഭക്ഷിപ്പിക്കാം. മൂന്നാമത്തെ ആളോ, അയാൾ ഒന്നും കഴിക്കാതെ ബാക്കിയുള്ള ആളുകളെ മാത്രം ചെയ്യും. 3 രീതിയിലാണ് പോകുന്നത്. അപ്പൊ സ്പിരിച്വലി പണത്തിനെ യൂസ് ചെയ്യുന്നുണ്ടാകാം ഒരാള് ഫിസിക്കലി യൂസ് ചെയ്യുന്നുണ്ടാകാം, പല രീതിയിൽ യൂസ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് പണം എന്ന് പറയുന്ന സാധനം പല രീതിയിൽ യൂസ് ചെയ്യാനുള്ള സംഗതി ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നമ്മൾ പറയുന്ന സാധനം വർക്കിംഗ് ആണോ എന്നതാണ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ ഫൈൻ, താങ്ക് യു സോ മച്ച്. ഐ തിങ്ക് മോർ ദാൻ 1.5 hour അല്ലേ, 1.5 hour നമ്മൾ സ്പെൻഡ് ചെയ്തു അല്ലേ കോർഡിനേറ്റർ ശക്ര? ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് ഷെയർ മാർക്കറ്റിൽ മിനിമം എത്ര രൂപയെങ്കിലും നമ്മുടെ കയ്യിൽ വെക്കണം? ഗുഡ് ക്വസ്റ്റ്യൻ. അതായത്
നമ്മൾ ഫെഡറൽ ബാങ്കിൽ ഒരു മാനേജറുടെ ക്യാബിനിലേക്ക് ഞാൻ ചെല്ലുന്ന 1 കോടിയുമായിട്ട് ചെല്ലുമ്പോൾ അയാൾ പറയുന്നത് എന്താ അറിയോ? ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇട്ടോ സാർ, 6.5% തരാന്നാ പറയുന്നത്. അപ്പൊ ആ ക്യാബിനിൽ 1 ലക്ഷം രൂപയുടെ ഡെപ്പോസിറ്റ് ഇടാൻ വേണ്ടി ഒരാളുണ്ടായിരുന്നു. അയാളോടും പറഞ്ഞത് 6.5% എന്നാണ്. ശതമാനമാണ് ആള് സംസാരിച്ചത്, അല്ലെ? എമൗണ്ട് അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നമ്മൾ കാണുന്നത് യൂട്യൂബിലും അവരുടെയൊക്കെ 50,000 പ്രോഫിറ്റ്, 25,000 ഫിഗറിലാണ്. ലോകത്തിലെ 90% ആളുകളും സംസാരിക്കുന്നത് പണത്തിന് ഫിഗറിലൂടെയാണ്. നമുക്ക് സംസാരിക്കേണ്ടത് പെർസെന്റേജിലൂടെയാണ്. അപ്പൊ നിങ്ങളുടെ 50,000 രൂപയുണ്ടെങ്കിൽ നിങ്ങൾ 1 ലക്ഷം രൂപയാക്കിയാൽ നിങ്ങൾ 100% ഉണ്ടാക്കി എന്നതാണ് അർത്ഥം. അതേപോലെ 10 കോടിയുള്ളവൻ 20 കോടിയാക്കിയാലും 100% ആണ് അവൻ ഉണ്ടാക്കിയത്. 100 രൂപ 200 രൂപ ആക്കാനുള്ള നിങ്ങളുടെ ക്വാളിറ്റി ഉണ്ടല്ലോ, അതാണ് വേണ്ടത്. ക്യാപിറ്റൽ ഈസ് നോട്ട് അറ്റ് ഓൾ ഇമ്പോർട്ടന്റ്. നമ്മൾ പെർസെന്റേജിൽ സ്കിൽ ഉണ്ടാക്കാൻ നോക്കണം. ഓക്കെ, ക്യാപിറ്റലിന്റെ എമൗണ്ട് മാറ്റർ അല്ല. ഈ കോഴ്സിൽ നമുക്ക് ഇൻട്രാ പഠിക്കുന്നത് സ്വിംഗ് പഠിപ്പിച്ചു തരാം. ഞാനൊരു കാര്യം കൂടെ, നല്ല ക്വസ്റ്റ്യൻ കേട്ടോ. മാർക്കറ്റിൽ കുറെ ആളുകൾ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്ന് പറയുന്നു, ഇൻട്രാഡേ ഉണ്ടെന്ന് പറയുന്നു, ഇല്ലേ? ചില ഇൻട്രാഡേ ചെയ്യുന്ന ആൾക്കാർ, ഡേ ട്രേഡിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. ഇപ്പൊ ബിഗിനേഴ്സിന് മനസ്സിലാവും എന്താ ഡേ ട്രേഡിംഗ്. ഡേ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ: ഇന്ന് വാങ്ങി ഇന്ന് തന്നെ വിൽക്കുക. ഞാൻ പരിപാടി അവസാനിപ്പിച്ചു, കയ്യിൽ ഇതൊന്നും എടുക്കുന്നില്ല, ഇത് നാളത്തേക്ക് കൊണ്ടുപോകുന്നില്ല. അപ്പൊ വേറൊരാൾ പറയുകയാണേ, ആ പരിപാടി ശരിയല്ല കേട്ടോ, നിങ്ങൾ ഇന്ന് വാങ്ങിയിട്ട് പ്രോഫിറ്റ് കിട്ടുമ്പോൾ വിൽക്കുന്ന പരിപാടി, ഞാൻ അതിനേ ഉള്ളൂ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നു. ഈ ഇൻട്രാഡേക്കാരനും ഈ ഇൻവെസ്റ്റ്മെന്റുകാരനും തമ്മിൽ ഇന്ത്യയും പാകിസ്ഥാൻ പോലെ വെറും തല്ലുപിടുത്തമാണ്. കേൾക്കുന്നുണ്ടോ? അപ്പൊ ഞാൻ പറയുന്നു ഇത് രണ്ടും ഒന്നാണ്. ഞാനിപ്പോ നിങ്ങൾ രണ്ടും ഒന്നാണ് എന്ന് പറയുമ്പോൾ എന്താണ് പറയുന്നത്? ഇപ്പൊ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് റിലയൻസ് എന്ന് പറയുന്ന ഷെയർ 10 ദിവസം കൊണ്ട് 15% കയറും എന്ന് പറയുന്ന ഒരു സ്കില്ലാണ് നിങ്ങൾ പഠിപ്പിക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, എല്ലാ സ്റ്റോക്കും 10 ദിവസം കൊണ്ട് 15% കയറുന്ന സ്റ്റോക്കുകൾ എടുക്കുന്നതിൽ നിങ്ങൾ ഇപ്പൊ മാസ്റ്റർ ആക്കുന്നു. ഒരു സ്വിംഗ് മോഡ്, ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ്, ഒരു ചെറിയ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. 10 ദിവസം കൊണ്ട് 15% കയറുന്ന സ്റ്റോക്കുകളെ കണ്ടെത്തുന്നതിൽ നിങ്ങൾ മാസ്റ്ററാണ് എങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ 10 ദിവസങ്ങളിലൂടെയല്ലേ ഈ 15% ഈ സ്റ്റോക്ക് കയറി പോകുന്നേ, അല്ലേ? അപ്പൊ ആ 10 ദിവസവും ഇതിനെ ഡേ ട്രേഡും കൂടെ ചെയ്തൂടെ? 10 ദിവസങ്ങളിലൂടെ അല്ലേ ഇത് കടന്നു പോകുന്നത്? അപ്പോ ഇൻവെസ്റ്റ്മെന്റും ഇൻട്രാഡയും വേറെയാണോ? അല്ലല്ലോ. ട്രിവാൻഡ്രം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ തൃശ്ശൂർക്ക് പോകാൻ എടുക്കുന്ന ട്രെയിന് ബാംഗ്ലൂർക്ക് പോകുന്നതായിരുന്നു. അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് തൃശ്ശൂർക്ക് ടിക്കറ്റ് എടുത്തത്? ബാംഗ്ലൂർക്ക് പോകുന്ന ട്രെയിൻ ആയതുകൊണ്ടല്ലേ തൃശ്ശൂർക്ക് ടിക്കറ്റ് എടുത്തത്, അല്ലേ? അപ്പൊ ഒരു ബാംഗ്ലൂർ എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ജേണിയുടെ ഒരു ഡേ ട്രേഡിംഗ് ജേണിയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. തൃശ്ശൂരിലൂടെയല്ലേ അത് കടന്നു പോകുന്നത് ബാംഗ്ലൂർക്ക്. അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോക്കുകളെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നിങ്ങൾ സ്കിൽഡ് ആയാൽ അത് ദിവസങ്ങളിലൂടെയല്ലേ കടന്നു പോകുന്നത്. അന്നത്തെ ദിവസം ആ കയറുന്നു, നിങ്ങൾക്ക് അറിയാലോ സ്റ്റോക്ക് നാളെ കയറുന്നുള്ളത്. കാരണം 10 ദിവസം കൊണ്ട് 15% എത്തേണ്ടതല്ലേ. അപ്പൊ നാളെയും മറ്റന്നാളൊക്കെ കയറിയല്ലേ പോകുന്നത്. അപ്പൊ അതിനെ ഡേ ട്രേഡിംഗ് ചെയ്യാനും എടുത്തൂടെ? ഫ്യൂച്ചറിസ്റ്റ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നു മുൻകൂട്ടിയിട്ട്. ഒരു മുൻകൂട്ടി നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാനൊന്നും നിൽക്കണ്ട. അതായത് പ്രഡിക്റ്റ് ചെയ്യുന്നതിലല്ല സക്സസ് ഉള്ളത്. പ്രഡിക്റ്റ് ചെയ്യണ്ട, അത് തെറ്റിയാലും നമുക്ക് പ്രോബ്ലം ഒന്നുമില്ല. ഇപ്പുറത്ത് എന്തുണ്ട്? മണി മാനേജ്മെന്റ് എന്ന് പറയുന്ന സാധനമുണ്ട്. വർക്കായാൽ ഹ്യൂജ് പ്രോഫിറ്റ് എടുക്കൂ, വർക്ക് ആയില്ലെങ്കിൽ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റഡ് ആവട്ടെ, കേട്ടോ. അപ്പോ ഒരു കാര്യം കൂടെ, നല്ലൊരു ക്വസ്റ്റ്യൻ വന്നുകൊണ്ട് ഇതും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം നമുക്ക്. കാരണം ഇപ്പോ ഞാൻ എന്ത് പറഞ്ഞു? ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾ സക്സസ് ആയാൽ ആ സ്റ്റോക്ക് 10 ദിവസം കൊണ്ട് 15% കയറുമല്ലോ. അപ്പൊ 10 ദിവസങ്ങളിലൂടെ അല്ലേ ഈ സ്റ്റോക്ക് കയറുന്നേ. അപ്പൊ അത് ഡേ ട്രേഡ് ചെയ്യാനും അത് എടുക്കാലോ, അല്ലേ? കാരണം നാളെയും കയറും പറ്റും. അപ്പോ രണ്ടും ഒന്നല്ലേ ഇത്, അല്ലേ? രണ്ടും രണ്ടല്ലല്ലോ, രണ്ടും ഒന്നാണ് എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ നിങ്ങൾക്ക് ഒന്ന് എന്നെ കൗണ്ടർ അറ്റാക്ക് ചെയ്യാം. എന്ത്? നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, 10 ദിവസം കൊണ്ട് ഈ സ്റ്റോക്ക് 15% കയറുന്നുണ്ടാവും, പക്ഷെ എല്ലാ ദിവസവും കയറില്ലല്ലോ. ഇന്ന് 5% ഇന്ന് 5% കയറി, നാളെ 2% ഇറങ്ങി, പക്ഷെ 10 ദിവസം കഴിയുമ്പോൾ 15% എത്തുന്നുണ്ടാവും. അപ്പൊ നാളെ 2% ഇറങ്ങുമ്പോ ആ ഇറങ്ങുന്ന ദിവസമാണ് നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ഡേ ട്രേഡ് ചെയ്യണമെങ്കിൽ എന്റെ പൈസ പോവില്ലേ? ചോദ്യമല്ലേ അത്? ചോദ്യമാണ്. ഞാൻ വീണ്ടും പറഞ്ഞു ട്രിവാൻഡ്രത്ത് നിന്ന് ഞാൻ തൃശ്ശൂർക്ക് ടിക്കറ്റ് എടുത്തത് ബാംഗ്ലൂർക്ക് പോകുന്ന ട്രെയിൻ ആയതുകൊണ്ടാണ്. അത് തൃശ്ശൂരിലൂടെ പോകുന്നതാണ്. പക്ഷെ ഞാൻ അവിടെ ഒരു കാര്യം നോക്കണം, തൃശ്ശൂർ എത്തുന്നതിന് മുമ്പ് എറണാകുളത്ത് 5 മണിക്കൂർ പിടിച്ചിടാത്ത ട്രെയിനാണെന്നും കൂടി ഉറപ്പുവരുത്തണം, വേണ്ടേ? ഓക്കെ, പറഞ്ഞ സമയത്ത് ബാംഗ്ലൂർ എത്തുന്നുണ്ടാവും, പക്ഷെ പറഞ്ഞ സമയത്ത് തൃശ്ശൂർ എത്തില്ല. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം കൂടെ പറയാം. ഇതിലെങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത്? ഇതൊക്കെ പഠിക്കുന്ന കണ്ടന്റാ. 10 ദിവസം കൊണ്ട് 15% ഒരു സ്റ്റോക്ക് പോകും എന്നൊരു സ്റ്റോക്ക് നമ്മൾ എടുത്തിട്ട് നാളത്തെ ദിവസം എന്തായാലും ഇത് ഡേ ട്രേഡിങ്ങിൽ കയറണം എന്ന ഒരു തീരുമാനം കൂടെ വേണം. ആ നാളത്തെ ദിവസം ഇതെന്തായാലും ഇത് കയറും എന്നുള്ളത് ഈ സ്റ്റോക്ക് കാണിക്കുന്ന ബിഹേവിയർ ഇന്നാണ്. നാളത്തെ ദിവസം ഈ സ്റ്റോക്ക് കയറുമെന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് ഇന്നൊരു ബിഹേവിയർ കാണിക്കും. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. കേൾക്കുന്നുണ്ടോ? നാളത്തെ ദിവസം എന്റെ മോന് സ്കൂളിൽ പോകാൻ താല്പര്യമില്ലെങ്കിൽ അവൻ കളിക്കുന്നത് ഇന്നാണ്. അവൻ വീട്ടിൽ പനി അഭിനയിക്കുന്നുണ്ട്, അല്ലെ? പനി അഭിനയിക്കുമ്പോ അതുകൊണ്ട് അവന് ഉറപ്പില്ല, നാളെ ചിലപ്പോ വിട്ടാലോ. അവൻ എന്ത് ചെയ്യും? കൂടുതൽ ഹൈ പ്രോബബിലിറ്റി ഇതുമ്മ കയറ്റി വെക്കും, എന്നെ വിടരുത് സ്കൂളിലേക്ക്, പനി അഭിനയിക്കും.
രണ്ടാമത്തെ കാര്യം എന്ത് പറയാ, അവൻ മാത്തമാറ്റിക്സ് ആണ് ടഫ് സബ്ജക്ട് എന്നുള്ളത് കൊണ്ട് അവൻ പറയും മാത്തമാറ്റിക്സ് ടീച്ചർ ഇല്ലാട്ടോ നാളെ എന്നും പറയും. മൂന്നാമത്തെ, അതുകൊണ്ട് അവൻ തൃപ്തനല്ല. മൂന്നാമത്തെ ഒരു കാര്യം പറയും, നാളെ ഉച്ചവരെ സ്കൂളുള്ളൂ കേട്ടോ എന്നും പറയും. അതുകൊണ്ട് അവൻ തൃപ്തനല്ല, അവൻ വീണ്ടും കയറ്റി വയ്ക്കും. അവൻ പറയും എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു സ്കൂളിൽ പനിയായിട്ട് ഒരു പയ്യൻ വന്നിട്ട് അവന്റെ അമ്മേനെ വിളിച്ച് ടീച്ചർ നല്ല ചീത്ത പറയുണ്ടായിരുന്നു, പനിയാണെങ്കിൽ കുട്ടീനെ വീട്ടിലിരുത്തി കൂടെ എന്നൊക്കെ പറയണ്ടായിരുന്നു എന്ന് പറയും. 4 കാരണം ഇവൻ എന്നാ ഇത് കളിച്ചത്, ഇന്നാ കളിച്ചത്, നാളെ സ്കൂളിൽ പോകാൻ താല്പര്യമില്ല. അപ്പൊ അതേപോലെ നാളെ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ കയറുന്നുണ്ടെങ്കിൽ ഇവൻ കളിച്ച പോലെ ഇന്ന് ഈ സ്റ്റെയർ ഒരു ബിഹേവിയർ ഉണ്ട്, ആ ബിഹേവിയർ നമ്മൾ അങ്ങ് പഠിക്കും ഉദാഹരണങ്ങളിലൂടെ. ഓക്കെ, എന്നിട്ട് വെയിറ്റ് എന്നിട്ട് നമ്മൾ പറഞ്ഞതുപോലെ നാളത്തെ ആദ്യത്തെ ഒരു മണിക്കൂർ ഇവന് പനിയില്ല ഒന്നുമില്ല, പോയി സ്കൂളിൽ പോകാൻ പറയാനോട് സ്വർണ്ണോ അല്ലെ, അങ്ങനെയല്ലേ? നമുക്കൊരു ആദ്യത്തെ ഒരു എഴുന്നേക്കുമ്പോ പനി കാണണം, ഇല്ലെങ്കിൽ പോയി. അപ്പൊ അതുകൊണ്ട് നാളത്തെ ഈ പറഞ്ഞതൊന്നും ഈ സ്റ്റോക്ക് കാണിച്ചില്ല, നാളെ ഇറങ്ങുകയാണെന്ന് വിചാരിച്ചോ, നമുക്ക് ലോസ് പറ്റിയാലും പ്രോബ്ലം ഇല്ല, അപ്പുറത്ത് നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. കിട്ടിയോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പരമാവധി അതർ തിങ്സ് റിമൈനിങ് ഈക്വൽ, മറ്റൊരു പ്രശ്നവും ഇല്ലെങ്കിൽ നമുക്ക് ഫ്യൂച്ചർ ഡിസൈൻ ചെയ്യാം. അതർ തിങ്സ് അവനെ ഡിസൈൻ ചെയ്യല്ലേ, അതർ ഡിസൈൻ ചെയ്യാം. എന്നിട്ട് ആ ഡിസൈനിങ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയിൽ നമ്മളെങ്ങനെ ഫ്യൂച്ചർ എങ്ങനെയാണ് നമുക്ക് ഡിസൈൻ ചെയ്യാം. ഇപ്പൊ ഇവൻ എങ്ങനെയാ ഫ്യൂച്ചർ ഡിസൈൻ ചെയ്ത്, ഇവൻ പല ഫാമിലിയിൽ നിന്ന് കുറെ കാര്യങ്ങൾ അങ്ങ് കയറ്റി വെച്ച് അല്ലെ, പറഞ്ഞോ, എന്നിട്ടല്ലേ അവന് ഫ്യൂച്ചർ ഡിസൈൻ ചെയ്തേ. അതേപോലെ മാർക്കറ്റിലെ ഷെയറിനും ഇങ്ങനെയാണ്, പ്രൈസിന് കുറെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ഉണ്ട്, ഇവരെല്ലാവരും ഒരേപോലെ പറയുന്ന ഒരു സിറ്റുവേഷനെ നമുക്ക് ഹൈ പ്രോബബിലിറ്റി സിറ്റുവേഷൻ എന്ന് പറയും. നമ്മളത് സിമ്പിൾ ആയിട്ട് കിച്ചണിലൂടെ പഠിക്കാം. അത് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞാൽ പ്രൈസ് മുകളിലേക്ക് പോകണം എന്ന് പറയുന്ന ഒരു റൂള് നമ്മൾ ഡിസൈൻ ചെയ്യും. കേൾക്കുന്നുണ്ടോ? ഇപ്പൊ നമ്മള് ഹൈ പ്രോബബിലിറ്റി സിറ്റുവേഷൻസ് നമ്മൾ പഠിക്കും, നമ്മൾ പറഞ്ഞാൽ പിന്നെ പ്രൈസ് മുകളിലേക്ക് പോകണം. ഇനി പോയില്ലെങ്കിലും പ്രോബ്ലം ഇല്ല, നമ്മളെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റഡ് ആകണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നല്ല ഒരു നോളേജ് പഠിച്ചിട്ട് ഞാൻ പറയും, മറ്റുള്ളവർ പറയുന്ന പോലെ ഇതിനങ്ങ് ട്രസ്റ്റ് ചെയ്തോന്നല്ല പറയുന്നത്, 1% പോലും ഇതിനെ ട്രസ്റ്റ് ചെയ്യരുത്. കേൾക്കുന്നുണ്ടോ? അതേതുപോലെ ഇപ്പൊ നല്ല ഹൈ പ്രോബബിലിറ്റി ഉള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ പറയില്ലേ, ഇടിവെട്ട് കൊണ്ട് നിൽക്കുന്ന ഒരു തന്നെ തലയിൽ നാളികേരം വീണ് ഇതും കൊണ്ട് അവൻ വേച്ച് നടന്നപ്പോൾ ഒരു പാമ്പും കടിച്ച്, വിഷമുള്ള ഒരു പാമ്പും കടിച്ച്, ആ പാമ്പ് കടിയും കണ്ട് റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു വണ്ടി വന്നിടിച്ച് നമുക്ക് അവനെ ഒരു 20 മിനിറ്റ് അവിടെ കിടത്താം, ബ്ലഡ് വാർന്ന് 20 മിനിറ്റ് അവനെ കിടത്തി അവിടെ ഇപ്പടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ മരിക്കാനുള്ള പ്രോബബിലിറ്റി എത്ര ഹൈ അല്ലേ? കാരണം എന്താ, ഡിഫറെന്റ് ഫാമിലിന്നാ, എന്നാലും ദൈവത്തിന്റെ അദൃശ്യ കൈ, അവൻ രക്ഷപ്പെട്ട ചരിത്രം ഉണ്ടല്ലോ അല്ലേ? അതുകൊണ്ട് വിശ്വസിക്കരുത്, ഇത് നോളേജ് മാത്രമാണ്. ഈ പറഞ്ഞ നോളേജ് ഒക്കെ വെച്ച് നമുക്കൊരു കളി കളിക്കാം, എന്നിട്ട് ഹൈ പ്രോബബിലിറ്റി ഉണ്ടാക്കാം. പക്ഷെ ആ നോളജിനെതിരെ വന്നാൽ എന്റെ ക്യാപിറ്റൽ പോകരുത് എന്ന് പറയുന്ന ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ ബെൽറ്റ് അവിടെ ഉണ്ടാകണം. കിട്ടിയോ? അപ്പോ നമ്മുടെ നോളേജ് വർക്ക് ചെയ്താൽ നമുക്ക് ഹ്യൂജ് പ്രോഫിറ്റ് എൻജോയ് ചെയ്യാം, വർക്ക് ചെയ്തില്ലെങ്കിൽ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റഡ് ആകാം. അപ്പൊ ഈ നോളേജിനെ അധികമായി പ്രണയിക്കരുത്. കേൾക്കുന്നുണ്ടോ? നമ്മളിപ്പോ ഒരു കാര്യം അത് ഏതുപോലെ ഇരിക്കും പറഞ്ഞാൽ, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു നോളേജ് ഉണ്ടാക്കിയിട്ട്, നല്ല നോളേജ് ഉണ്ടാക്കിയിട്ട് അതിനെ ട്രസ്റ്റ് ചെയ്യരുതെന്നാണ് ഞാൻ പറയാ. ട്രസ്റ്റ് ചെയ്യുന്ന അതേതുപോലെ ഒരാളെ, നമ്മുടെ പാർട്ട്ണറെ ഭയങ്കരമായിട്ട് നമ്മൾ സ്നേഹിച്ചിട്ട് അയാളെ നമ്മൾ പറയുന്ന അയാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കേട്ടോ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അപ്പൊ അധികമായി സ്നേഹിച്ചു പോയതുകൊണ്ട് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും സ്വാഭാവികമായിട്ടും. അപ്പോ നോളേജിനും അങ്ങനെ തന്നെയാണ്, അധികമായിട്ട് സ്നേഹിച്ചോ, പക്ഷെ അത് ട്രസ്റ്റ് കൊടുക്കല്ലേ. കേൾക്കുന്നുണ്ടോ? ട്രസ്റ്റ് കൊടുക്കണ്ട, കാരണം ട്രസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ മണി മാനേജ്മെന്റ് സ്കില്ലിനെയാണ്, നോളേജിനെയല്ല. ഈ ഒരു തിൻ ലെയർ മനസ്സിലാകാത്തതുകൊണ്ടാണ് ഈ ആളുകളൊക്കെ ലോസിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് കാണുമ്പോൾ ഏതുപോലെയാണ് എനിക്ക് തോന്നുന്നത് വെച്ചാൽ, ആ പഴം തിന്നിട്ട് തോല് കളയടോ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഇല്ലേ, ആ സിറ്റുവേഷനിലുള്ള ഒരു വിങ്ങലാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. ഇറ്റ്സ് വെരി സിമ്പിൾ സാധനം. അത് എന്തുകൊണ്ടാണ് അയാൾ ഇത്രയും കാലം 60 വയസ്സ് വരെ ജീവിച്ചിട്ട് ആ കട്ടിന്റെ അടിയിലേക്ക് ഒന്ന് താഴ്ന്നു നോക്കിയില്ല? അതിന്റെ അടിയിൽ സ്വർണത്തിന്റെ ഒരു പെട്ടി ഉണ്ടായിരുന്നു, നോക്കാൻ തോന്നുന്നില്ല. ഈ കോർ ട്രേഡിംഗ് എന്ന് പറഞ്ഞ എന്താണ് അറിയോ? കോർ ട്രേഡിംഗ് അതായത് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നമുക്ക് സക്സസ് ആകണമെന്നുണ്ടെങ്കിലേ, സക്സസ് ആകുന്നവരെ പരത്തിപ്പോകുന്നവരല്ല, ഒരെണ്ണത്തിന്റെ ഉള്ളിലേക്ക് പോകുന്നവരാണ്. അതാണ് ബ്രൂസ് ലീ പറഞ്ഞത്, ഈ മാസ്റ്റർ ഓഫ് വൺ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് മാസ്റ്റർ ഓഫ് വൺ എന്ന് പറയുന്ന സാധനം എന്ന് വെച്ചാൽ, ഒരടവ് എടുത്തിട്ട് 10,000 അടവ് ഒരു തവണ ചെയ്യുന്നവനെ എനിക്ക് പേടിയില്ല, ഒരടവ് എടുത്തിട്ട് 10,000 തവണ ചെയ്യുന്നവനെ എനിക്ക് പേടിയുണ്ട് എന്ന് പറയുന്ന സാധനമില്ലേ. അതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഇങ്ങനെ ഒരു കടല് പോലെ കിടക്കുകയാണ്. അതിൻ്റെ ഉള്ളില് നമ്മളിതിങ്ങനെ ഓരോ ടേംസ് ഇത് അറിഞ്ഞറിഞ്ഞ് പോകരുത്.
നമുക്ക് ഇതിന്റെ അകത്ത് എന്ത് വേണം? മീൻ പിടിക്കാൻ പോകുന്നവരെ കണ്ടിട്ടുണ്ടോ? 4-5 പേര് ഒരു വഞ്ചിയിൽ പോയിട്ട് ഒരു പോക്കങ്ങ് പോവും. അവർക്ക് ഒരു സ്ഥലം എത്തുമ്പോൾ അവരുടെ കയ്യിലൊരു ഡിവൈസ് ഇട്ടിട്ട് 16 കോലും എന്നൊക്കെ പറയുന്ന ഒരു സാധനമുണ്ട്. അത് ഇട്ടിട്ട് നോക്കും, അവിടെ വല വീശും. മീൻ കിട്ടിയാൽ എടുത്തുകൊണ്ട് പോരും, ഇല്ലെങ്കിൽ വീട്ടിലേക്ക് പോരും. കടലാണ്, മീൻ കിട്ടിയിട്ടേ പോരുന്നൊന്നുമില്ലല്ലോ. അതേപോലെ നമുക്ക് പോകാൻ ഒരു സ്ഥലമുണ്ട്, അവിടേക്ക് പോകാൻ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. അതറിഞ്ഞാൽ മതി. അതറിഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് പോരാം. അപ്പുറത്തും ഇപ്പുറത്തൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല. അപ്പൊ അതുകൊണ്ട് കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കണ്ടന്റുകൾ ഉണ്ട്, അതിലേക്ക് മാത്രം നമുക്ക് പോയാൽ മതി. കാരണം നമുക്ക് ഇപ്പുറത്ത് വെൽത്ത് ആണ്. ഇതിന്റെ ടേമുകൾ പഠിക്കാനിരുന്നാൽ മരിച്ചിട്ട് 10 കൊല്ലം കഴിഞ്ഞാലും തീരില്ല. അത്രയധികം ടേമുകൾ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്. കേൾക്കുന്നുണ്ടോ? ഇതിലൊരു അപ്പൊ ഒരു കേസും കൂടി ഞാൻ ചോദിക്കാന്ന് അതുകൊണ്ട് വെച്ചാല് ആ ടേം പറയാത്തതാണ് കേട്ടോ. അതറിഞ്ഞിട്ട് നമുക്ക് കാര്യമില്ലാത്തതുകൊണ്ട് പറയാത്തതാണ്. അപ്പൊ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഓക്കെ, ഇതിന് റിലേറ്റഡ് ആയിട്ട് ഇപ്പൊ എക്സാമ്പിൾ പറയും മ്യൂച്വൽ ഫണ്ട് എന്ന് പറയാറുണ്ടല്ലോ നമ്മള്. ആ മ്യൂച്വൽ ഫണ്ട് അപ്പൊ എന്ന് പറയാറ്. ഇത് തമ്മിൽ മൂന്നും കൂടി എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പോലെ ഇപ്പൊ ഈ സ്വിങ്ങും ഇൻട്രയും മ്യൂച്വൽ ഫണ്ടും അതായത് എങ്ങനെ അത്? നിങ്ങളിപ്പോ ഒരാൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഒരു പൈസ വേറൊരാൾക്ക് കൊടുത്തിട്ട് പറയുന്നത് ഒന്ന് മാനേജ് ചെയ്ത് തരുമെന്ന് പറയില്ലേ? ഓക്കെ, അതിന്റെ ഒരു ലീഗൽ വേർഷൻ ആണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്, വേറെ ഒന്നുമല്ല. അവരും ഇതേപോലെ ട്രേഡ് ആ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അവരും അതായത് മ്യൂച്വൽ നിങ്ങൾ എന്തിനാ പഠിപ്പിക്കുന്നത്? നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ട് മാനേജർ ആകാനാണ് പഠിക്കാൻ പോകുന്നത്. ഇവിടെ നിന്ന് പഠിക്കാൻ പോകുന്നത് ഒരു സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു അനലിസ്റ്റോ അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട് മാനേജറുടെ ക്വാളിറ്റിയിലേക്ക് നിങ്ങൾക്ക് വരണം. അപ്പോൾ നിങ്ങളുടെ ഫണ്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനിനെ ഏൽപ്പിക്കേണ്ട. ബാങ്ക് മാനേജറുടെ ക്യാബിനിലേക്ക് പോകുമ്പോൾ പറയാൻ വേണ്ട, കുഴപ്പമില്ല കേട്ടോ, ഞാൻ എന്റെ ഫണ്ട് മാനേജർ, എനിക്കറിയാം മാനേജ് ചെയ്യാൻ. ആ രീതിയിലേക്ക് ബാങ്കുകൾ വിൽക്കുന്നത് അവരെ പ്രോഡക്റ്റ് അല്ല, തേർഡ് പാർട്ടി പ്രോഡക്റ്റ് ആണ്. മറ്റുള്ള കമ്പനികളുടെ കാരണം എന്താ? അവർക്ക് കമ്മീഷൻ കൂടുതൽ കിട്ടുന്ന ആ പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ടാണ് ക്യാബിനിലേക്ക് ഇവിടെ ബാങ്ക് മാനേജർ ഉണ്ടെങ്കിൽ റിലീസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ പ്രോഡക്റ്റ് കമ്മീഷൻ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് അവരത് വിൽക്കുന്നു എന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അവര് 12% സ്റ്റാൻഡേർഡ് നമുക്ക് തരും. They can make more than that, like 20% ഉണ്ടാക്കാം. അതാണ് വേരിയേഷൻ. സബ്ജക്ട് ടു മാർക്കറ്റ്, സ്റ്റോക്ക് മാർക്കറ്റ് സ്പീഡിൽ ഒരു സാധനം പോകാറില്ലേ? അപ്പൊ അവര് കൊണ്ടുവന്നിടുന്നതും സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന ഈ കുളത്തിലേക്കാണ്. അപ്പൊ നമുക്ക് ഈ നേരെ അങ്ങോട്ട് പോയ പോരെ. ഇതിന്റെ ഇടയിൽ ഒരു ഇന്റർമീഡിയറിനെ നിർത്തിയിട്ട് കമ്മീഷൻ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് കാരണം എന്താ? നമുക്ക് ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ലാത്തതുകൊണ്ട് നമ്മളെ പറ്റിക്കുന്നതായിട്ടാണ് ഞാൻ പറയുന്നത്. ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ലാത്തത് ചാർട്ടേഡ് അക്കൗണ്ടന്റിനും ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ല എന്നാ ഞാൻ പറയുന്നത് കേട്ടോ. അതിനോട് വിഷമം തോന്നരുത്. അപ്പൊ അതുകൊണ്ട് ഇതിനെ യൂസ് ചെയ്യണ പ്ലാറ്റ്ഫോം ആപ്പ് ഏത് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഏത് ബ്രോക്കിംഗ് പ്ലാറ്റ്ഫോമും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കേൾക്കുന്നുണ്ടോ? അത് വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യേണ്ടത്. അതെ, നമുക്ക് ഏത് പ്ലാറ്റ്ഫോമുകളും യൂസ് ചെയ്യാം. അവിടെ എന്ത് വാങ്ങിക്കണം, എങ്ങനെ വാങ്ങിക്കണം, എങ്ങനെയാണ് നമ്മുടെ മണി മാനേജ്മെന്റ്, എങ്ങനെയാണ് നമ്മുടെ മൈൻഡ് സ്ട്രക്ചർ, ഇതൊക്കെയാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. ഓക്കെ, ഏത് ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞ പോലെയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ ബ്രോക്കിംഗ് കമ്പനി എടുത്തിട്ട് ഇനി നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ കേൾക്കാം. വേണമെങ്കിൽ ഈ വരുന്ന സ്റ്റുഡൻസ്, ഇപ്പൊ നമുക്ക് 7,000 10,000 അടുത്തേക്ക് സ്റ്റുഡൻസ്, ഇവരൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇൻകം കിട്ടാം. ഒരു അക്കൗണ്ട് അങ്ങ് ഓപ്പൺ ചെയ്യിപ്പിച്ചിട്ടാൽ മതി. കേൾക്കുന്നുണ്ടോ? കാരണം നിങ്ങൾ ചെയ്യുന്ന ട്രേഡിന്റെ ഒക്കെ ബെനിഫിറ്റ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. നമുക്ക് ഇവിടെ ഒരു ബ്രോക്കിംഗ് ഫേമോ ആയിട്ട് ഒരു അഗ്രിമെന്റും ഇല്ല. അതെന്തിനാന്ന് വെച്ചാൽ ഇതിൽ ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എഡ്യൂക്കേഷനിൽ. ബിക്കോസ് ഐ ആം ദാറ്റ് മച്ച് പാഷൻ ടു ദിസ് ഏരിയ. അതുകൊണ്ട് കേട്ടോ, അങ്ങനെ കുറെ പേര് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇല്ല, നമ്മൾ ആ ലെവലിലേക്ക് ഇല്ല. ഇല്ല, നോ, അങ്ങനെ ഒരു പരിപാടിയും ഇല്ല. യു ക്യാൻ ഡു എനിവേർ, നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, പക്ഷെ അവിടെ എന്ത് ചെയ്യണം? ഇനിയിപ്പോ നിങ്ങളുടെ എഡ്യൂക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ വേറൊരാളെ ഫണ്ട് വാങ്ങി ചെയ്യാൻ പാകത്തിന് നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആകുന്നത് നമ്മൾ സർട്ടിഫൈ ചെയ്യും. കേൾക്കുന്നുണ്ടോ? അത് ഒരു കാര്യം കൂടെ, അവിടെ മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാകരുത്. ഇതും കൂടെ നിങ്ങൾ ചിലപ്പോൾ നമ്മൾ ഇനി കാണില്ല, ചിലപ്പോൾ നിങ്ങൾ ഈ കോഴ്സിലേക്ക് നിങ്ങൾ വരില്ല. അപ്പൊ നിങ്ങളൊരു കേസ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാകരുത് വെൽത്ത് ക്രിയേറ്റ് ചെയ്യേണ്ടത്. എൻ്റെ വൈഫിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാകരുത് എൻ്റെ സന്തോഷം. അവർ ഹാപ്പിനെസ് തരുമ്പോൾ ഹാപ്പിനെസ് ഉണ്ട്, പക്ഷെ അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഞാൻ പോകുന്നത്. അതുകൊണ്ട് മാർക്കറ്റിൽ നിന്നും വെൽത്ത്, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് തീം. മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാകരുത് മാർക്കറ്റിൽ നിന്ന് വെൽത്ത് ക്രിയേറ്റ് ചെയ്യേണ്ടത്. കേട്ടിയോ? അത് മണി മാനേജ്മെന്റ് അനുസരിച്ചാണ്. മണി മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ മാർക്കറ്റ് തകർന്നാലും മുകളിലേക്ക് പോയാലും ഐ ആം സേഫ്. എന്റെ ക്യാപിറ്റലിന്റെ മുകളിൽ ഞാൻ അവസാനിക്കുന്ന ഒരു ഗ്യാരണ്ടീഡ് ജേർണി ഉണ്ട്. അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ എ റിസ്കി ഗെയിം കേട്ടോ. മാർക്കറ്റ് വീഴുമ്പോൾ ഞാൻ പോവില്ല താഴെ, ബിക്കോസ് ഞാനിവിടെ ജീവിച്ചിട്ടുണ്ടാവും. ഓക്കെ, അതുകൊണ്ട് മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത മാർക്കറ്റിൽ നിന്ന് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന സിസ്റ്റം പഠിക്കണം.
ഓക്കെ, ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. യാ പ്ലീസ് Yeah, പെട്ടെന്ന് ചോദിക്കാം. ചോദിച്ചോ, നോ പ്രോബ്ലം. നമ്മളിപ്പോ മാർക്കറ്റ് ചില പീരീഡ് ഓഫ് ടൈമിൽ നല്ല ബൂമിങ്ങും ആക്റ്റീവും ആയിരിക്കും. വേറെ ചിലപ്പോൾ ഒരു പീരീഡിൽ ചിലപ്പോൾ 3 മാസവും 4 മാസവും ഒക്കെ ചിലപ്പം ഡെഡ് ഇനാക്റ്റീവ് അല്ലെങ്കിൽ ലോയിൽ കിടക്കും. അപ്പൊ ആ ലോ നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഏൺ ചെയ്യാൻ പറ്റുമോ, അതോ വി ഹാവ് ടു വെയിറ്റ് ടിൽ ദാറ്റ് ബൂമിങ് ടൈം? നമ്മൾ വീണ്ടും കം ബാക്ക് ടു അവർ ഫിനാൻഷ്യൽ പ്ലാൻ. നമുക്കൊരു ഫിനാൻഷ്യൽ പ്ലാൻ എന്ന് പറഞ്ഞത് ഒരാൾ സക്സസ്, ഞാനിങ്ങനെ കുറെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോകുന്നു വിചാരിക്കരുത്. സക്സസ് ആകുന്ന ഒരാളെ എങ്ങനെ തിരിച്ചറിയാം? അയാള് സക്സസ് ആയിട്ട് വേണോ അറിയാൻ? അല്ല, ഞാൻ പറയുന്നത് അവൻ വീണോടത്തുനിന്ന് എഴുന്നേക്കുന്നുണ്ടെങ്കിൽ അവൻ സക്സസിലെത്തും. കാരണം വീണോടത്തുനിന്ന് എണീക്കാനുള്ള ഒരു മെന്റാലിറ്റിയാണ് അവന്റെ സക്സസ് എന്ന് പറയും, അല്ലെ? പറഞ്ഞോ, പിന്നെ അവൻ ലക്ഷ്യത്തിലെത്തിക്കോളും. അവിടെ നിന്ന് അവനെ മനസ്സിലാക്കാം, ഇവൻ ആള് വേറെ കേട്ടോ, ഇവനിൽ ചാർജ് ഉണ്ട് എന്ന് മനസ്സിലാക്കാമെന്ന് പറയുന്ന പോലെ മാർക്കറ്റ് അതൊരു വിഷമങ്ങൾ ഈസ് പാർട്ട് ഓഫ് ദ ഗെയിം വരും. മാർക്കറ്റ് എന്ന് പറയുന്ന സാധനം കറങ്ങി തിരിഞ്ഞ് അതിന്റെ വഴിക്ക് പോവും. അതിന്റെ വഴിക്ക് പോയിട്ടല്ല ഞാൻ വെൽത്തുണ്ടാക്കാൻ പോകുന്നത്, എന്റെ വഴിയിലേക്ക് അതിനെ കൊണ്ടുവന്നിട്ടാണ്. കേൾക്കുന്നുണ്ടോ? അപ്പൊ അതിന് എനിക്ക് ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ട്. എത്ര വീണാലും എഴുന്നേറ്റ് നിൽക്കാവുന്ന ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ആയിട്ടാണ് ഞാൻ മൂവ് ചെയ്യുന്നത്. കാരണം അതിന് നല്ല സമയവും മോശം സമയവും ഒക്കെ വരും. അതുകൊണ്ട് എന്റെ ഫിനാൻഷ്യൽ പ്ലാനിലൂടെ പോയി ഇത്ര സമയമാകുമ്പോൾ ഞാൻ ഈ റേറ്റ് ഓഫ് റിട്ടേൺ എടുക്കും. ഇത്രയേ ഉള്ളൂ അതിന്റെ കാര്യം. അത് അച്ചീവബിൾ ആയിട്ടുള്ള ഒരു സാധനമായിരിക്കണം. വെരി അച്ചീവബിൾ ആയിട്ടുള്ള ഒരു സാധനമായിരിക്കണം നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാൻ. ഞാനൊരു കാര്യം കൂടെ പറയാം. നമ്മൾ പണ്ട് ചെറുപ്പകാലത്ത് എനിക്കുണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ഞാൻ കേട്ടിട്ടുണ്ട്, എന്നോട് ഒരു കഥ ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ, നീ ഒരു ദിവസം എനിക്ക് എല്ലാ ദിവസവും 1 ലക്ഷം രൂപ തരൂ. നമ്മൾ പറയില്ല 1 കിലോ പഞ്ഞിക്കാണോ 1 കിലോ പരിപ്പിനാണോ വെയിറ്റ് കൂടുതൽ എന്ന് പറയുമ്പോൾ ചിലവർ പറയില്ല പരിപ്പിനാണെന്ന് പറയുന്ന പോലെ. അതുപോലെ എൻ്റെ അടുത്ത് പറഞ്ഞ വേറൊരു കളി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ 1 ലക്ഷം രൂപ വെച്ച് എല്ലാ ദിവസവും നീ തരിക. വേറൊരുത്തൻ 10 പൈസ വെച്ചിട്ട് തരും, പക്ഷെ എല്ലാ ദിവസവും ഇരട്ടി തരും. ഇത് 20 പൈസ 40 പൈസ. ആരുടേന്നായിരിക്കും കൂടുതൽ കിട്ടുക എന്ന് ചോദിച്ചാൽ നമ്മൾ ആരുടേന്നാ പറയാ? അതെന്ന് പറയാം. ഇത് നമ്മൾ പറയും 10 പൈസ അല്ല മറ്റോ തുടങ്ങുള്ളൂ, ഈ 1 ലക്ഷം കാരൻ്റെ പറയും അല്ലെ? അപ്പുറത്തല്ലല്ലോ. അത് പോരാ. അതായത് 10 പൈസ വെച്ച് തുടങ്ങുന്നു, 20 പൈസ 40 പൈസ 80 പൈസ. ഇത് 1 ലക്ഷത്തിൽ കഴിഞ്ഞാൽ 2, 4, 6, 8. അതെന്തായ പരിപാടി? ആ കോമ്പൗണ്ടിങ്ങിന്റെ പവർ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഗെയിം ആയിരുന്നു അത്. ആ സാധനം എടുത്ത് ഇവിടെ കൊണ്ടുവച്ചാൽ മതി. അങ്ങനെ ഒരു ഫിനാൻഷ്യൽ, അങ്ങനെ വെറുതെ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് പോകുന്നില്ല കേട്ടോ. ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് പോകുന്നില്ല. ആ ഫിനാൻഷ്യൽ പ്ലാൻ നമുക്ക് ഉണ്ടാക്കണം. അത് ക്ലാസ്സിൽ നിന്നും ഉണ്ടാക്കിയിട്ട് അത് നേടാൻ വേണ്ടിയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ കാണണം. ഓക്കെ, അപ്പൊ ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എത്തിയത് അവനെ ഇപ്പൊ സായിപ്പിനെ കണ്ടപ്പോ കവാത്ത് മറന്നു എന്നൊക്കെ പറഞ്ഞ ലാംഗ്വേജ് അല്ലേ? സ്റ്റോക്ക് മാർക്കറ്റിനെ കണ്ടപ്പോ ആള് മറന്നു. എന്ത് പറഞ്ഞു? ഫിനാൻഷ്യൽ പ്ലാനും ഇല്ല, ഒന്നുമില്ല. നമുക്ക് ഫിനാൻഷ്യൽ പ്ലാൻ മൈൻഡിൽ വെച്ചിട്ട് ഫിനാൻഷ്യൽ പ്ലാനിലേക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കൊണ്ടുവരണം. ഒറ്റ കാര്യം കൂടെ ലാസ്റ്റ് കേട്ടോ. അതായത് നമ്മള് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മള് സപ്പോസ് നമ്മള് പിന്നെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറയുന്നത്. ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യുന്ന പറയുമ്പോൾ ഈക്വിറ്റി ട്രേഡിങ്ങിനകത്ത് നമ്മൾ എക്സിറ്റ് ചെയ്യാന്നുള്ളതല്ലേ, നമ്മൾ ആ ഡിസിഷൻ എടുക്കാന്നുള്ളതല്ലേ ഉദ്ദേശിക്കുന്നത്? വേറെ മെത്തേഡ് ഒന്നും ഇല്ലല്ലോ, ഇല്ല. നമുക്ക് സേഫ് ആയിട്ട് ഇറങ്ങേണ്ട ഒരു സ്ഥലത്ത് നമ്മൾ വിറ്റുമാറുക, അത്രേ ഉള്ളൂ. അത് ആ ഒരു മെത്തേഡേ ഉള്ളൂ. അത് നമ്മൾ മുൻകൂട്ടി ഡിസൈൻ ചെയ്ത് കണ്ടുപിടിക്കും ഇന്ന സ്ഥലത്താണ്. അവിടെ എത്തിയാൽ പിന്നെ ഒരു ഇമോഷനും ഇല്ല, വിറ്റിട്ട് മാറുക. നമ്മൾ ആ ഗ്രീഡിൽ നിൽക്കാതെ അന്നേരം തന്നെ എക്സിറ്റ് ചെയ്യുക, നമ്മൾ സേഫ് ആയിട്ട്. അവിടെ നല്ലൊരു ക്വസ്റ്റ്യൻ, ഗ്രീഡിൽ നിൽക്കാതെ എന്ന് പറഞ്ഞില്ലേ? ആ ഗ്രീഡിൽ നിൽക്കാതിരിക്കാനായിട്ട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഗ്രീഡും ഫിയറും ഒന്നും ഉണ്ടാവുകയില്ല. ശരി, താങ്ക് യു കേട്ടോ. താങ്ക് യു സോ മച്ച്. ഒരുപാട് സമയം നമ്മൾ സ്പെൻഡ് ചെയ്തു. നല്ല ഓഡിയൻസ്, കുറെ കാര്യങ്ങൾ സംസാരിച്ചു. നല്ലൊരു സമയമാണ്, വാല്യൂ ഉള്ളൊരു സമയമാണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ കണ്ടാലും കണ്ടില്ലെങ്കിലും ഒക്കെ ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ യുവർ ടൈം, സോ മച്ച് ഓഫ് ടൈം, സോ മച്ച് ഓഫ് ഇൻഫർമേഷൻ, ഇൻസ്പിറേഷൻ. ഓക്കെ, ഞാൻ എന്റെ ഒരു പാർട്ട് ഓഫ് ദ ഗെയിം ആയിട്ട് നമ്മൾ പറയുന്നു, ഒരിക്കലും മണി മാനേജ്മെന്റും മൈൻഡും നോളേജും കൂടെ സംയോജിപ്പിക്കാതെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നീങ്ങരുത്. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് അവർ 3M സിസ്റ്റം. അപ്പൊ ഇതിൽ പഠിക്കാൻ വരുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വണ്ടർ ക്രിയേറ്റ് ചെയ്യാം ടുഗദർ. ഓക്കെ, thank you so much for the nice time, having me. Nice time. Thank you so much കേട്ടോ. Okay, good night. Thank you. Thanks for your time. Good night. Thank you.